ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്തത് ബേസിക്കലി നമ്മുടെ 3ാമത്തെ ആനിവേഴ്സറി ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ജോസ്മോൻ സാറിനെ തീർച്ചയായിട്ടും ക്യാപ്റ്റൻ ജോസ്മോനെ ഇതിലേക്ക് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും സാറ് മുമ്പിലേക്ക് വരും. സാറ് മുമ്പിലേക്ക് വന്നെങ്കിൽ എല്ലാവർക്കും എനർജി കിട്ടില്ല. അതുപോലെ തങ്ക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സീനിയർ അസോസിയേറ്റ് ആയിട്ടുള്ള സന്ദേശ് സാറും ദയവായിട്ട് മുന്നിലേക്ക് വരിക. പിന്നെ ഇതിന് എന്നോടൊപ്പം കൂടെ നിന്ന മിസ്റ്റർ എബ്രഹാം, തീർച്ചയായിട്ടും ഞാൻ സെയിലിംഗ് പോകുമ്പോൾ ഇതിൽ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്നത് എബ്രഹാമാണ്. അപ്പോൾ എബ്രഹാമും തീർച്ചയായിട്ടും വേദിയിലേക്ക് വരിക. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സ്റ്റുഡൻസിനും അതുപോലെ പേരൻസിനും തീർച്ചയായിട്ടും ഞാനൊരു ഹാർദവമായ സ്വാഗതം നേരുന്നു. ഇതിലേക്ക് വന്നെത്തിയ നിങ്ങളാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയം. ഇതിൽ കുറച്ച് പേര് നമ്മുടെ അലുമിനീസ് ഉണ്ട്, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഓൾറെഡി സ്പോൺസേഡ് ആയിട്ട് ഷിപ്പിൽ പോയിട്ട് വന്നവരുമുണ്ട്. അപ്പോൾ ബേസിക്കലി ഇങ്ങനെ ഒരു മീറ്റപ്പ് വെച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു നമ്മുടെ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതായത് മർച്ചന്റ് നേവിയിൽ ഒരുപാട് തട്ടിപ്പ് നടക്കുന്ന ഒരു മേഖല കൂടിയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു മർച്ചന്റ് നേവി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും ഓപ്പൺ CDCയും അതുപോലെ ജസ്റ്റ് 6 മാസത്തെ കോഴ്സ് പഠിച്ചാൽ ജോലി കിട്ടും, 2 മാസത്തെ കോഴ്സ് പഠിച്ചാൽ ജോലി കിട്ടും, ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പ് ഇന്നും ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മർച്ചന്റ് നേവിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു ചീത്തപ്പേരാണ്. ഇങ്ങനെയുള്ള ഓരോ കോഴ്സുകൾ നടത്തി ആൾക്കാരെ, അത് ബേസിക്കലി പേരൻസിന്റെയും സ്റ്റുഡൻസിന്റെയും ഒരു അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിക്കുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ 2021 ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് പിള്ളേർക്ക് വേണ്ടി ഇത് സ്റ്റാർട്ട് ചെയ്തത് 2 മാസത്തെ ഓൺലൈൻ കോഴ്സ് ആയിട്ടാണ്. അവിടെ നിന്ന് നമ്മളിപ്പോൾ 1 ഇയർ കോഴ്സിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും നമ്മളുടെ വിജയത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിന് സപ്പോർട്ട് ചെയ്തത് തീർച്ചയായിട്ടും സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസിന് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മുടെ സൈഡിൽ നിന്നും നമ്മളും ചെയ്തു പോരുന്നു. ബേസിക്കലി മർച്ചന്റ് നേവിയിലേക്ക് വരാൻ നേരത്ത് നിങ്ങൾക്കുള്ള ഡൗട്ട്സും എന്താണ് മർച്ചന്റ് നേവി. ഇപ്പോഴും ഞാൻ ഷിപ്പിൽ പോകുമ്പോൾ പല കേഡറ്റ്സിനെയും കാണാറുണ്ട്. അവർക്ക് ക്യാപ്റ്റൻ ആവാനാണ് ആഗ്രഹം, പക്ഷെ അവർ പഠിച്ചത് മറൈൻ എഞ്ചിനീയറിംഗ് ആണ്. കാരണം ഇവർക്ക് ഇതിനെ പറ്റി ഒരു നോളജ് ഇല്ല. മറൈൻ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ ക്യാപ്റ്റൻ ആവാം, അല്ലെങ്കിൽ എങ്ങനെ ക്യാപ്റ്റൻ ആവാം, ഡയറക്റ്റ് ക്യാപ്റ്റൻ ആവാൻ പറ്റുമോ, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇവർക്ക് അറിവില്ല. ഈ ഒരു അറിവില്ലായ്മ ജസ്റ്റ് BS സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ആവാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചു വരുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ചുറ്റിനുമുണ്ട്. അപ്പോൾ എന്താണ് ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്, അതുപോലെ തന്നെ ഷിപ്പിൽ പോയി കഴിഞ്ഞാലുള്ള കഷ്ടപ്പാട് എന്താണ്, ബുദ്ധിമുട്ട് എന്താണ്, ഈസി ആയിട്ടുള്ള എല്ലാവർക്കും ഇതൊരു ഈസി പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ അങ്ങനെയല്ല മർച്ചന്റ് നേവി എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പാഷനോ അതുപോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഫീൽഡിൽ നിലനിന്ന് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള കാഡറ്റ്സ് പല ആൾക്കാരും ഈ ഒരു ഫീൽഡിൽ എത്തിപ്പെടുമ്പോൾ വിചാരിക്കുന്നത് വെക്കുന്ന പൈസ ഉണ്ടാക്കാം, അതുപോലെ തന്നെ വലിയൊരു പ്രശ്നമൊന്നുമില്ല, മുമ്പിലേക്ക് അധികം പഠിക്കുകയൊന്നും വേണ്ട എന്നൊക്കെയാണ് അവരുടെ വിചാരം. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അതൊക്കെ തീർച്ചയായിട്ടും തെറ്റിദ്ധാരണ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ആദ്യത്തെ 5 ദിവസം ഫുൾ പൈസ റീഫണ്ട് ചെയ്യും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വെച്ചിരിക്കുന്നത്. അതായത് ആദ്യത്തെ 5 ദിവസം നമ്മളൊരു ബേസിക് ഐഡിയ പിള്ളേർക്ക് കൊടുക്കാറുണ്ട്. എന്താണ് മർച്ചന്റ് നേവി, എങ്ങനെയാണ് നിങ്ങൾക്കൊരു ഹൈ റാങ്കിൽ എത്തിപ്പെടാൻ പറ്റും, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ആ ഒരു 5 ദിവസത്തിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ കോഴ്സുകളൊക്കെ എല്ലാ ബാച്ചിലും സ്റ്റാർട്ട് ചെയ്യാറ്. അത് ഇന്നും നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് തീർച്ചയായിട്ടും വന്നതും അതുപോലെ തന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ് സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഇവിടെ നടത്തുന്നത്. അതിനുവേണ്ടി നമ്മൾ ക്യാപ്റ്റൻ ജോസ്മോനെയും അതുപോലെ തന്നെ സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സീനിയർ അസോസിയേറ്റ് ആയിട്ടുള്ള സന്ദേശ് സാറിനെയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൈക്ക് തരാൻ കുറച്ച് കഴിയുമ്പോൾ, അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. പേരൻസിനും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ അതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു മൈക്ക് എബ്രഹാമിനോട് ഹാൻഡ് ഓവർ ചെയ്യുവാണ്. എബ്രഹാമിന് എന്തെങ്കിലും നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കാനുള്ളൊരു അവസരം കൂടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു. മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമ്മൾ മെസ്സേജ് വഴിയും ഫോൺ വഴിയൊക്കെ എന്നെ കണ്ടിട്ടുണ്ടാവും അല്ലേ? എബ്രഹാമാണ് പേര്. സോ തുടക്കത്തിൽ എല്ലാവരും പറയുന്ന പോലെ വിശിഷ്ട വ്യക്തികളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അവരുടെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന സ്റ്റുഡൻസിനും പേരൻസിനെയും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. സോ ഇപ്പോൾ ബിബി പറഞ്ഞ പോലെ മർച്ചന്റ് നേവിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്ന പല കുട്ടികളും നിങ്ങളുടെ എൻക്വയറി കോൾസും നിങ്ങളുടെ മെസ്സേജുകളും എന്നിലോട്ട് വരുമ്പോൾ അതിന് കൃത്യമായി നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് അതിന് കൃത്യമായിട്ട് ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പലരും എങ്ങനെയാണ് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ വരുന്നത്,
അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ പഠിത്തത്തിൻ്റെ സമയം, ഇതുകൊണ്ട് ഗുണമുണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം 3 വർഷം മുമ്പ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വളരെ ഫ്യൂ സ്റ്റുഡൻസേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഒരു ബാച്ചിൽ 15-20 സ്റ്റുഡൻസ് വെച്ചാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് പാരലലി 3 ബാച്ചോളമായിട്ട് 200ഓളം സ്റ്റുഡൻസ് ഇപ്പോൾ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ വൻ വിജയം തന്നെയാണ്. കാരണം നമ്മൾ നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ ക്ഷണിച്ചിട്ട് ഇത്രയും കുട്ടികൾ നിങ്ങൾ വന്നത് തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നിങ്ങളുടെ ഡൗട്ടുകൾ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ ഒരുപാട് സംശയങ്ങളാണ്. ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് നേരിടാൻ പോകുന്നത് എന്താണ്, അല്ലെങ്കിൽ മെർച്ചൻ്റെങ്കിൽ ജോയിൻ ചെയ്താൽ പെട്ടെന്ന് പണം സമ്പാദിക്കാം, അങ്ങനെയൊക്കെയാണ് പിള്ളേർ വിളിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻട്രാക്റ്റീവ് സെഷൻ ആക്കി മാറ്റുക. നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കണം. അതിനുകൂടി വേണ്ടിയാണ് ഇങ്ങനൊരു ഗെറ്റ് ടുഗെദർ എന്ന് വെച്ചെങ്കിലും മെയിനായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനും കൂടി ഇത് ഉപകാരപ്പെടട്ടെ എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. താങ്ക് യു. കുറച്ച് പേരൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു, ക്യാപ്റ്റൻ ജോസ്മോൻ സാർ വരുമോ, സാറിനോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കുറേ പേരിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. കുറേ എൻക്വയറീസും വന്നിട്ടുണ്ടായിരുന്നു, സാർ വരുമോ ഇല്ലേ വന്നിട്ടൊക്കെ. സോ ഞാനിപ്പോൾ ജോസ്മോൻ സാറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നു സ്റ്റുഡൻസിൻ്റെ അടുത്ത് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. സർ പ്ലീസ്. എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ കണ്ടതിൽ വളരെ സന്തോഷം. 2006 ഞാൻ +2 കഴിഞ്ഞ് ഈ കപ്പലിലോട്ട് കയറുന്നതിൻ്റെ സ്പോൺസർഷിപ്പ് എക്സാം ഒക്കെ എഴുതി അങ്ങനെ MSc ഞാനിങ്ങനെ കയറി പറ്റിയത്. അപ്പം അന്ന് ഇതുപോലത്തെ കോച്ചിങ് സെൻറ്ററുകളോ അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അപ്പം അന്ന് ഇഗ്നോ ആയിരുന്നു. ഫസ്റ്റ് എല്ലാത്ത പോലെ ഞാൻ MScയുടെ സ്പോൺസർഷിപ്പ് എക്സാം എഴുതി, എന്തോ ഭാഗ്യത്തിന് പാസ്സായി, അങ്ങനെ കയറി. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഇതുപോലത്തെ നമ്മുടെ ബ്രില്യൻ ട്രെയിൻ പോലെയുള്ള കോച്ചിങ് സെൻറ്ററുകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പം പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് കുറവായിരുന്നു. പിന്നെ നമുക്ക് വീഡിയോസ് റെഫർ ചെയ്യാനൊന്നും കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. എങ്ങനെയോ കപ്പലിൽ കയറി പറ്റി. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു കോച്ചിങ് ഇവിടെ കിട്ടുന്നുണ്ട്. എന്താണ് മർച്ചൻ്റ് നേവി, അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം, നിങ്ങളുടെ ടേസ്റ്റിനൊത്ത ഒന്നാണോ ഈ മർച്ചൻ്റ് നേവി എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഗൈഡ് ലൈൻസിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്നോ ഞാൻ പറയുന്നുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഈ കോച്ചിങ് ഒക്കെ എടുത്ത് സ്പോൺസർഷിപ്പ് എക്സാം എടുത്ത് നല്ല കമ്പനികളിലൊക്കെ കയറി പൈസ സമ്പാദിക്കുക. മർച്ചൻ്റ് നേവിയിൽ ഒത്തിരി ബുദ്ധിമാന്മാരുടെ ആവശ്യമൊന്നുമില്ല. കുറച്ച് കോമൺ സെൻസും പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുമാണ് വേണ്ടത്. അപ്പം നിങ്ങൾ ഷിപ്പിൽ പോകുമ്പം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് നല്ല ഒരു ലൈഫ് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നെക്സ്റ്റ് നമ്മളോട് കൂടെ സന്ദേശ് സാർ ഉണ്ട്. സാർ സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സദേൺ റീജിയൻ്റെ സീനിയർ അസോസിയേറ്റ് ആണ്. സാറിനോട് ഫ്യൂ വേർഡ് സംസാരിക്കാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. സർ പ്ലീസ്. Good morning. So once again, happy Republic Day to all. ഇവിടെ ഓൾറെഡി പറഞ്ഞു വെച്ച പോലെ തന്നെ ഒരു കാൻഡിഡേറ്റിന് ഈ ഒരു ഫീൽഡിലേക്ക് വരണമെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എന്താണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്ന അങ്ങനെ അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും ട്രാൻസ്ഫോം ആവുക, ഇതിനെക്കുറിച്ചൊന്നും പലർക്കും പല ഐഡിയ ഇല്ല. അത് ഏറ്റവും വലിയ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലാക്ക് ഓഫ് അവയർനെസ് തന്നെയാണ്. ഇപ്പോഴും ആ ലാക്ക് ഓഫ് അവയർനെസ് ഉണ്ട്. ഇതിനെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്, വളരെ പരിമിതമാണ്. അതിൽ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യലി അല്ല, അൺഒഫീഷ്യലി ആണെന്നുണ്ടെങ്കിൽ പോലും വന്നതിൻ്റെ മെയിൻ കാരണം തന്നെ അങ്ങനെ ഒരു അവയർനെസ് ക്യാമ്പയിനായിട്ടാണ് ഇവിടെ ഇത് ഇന്ന് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അതാണ് മെയിൻ റീസൺ. ഇപ്പോൾ സമുദ്രയിൽ വരുന്ന കുട്ടികളാണെങ്കിൽ പോലും അവിടെയും ഈ പറഞ്ഞാൽ ഇതുപോലെ വരുന്ന എല്ലാവർക്കും കഴിയുന്ന അത്രയും വരുന്ന എല്ലാവർക്കും ഞാൻ ഓഫീസിൽ അവൈലബിൾ ആണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഓറിയൻറ്റേഷൻ പോലെ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്, വെബിനാറോ അല്ലെങ്കിൽ ഓഫീസിൽ വെച്ച് നടത്താറുണ്ട്. അതിന് കാരണം ഇവിടെ ഓൾറെഡി പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമ്പാദിക്കാൻ, ലോകം മുഴുവൻ ചുറ്റിക്കാണാം, ഹൈഫൈ ലൈഫാണ്, ഇത് മാത്രം കണ്ടുകൊണ്ടാണ് മിക്കവാറും എല്ലാവരും, എസ്പെഷ്യലി 12th കഴിഞ്ഞാണ് 12th കഴിഞ്ഞ കാൻഡിഡേറ്റ്സ് മിക്കവാറും എല്ലാവരും വരുന്ന അങ്ങനെയാണ്. അറ്റ്ലീസ്റ്റ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു ഐഡിയ അവർ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്തിട്ടായിരിക്കും. ഞാൻ നിങ്ങൾ റിസർച്ച് ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്,
പക്ഷേ നിങ്ങളുടെ റിസർച്ച് കുറച്ചുകൂടെ നിങ്ങളുടെ റിസർച്ചിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു റിസർച്ച് എന്തായാലും എല്ലാവരും നടത്തുക. ഏതൊക്കെ ഒരു ഒന്നല്ല 100 കണക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഓക്കെ, അതായത് കൊച്ചിൻ സെൻ്ററിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഓക്കെ, ഈ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ഷിപ്പിലേക്ക് പറ്റണമെന്നില്ല. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ വാട്ട് ഈസ് മാറ്റേഴ്സ് ഇസ് നിങ്ങളുടെ സീ ടൈം. നിങ്ങൾക്ക് ഒരു കോഴ്സ് കഴിഞ്ഞാൽ നോട്ടിക്കൽ DNSO അല്ലെങ്കിൽ BSc നോട്ടിക്കൽസോ അല്ലെങ്കിൽ BTech മറൈനോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു 18 months അല്ലെങ്കിൽ BSc കഴിഞ്ഞിട്ട് ഒരു 12 months സീ ടൈം എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് കിട്ടുന്നുണ്ടോയെന്ന് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് കാരണം അത് നിങ്ങളുടെ റിക്വയർമെൻറ്റ്, നിങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഈ സീ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അത് തരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടോ അത് തരുന്ന കമ്പനികളിൽ മാത്രം ജോയിൻ ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവരും ഈ ഒരു ഇൻട്രാക്ഷൻ സെഷനിൽ നമുക്ക് സംസാരിക്കാൻ നോക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ലാക്ക് ഓഫ് അവയർനെസ് ഉണ്ട്. നിങ്ങൾ ദിസ് നോട്ട് എ കപ്പ് ഓഫ് ടീ ഫോർ എവരിവൺ. ഞാൻ പറയുന്നത് തെറ്റല്ലോ, നോട്ട് എ കപ്പ് ഓഫ് ടീ ഫോർ എല്ലാവർക്കും പറ്റിയ ഒരു ഫീൽഡല്ല ഇത്. എനിക്ക് സെയിലിംഗ് എക്സ്പീരിയൻസ് കഴിഞ്ഞ 20 കൊല്ലമായി ഞാനിപ്പോൾ ESM മാനേജിലും എക്സിക്യൂഷൻ മാനേജ്മെന്റ് മാനേജിലും ആണെങ്കിൽ സമുദ്രയുടെ മാത്രം ടേക്ക് ഓവർ ചെയ്തിട്ട് ഏതാണ്ട് ഒരു 14 കൊല്ലത്തിന് മേളിലായി. സൗത്ത് സോണിൽ നിന്ന് ഞാൻ പല സ്കൂളുകളും പല കോളേജസിലും ഞാൻ പോകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വിസിറ്റഡ് സം ഓഫ് ദ ഷിപ്സ് ഓൾസോ. നമ്മൾ മാക്സിമം ഇന്ത്യയിൽ വരുന്ന മിക്കവാറും ഷിപ്സ് ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ആദ്യം മനസ്സിലാവണം. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ കമ്പനി പല ഷിപ്സിലേക്കും അവിടെ ഷോറിൽ വരുമ്പോൾ അവിടെയൊക്കെ പോയിട്ട് അതിൻ്റെ ഒരു ജസ്റ്റ് ടു നോ ഹൗ ദ ഷിപ്പ് ലൈഫ് ഈസ് ഇതൊക്കെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ പറഞ്ഞതാണ് ഇറ്റ്സ് നോട്ട് എ കപ്പ് ഓഫ് ടീ ഫോർ എവരിവൺ. ആൻഡ് ഐ ഡു സീ സം ഗേൾസ് ഓവർ ഹിയർ. ഗേൾസിന് തെറ്റായ ധാരണ ഈ ഒരു മാർക്കറ്റിനുള്ളത് ഒരു മെയിൽ ഓറിയന്റഡ് ഇൻഡസ്ട്രി ആണ് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു പണ്ട്. ഫുൾ മെയിൽസ് മാത്രമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മർച്ചന്റ് നേവി എന്നുള്ള അല്ലെങ്കിൽ ഷിപ്പിംഗ് കരിയർ എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അത് അങ്ങനെയല്ല എന്ന് ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിപ്പിംഗ് കമ്പനിയിൽ പല കമ്പനികളും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഗേൾസിനെ ഫീമെയിൽ കേഡറ്റ്സിനെ ഫീമെയിൽ ഓഫീസേഴ്സിനെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ തന്നെ ഇപ്പോൾ ഇവരുടെയൊക്കെ ബാച്ച് നോക്കുകയാണെങ്കിൽ 3-4 ഗേൾസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഞങ്ങൾക്ക് 28 പെൺകുട്ടികളുണ്ടായിരുന്നു. 160 പേരെ ബാച്ച് 28 പെൺകുട്ടികൾ. ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു നമ്പറായിരുന്നു അത്. അത് 128 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 60-70 കുട്ടികളിലൊക്കെ ഞങ്ങളുടെ പെൺകുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എൻ ഓപ്പൺ ഇൻഡസ്ട്രി ഫോർ എവരിവൺ. ദെർ ഇസ് നോ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആസ് സച്ച്. നല്ലൊരു ഫീൽഡാണ്. അത് എന്താണ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് കൂടെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫുള്ള് നല്ലൊരു റിസർച്ച് നടത്തിയിട്ട് വരാൻ നോക്കുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവയർനെസ് ക്യാമ്പയിൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവയർനെസ് പ്രോഗ്രാംസ് വയ്ക്കുമ്പോൾ കഴിയുന്നത്രയും നിങ്ങൾ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് മെച്ചപ്പെടുത്താൻ ഓൾറെഡി ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ എന്നാൽ പോലും ഇത് അറിയില്ലാത്ത ഒരിക്കലും ഇവിടെ വന്ന് അല്ലെ ഒരു ഈ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ വരരുത്. ഓൾറെഡി ഇവിടെ പറഞ്ഞ പോലെ കുറേ ഫ്രോഡലന്റ് ആക്ടിവിറ്റീസ് നടക്കുന്ന ഇൻഡസ്ട്രിയാണ്. ഈ ഫ്രോഡലന്റ് ആക്ടിവിറ്റി നടക്കുന്നത് എന്തുകൊണ്ടാണ്? കഴിയുന്നത്രയും ആളുകൾക്ക്, മാക്സിമം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഈ അറിവില്ലായ്മയാണ്, നമ്മുടെ അറിവില്ലായ്മയാണ് അവർ ഈ ഫ്രോഡ് കമ്പനികളെല്ലാം മുതലെടുക്കാൻ നോക്കുന്നത്. സോ ആ അറിവില്ലായ്മ നമ്മൾ മാറ്റിയെടുക്കാൻ നോക്കും. സോ ഇന്ന് ഈ ഒരു ഇവന്റ് അതിന് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും വിചാരിക്കുകയല്ല, ഉറപ്പായിട്ട് വരും. കാരണം ഇത്രയും ക്രൗഡുണ്ട്. പെട്ടെന്ന് അറേഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണെന്ന് പറഞ്ഞു. ഞാനും പെട്ടെന്ന് തന്നെയാണ്, ലാസ്റ്റ് മിനിറ്റിലാണ് ഞാനും എൻ്റെ അറ്റൻഡൻസ് പറഞ്ഞത്. എങ്കിൽ പോലും ഇത്രയും ആളുകൾ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ടൈമും ഇന്നത്തെ ഒരു സൺഡേ ആയിട്ട്, ഒരു ഓൺലൈൻ സൺഡേ ആയിട്ട് നിങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിനോട് പ്രത്യേക താല്പര്യം കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ബെറ്റർ സക്സസ് ഇൻ ദ സീഫെയറിംഗ് കരിയർ. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. നമുക്കിനി ചെറിയൊരു ഇൻട്രാക്ഷൻ സെക്ഷൻസ് വെച്ചിട്ടുണ്ട്, കരിയർ ഇൻട്രാക്ഷൻ. എനിക്കിവിടെ കുറേ പേരൻസിനെ കാണാൻ പറ്റുന്നുണ്ട്, സ്റ്റുഡൻസിനെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് ക്യാപ്റ്റൻ ജോസ്മോൻ സാർ ഉണ്ട്, സന്ദേശ് സാർ ഉണ്ട്. പിന്നെ അവരുടെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം നിങ്ങളുടെ. സോറി ഫോർ ഇൻട്രപ്ഷൻ. നമ്മുടെ ജൈനു സാർ വന്നിട്ടുണ്ട്. സാർ ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. I welcome Jaino sir to the stage. Please come sit. അക്കാഡമിക്കലി നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും സാർ അവൈലബിൾ ആയിരുന്നു. നിങ്ങൾക്ക് സാറിൻ്റെ അടുത്തും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് സാറിൻ്റെ അടുത്ത് സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് ഫ്യൂ വേർഡ്സ് സംസാരിക്കാം.
ഗുഡ് മോർണിംഗ്. അതെന്നറിയോ, ആദ്യം തന്നെ നോക്കിയെന്നറിയോ, നിങ്ങളോട് എപ്പോഴും ഞാൻ പറയേണ്ട 3 സല്യൂട്ടേഷൻ ഉള്ളൂ എന്ന്. എന്നിട്ട് ഞാൻ ഓടിക്കൊന്നുകൊണ്ട് ഗുഡ് മോർണിംഗ് ആണോ ഗുഡ് ആഫ്റ്റർനൂൺ ആണോ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അബ്രാത്തിനോട് ചോദിച്ചത്. ഓക്കെ, താമസിച്ചു വന്നതിൽ ഒത്തിരി സങ്കടമുണ്ട്. കാരണം ഒരു നിർവാഹം ഉണ്ടായിരുന്നില്ല, ഓടിപ്പിടിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഞാൻ അത്യാവശ്യമായിട്ട് ബാംഗ്ലൂരിൽ പോയതായിരുന്നു 2 രോഗികളെ സന്ദർശിക്കാനായിട്ട്. ഇന്ന് വെളുപ്പിന് 9:15 വീട്ടിൽ എത്തിച്ചേർന്നു. ഒന്ന് ഫ്രഷായി ഇങ്ങോട്ട് പോകുന്നതാണ്. ഇതിൽ കുറേ മുഖങ്ങൾ എനിക്ക് പരിചയമുണ്ട്. ചിലരൊക്കെ ഇദ്ദേഹത്താണെങ്കിൽ ചിലരൊന്നും, പിന്നെ ഞാനും നിങ്ങളും എല്ലാ ബാച്ചിലും ഉണ്ട് അല്ലേ, ചിലരൊക്കെ ആയിട്ട് നമ്മൾ വഴക്ക് കൂടാറുണ്ട് അല്ലേ. കാരണം എന്താണ്, ക്യാമറ ഓൺ ആക്കില്ല എന്നുള്ളത് കൊണ്ട്. അപ്പം അങ്ങനെ ചെറിയ എനിവേ, ഏതായാലും നിങ്ങളെല്ലാവരെയും ഇങ്ങനെ ഒരു പരിപാടി അറേഞ്ച് ചെയ്യുമ്പോഴാണ് അബ്രാത്തിനോടും നേരത്തെ പറഞ്ഞതാണ്, നമുക്കിങ്ങനെ എന്തെങ്കിലും കുട്ടികളുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവണം. എന്നാലേ നമുക്ക് ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കും തന്നെ ഞങ്ങളിലും ഒരു വിശ്വാസം വേണ്ടേ, അതല്ലേ ഇത് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യണം. പിന്നെ ഈ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നതിന് തുടങ്ങുമ്പോൾ അബ്രാവും ഇതോടെ എൻ്റെ അടുത്ത് വന്ന് എങ്ങനെയാണ് സാറേ നമുക്ക് തുടങ്ങണേ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ എന്തായാലും ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഒരു സക്സസ് തന്നെയായിരുന്നു. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരുപക്ഷെ ഞാൻ ആവർത്തിക്കുമ്പോൾ എബ്രാത്തിന് മാത്രം വിരസത തോന്നിയേക്കാം. കാരണം ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ചെറിയ ചെറിയ ഉദാഹരണങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത്, നിങ്ങൾ ഈ പ്രദേശത്തുള്ളവരല്ലെങ്കിലും നമ്മളുടെ പിറവത്ത് വരുമ്പോൾ നമ്മൾ പുതിയകാവ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കും ആർക്കും തന്നെ ഓർമ്മയെ കാണില്ല. കാരണം എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒരു ദിവസത്തെ മലയാള മനോരമ പത്രത്തിൽ കണ്ട ഒരു കാഴ്ചയാണ്. ഒരു കൊച്ചു പയ്യൻ, ആ പയ്യന് ചെണ്ടയുടെ ഒപ്പം പൊക്കയില്ല. എന്നിട്ട് ഒരു സ്റ്റൂളിട്ടിട്ട് ചെണ്ട താഴെ വെച്ചിട്ട് ചെണ്ട കൊട്ടുന്ന ഒരു ദൃശ്യം. അപ്പോൾ അതിലൊരു തലക്കെട്ടുണ്ട്. അതിൽ നിന്നാണ് എനിക്കിഷ്ടപ്പെട്ടത്. എൻ്റെ കുഞ്ഞിന് തെറ്റുകൾ സംഭവിക്കില്ല, താളപ്പിഴകൾ സംഭവിക്കില്ല എന്ന് പ്രാണത് കേട്ടോ. വായിച്ചു നോക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത്, തീരെ കുഞ്ഞായിരുന്നപ്പോഴേ ഇതിലേക്ക് കയറി വന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞ് ആശാൻ ഈ കുട്ടിയെ അരങ്ങേറ്റത്തിന് വിടുക. അരങ്ങേറ്റത്തിന് വിടുന്ന സമയം മുഴുവൻ അടുത്ത തൊട്ടപ്പുറം നമ്മൾ കാണുന്ന ദൃശ്യം, നമ്മൾ ആ ഈശ്വരൻ്റെ മുന്നിൽ സാഷ്ടാമം കിടക്കുകയാണ് ഗുരുനാഥൻ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിനുശേഷം വളരെ അപ്ലോസ്, കയ്യടി കിട്ടി. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്നത്, നിങ്ങളെ ഇതുപോലെ ശിഷ്ടം തന്നെ വിട്ടു കഴിയുമ്പോൾ ആരും ഓർക്കുന്നില്ല, ആ ആശാനെ ആരും ഓർക്കുന്നില്ല, വേണമെന്ന് പറയുന്നില്ല. പക്ഷെ താൻ കൊടുത്ത ആ അറിവുകൾ തൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ അവ കൊണ്ട് ആ കുഞ്ഞ് നന്നായി എന്ന് കേൾക്കുമ്പോൾ അവനക്ക് കിട്ടുന്ന കയ്യടി സ്റ്റേജിന്റെ പിന്നാമ്പുറങ്ങളിൽ ഞങ്ങളെ പോലെയുള്ള ഗുരുനാഥന്മാർ ധാരാളം ഉണ്ടാവും. അവർക്ക് കിട്ടുന്ന ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളൊന്നും അത് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയില്ല. കാരണം 34 വർഷം പൂർണ്ണമായ അധ്യാപകനായിരുന്ന ഞാൻ പഠിപ്പിച്ച് തുടങ്ങിയിട്ട് 44 വർഷമായി, 40 വർഷം. അപ്പോൾ ആ പൂർണ്ണമായി ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. എവിടെ ചെന്നാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മൾ പഠിപ്പിച്ച കുട്ടികളുണ്ട്. എനിക്കൊരു മോളേ ഉള്ളൂ. എൻ്റെ മോൾ എപ്പോഴും എന്നോട് പറയും, ഈ അപ്പൻ്റെ കൂടെ ഒരിടത്ത് ഞാൻ പോലില്ല, എവിടെ ചെന്നാലും സാറെന്നുള്ള വിളി കേൾക്കാനേ ഉള്ളൂ, എന്നെ ആരും അറിയില്ല. അപ്പം അത് നമുക്ക് കിട്ടുന്നൊരു വലിയ അംഗീകാരമാണ്. ഇപ്പം ഞാൻ ആ അംഗീകാരം അതാണ്. നമ്മളിപ്പോൾ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും, എബ്രാഹിമിനോട് പറഞ്ഞു, ഞാൻ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ ഇവിടെ എത്തിച്ചേരും. കാരണം അത് നമുക്ക് ആവശ്യമാണ്, ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ആ കാര്യം. ഇതുപോലെ തന്നെയാണ് ആ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിതുപോലെ എനിക്ക് പണ്ട് ഒരു ഓമ്നി കാറുണ്ടായിരുന്നത്, എബ്രാഹിമിനോട് നന്നായിട്ട് അറിയാവുന്ന കാര്യം. ഇവിടെ എളംകുളം പള്ളിയിൽ എനിക്ക് ഞാനുണ്ട്, എൻ്റെ വൈഫുണ്ട്, എൻ്റെ മോളുണ്ട്, എൻ്റെ ഫാദറിലുണ്ട്, മദറിലുണ്ട്, മദറിലൂടെ സിസ്റ്ററുണ്ട്, ഹസ്ബൻഡുണ്ട്, ഒരു കുട്ടിയുണ്ട്. എല്ലാത്തിനും കൂടെ ഒറ്റ ഓമിനെ കയറ്റി ഞങ്ങൾ പോകുന്നു. വൈകിട്ട് ഒരു കല്യാണ പരിപാടിയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഉള്ളതിൽ ഏറ്റവും മോശം വണ്ടി എൻ്റെയാണ്. കാരണം ബാക്കിയുള്ളതെല്ലാം വലിയ വലിയ വണ്ടികളാണ്. അപ്പം ഞാൻ ഈ പള്ളിമുറ്റത്തേക്ക് വണ്ടി അങ്ങ് കയറി ചെല്ലുകയും പള്ളിയുടെ
ഉള്ളിൽ നിന്ന് ഒരു അച്ഛനും ഇറങ്ങി വന്നു. നമ്മൾ കരുതി ഉള്ള ചീത്ത, കാരണം 6 മണി സന്ധ്യാപ്രാർത്ഥന സമയമാണ്. ഞാൻ ഓർത്തു ഇന്നത്തോടെ തീർന്നു, വേഗം അവരോട് പറഞ്ഞു ഇറങ്ങിക്കോ, ചീത്തട്ടാണ് നമ്മൾ ഒറ്റയ്ക്കില്ല. ഇത്തിരി ആൾക്കാരെല്ലാവരും നോക്കി നിൽക്കുക ഈ പുള്ളിയുടെ 2 ചീത്ത പറഞ്ഞേക്കാൻ. അപ്പോഴാണ് ഞാൻ പഠിപ്പിച്ച പയ്യൻ വന്ന് വണ്ടിയുടെ ഡോർ വന്ന്, സാറ് വണ്ടി വിട്ടിട്ട് ആരെങ്കിലും എടുത്തോണ്ട് പോകാൻ ചെയ്തോളും. പിന്നെ നമ്മൾ രാജാവായിട്ട് അത്രയും നേരം നമ്മൾ തല കുഴിച്ച് നിന്ന് നമ്മൾ ഉയർത്തി നിന്ന്. ഇതാണ് അധ്യാപകന്റെ ഒരു അധ്യാപകനായുള്ള ഗുണം. അപ്പോൾ ഇന്ന് നിങ്ങളെ കാണാൻ വന്നതിൽ, അല്ലെങ്കിൽ ഇത്രയും പേര് വന്നത്, ഞങ്ങൾ ആദ്യമൊക്കെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ ആവും, സക്സസ് ആവുമോ എന്ന്. എന്തായാലും ഞാൻ പറഞ്ഞു സക്സസ് ആവും, കുറച്ച് കുട്ടികളെങ്കിലും വരും. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നവർക്ക് ഇതിന് മുമ്പ് പറഞ്ഞത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എൻ്റെ പ്രത്യേകമായ നന്ദി ആദ്യം പറയുന്നു. ഇനി നിങ്ങൾക്ക് ഇത്രയാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇൻട്രാക്ഷൻ പോലെ പറയാം. സ്റ്റുഡൻസിന്, പേരൻസിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഞാൻ മാക്സിമം നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ബിക്കോസ് നിങ്ങൾ ഇപ്പോൾ സംസാരിക്കാതിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ വഴി സംസാരിക്കുക, ഇൻട്രാക്ഷൻ, അതിനേക്കാൾ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് ആളിവിടെ അവൈലബിൾ ആകുമ്പോൾ നേരിട്ട് ചോദിക്കുന്നതായിരിക്കും. ആർക്കും സംശയമൊന്നുമില്ലെന്നാ പറഞ്ഞു. അല്ല, നമുക്ക് ഡിസ്കസ് ചെയ്ത് നമുക്ക് തുടങ്ങി എടുക്കാം. ഇത് കഴിയുമ്പോഴല്ലോ ഒരു മിനിമം ഒരു 10 ദിവസം സമുദ്രം ഇപ്പോൾ എത്ര വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, സമുദ്രം എത്ര ആപ്ലിക്കേഷൻ എടുക്കും, എപ്പോഴാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? സമാഗമത്തിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, ഞങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയല്ലേ. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ഓക്കെ, ഇത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സ്റ്റുഡൻസ് മിക്കവാറും കുറേ റിസർച്ച് നടത്തിയിട്ടുണ്ടാവും. പാരന്റ്സിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. കാരണം അൾട്ടിമേറ്റ്ലി നിങ്ങളും കൂടെ കൺവിൻസ്ഡ് ആയിരിക്കണം ഈ ഒരു ഫീൽഡിലേക്ക് പൂർണ്ണ മനസ്സോടെ കുട്ടികളെ അയക്കാൻ വേണ്ടി. അപ്പോൾ പാരന്റ്സ് ഒന്ന് ഇന്ററാക്ട് ചെയ്താൽ വളരെ നന്നായിരുന്നു. ഇവിടെ എനിക്കുള്ള എല്ലാ ഫീൽഡിലെ ആൾക്കാരുണ്ട്. ഓക്കെ, പേരൻസ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, HR വർക്ക് ചെയ്ത് ഞാനുണ്ട്. ഇനി നിങ്ങൾ ലൈഫിനെ കുറിച്ച് അറിയാനാണെങ്കിൽ 2 പേര് ലൈവ് എക്സാമ്പിൾസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇവിടെ കേഡറ്റ്സ് ഉണ്ട് വേറെ. അപ്പോൾ അവരുടെയൊക്കെയും ചോദിക്കാം. ഞങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവരുടെ നിങ്ങൾക്ക് ചോദിക്കാം. സോ പ്ലീസ് കം ഔട്ട് ഓഫ് ദാറ്റ് ഫസ്റ്റ് വൺ ഓഫ് വൈസ്. നിങ്ങൾ ആ ഒരു നിങ്ങളുടെ നാടോ അല്ലെങ്കിൽ ആ ഒരു ഞാൻ ചോദിച്ചാൽ മണ്ടത്തരമായിരിക്കുമോ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അബദ്ധമാവോ എന്നുള്ള വിചാരം നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ സില്ലി ക്വസ്റ്റ്യൻ ആയിരിക്കാം, പക്ഷേ ആ ക്വസ്റ്റ്യൻ നല്ല ഒരു വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. അത് മാത്രമല്ല നിങ്ങളുടെ മനസ്സിലുള്ള അതേ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ചിലപ്പോൾ അതേ ക്വസ്റ്റ്യന്റെ ആൻസർ അറിഞ്ഞാൽ കൊള്ളുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. സമുദ്രയുടെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയാൻ പറ്റും. സമുദ്രം മാത്രമല്ല, മിക്കവാറും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പൊതുവെ നമ്മുടെ സാറിന് 2 ബാച്ചാണ് മിക്കവാറും ഉള്ളത്. ചിലപ്പോൾ ആംഗ്ലോസിന് 3 ബാച്ച് ഉണ്ടാവാറുണ്ട്. പക്ഷേ 2 ബാച്ചാണ് സാറിന് ഇപ്പോഴുള്ളത്. ഓഗസ്റ്റിൽ ഒരു ബാച്ച് ഉണ്ടാവും, പിന്നെ അടുത്ത ഫെബ്രുവരിയിൽ ഒരു ബാച്ച് ഉണ്ടാവും നോട്ടിക്കൽ സയൻസിൽ. അതുപോലെ ബിടെക്കിനാണെങ്കിൽ ഒറ്റൊരു ബാച്ച് ഓഗസ്റ്റിലുണ്ട്. ഓക്കെ, ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫെബ്രുവരി ബാച്ചിന്റെ കമൻസ്മെന്റ് കഴിഞ്ഞു. ഫെബ്രുവരി 1 കമൻസ്മെന്റ് ഉണ്ടാവും. കമൻസ്മെന്റ് കഴിഞ്ഞിട്ടൊരു 15-ാം തീയതി മുതൽ, ഫെബ്രുവരി 15-ാം തീയതി മുതൽ സാധാരണ എല്ലാ വർഷത്തെയും ഒരു വിധമാണ്. ചിലപ്പോൾ ഡേറ്റ് 1-2 ദിവസം അങ്ങോട്ടും മാറാറുണ്ട്. എന്നാൽ പോലും 15 തന്നെയാണ് സാധാരണ വയ്ക്കാറുള്ളത്. ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് ഉണ്ടാവും. ആപ്ലിക്കേഷൻ ഓൺലൈൻ, യു ക്യാൻ അപ്ലൈ ഓൺലൈൻ. കഴിയുന്നതിന് മാക്സിമം ആളുകൾ കുട്ടികളൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ മിക്കവാറും ഞങ്ങളത് ഫോഴ്സ് ചെയ്യാറില്ല ഇന്ന സമയത്ത് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. കാരണം നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഇതിനകത്ത് പാസ് ഔട്ട് ആയ ആൾക്കാരായിരിക്കും കൂടുതലുള്ളത്. എന്നാലും ഞാൻ പറയാം ഫ്രഷേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ എക്സാംസ് എല്ലാം കഴിഞ്ഞിട്ട് ഉള്ള അവർക്ക് പ്രിഫറൻസ് ഉള്ള ഒരു ഡേറ്റ്. അതായത് എനിക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ട് ഇവിടെ, അബ്ദുൾ എന്നുണ്ട്. ആ പയ്യൻ വിളിക്കും. അബ്ദുൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കും, നിങ്ങൾ ഓൾറെഡി പാസ് ഔട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ എക്സാമും ഓൺലൈൻ എക്സാമും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ എക്സാംസ് ഇപ്പോൾ പെർസ്യൂവിംഗ് ആണ്, 12th പെർസ്യൂവിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ശേഷം എക്സാംസ് എല്ലാം കഴിഞ്ഞിപ്പോൾ മാർച്ച് അവസാനം ആകുമ്പോഴത്തേക്കും മിക്കവാറും എക്സാംസ് കഴിയുന്നുണ്ട്. 22-ാം തീയതി മറ്റാണ് എക്സാംസ് കഴിയുന്നത്. ഐ മീൻ എല്ലാം CBSE ആൻഡ് ICSE രണ്ടും കൂടെ എനിക്കുള്ള മാർച്ച് എൻഡിലൂടെ തീരുന്നുണ്ട്. സോ അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. ഇത്രയും
വർഷം ഞങ്ങൾ അതായത് 19 വരെ 2021-22 ഒക്കെ നമ്മൾ ഓൺലൈനിലേക്ക് മാറിയായിരുന്നു. അത് സാഹചര്യങ്ങളെ സമ്മർദ്ദം പോലെയാണ്. പാൻഡമിക് ആയിരുന്നു, വേറെ വഴി ഉണ്ടായിരുന്നില്ല, സോ എല്ലാം ഓൺലൈനായിട്ടായിരുന്നു. പക്ഷേ വി ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് ഓൺലൈൻ. ഒരു ഓൺലൈനിൽ ഒരു വെബിനാർ വയ്ക്കുന്നോ അല്ലെങ്കിൽ ഓൺലൈൻ എക്സാമിനേഷൻ മാത്രം വച്ചിട്ട് കുട്ടികളെ എടുക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് ഞങ്ങളത് അങ്ങനെ മാറാൻ ആഗ്രഹിക്കുന്നില്ല. സോ വി ആർ കമ്മിങ് ബാക്ക് ടു ദ ട്രഡീഷണൽ വേ ഓഫ് ഇന്ററാക്ടിംഗ് വിത്ത് പീപ്പിൾ. കുട്ടികളെ കൊച്ചിയിലൊരു ഓഫീസുണ്ട്, ഇവിടെ വൈറ്റില് ഗോൾഡ് സൂപ്പ് മാളിൻ്റെ പൊന്നിടത്തിലൊരു ഓഫീസുണ്ട്, അവിടെ വെച്ചിട്ടായിരിക്കും മിക്കവാറും നടക്കുന്നത്. അതിപ്പോൾ ഫെബ്രുവരി മുതൽ ഒരു മെയ് മിഡ് വരെ ഉള്ള എല്ലാവരെയും ഒരുമിച്ച് എക്സാംസ് നടത്താൻ വേണ്ടിയിട്ട് അത്രയും നാളുള്ള ആളുകളെല്ലാം ഒരുമിച്ച് വിളിച്ച് എക്സാംസ് നടത്തും. എന്നിട്ട് ഒരു ഇൻട്രാക്ഷൻ വയ്ക്കും. എന്തായാലും ഒരു ഓറിയൻറ്റേഷൻ പോലെ ഒരു ഇതുണ്ടാവും, കാലത്തോട്ട് ഉച്ചവരെയും നമ്മളതിനെ കുറിച്ചൊരു ഇത് വയ്ക്കുന്നുണ്ട്. അത് ഇതേപോലെ തന്നെ ഒരു സെഷൻ ആയിരിക്കും, പാരൻസിനെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള സെഷൻ ആയിരിക്കും. കാരണം അത് നിങ്ങളെ ഒന്നും കൂടെ ഒന്ന് ടു മേക്ക് ഷുവർ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. അതിന് വേണ്ടിയിട്ടാണ് ഈ സെഷൻ വയ്ക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇൻ്റർവ്യൂ കാര്യങ്ങൾ വയ്ക്കും. സോ പ്രൊസീജിയർ ഇതാണ്. ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ട്, പിന്നെ ഇൻ്റർവ്യൂ, സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട്. ഇതാണ് 3 പ്രോസസ്സുകൾ. ഇതല്ലാതെ അപ്പാർട്ട് ഫ്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ IMU CET ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി സെലക്ഷൻ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ പോലും IMU CET പാസ്സാവാതെ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ നല്ല എവിടെയും ജോയിൻ ചെയ്യാൻ പറ്റില്ല. സോ IMU CET മാൻഡേറ്ററി ആണ്, ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ബൈ ദിസ് ടൈം യു ഷുഡ് ഹാവ് നോൺ ദാറ്റ്. അപ്പോൾ IMU CETയിലെ റാങ്ക് ലിസ്റ്റ് ഒരു പ്രശ്നമില്ല. റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും റാങ്ക് ലിസ്റ്റിലെ ഏത് റാങ്ക് ആയാലും കുഴപ്പമില്ല, ബട്ട് യുവർ നെയിം ഷുഡ് ബി ദ റാങ്ക് ലിസ്റ്റ്. അതേ ഉള്ളൂ. മിക്കവാറുള്ള കമ്പനികൾ അങ്ങനെയാണ് നോക്കുന്നത്. ഫസ്റ്റ് ഒരു ടോപ്പ് ഒരു 2000-3000 റാങ്ക്സ് ഒക്കെ മിക്കവാറുള്ളവരൊക്കെ പിന്നെ എന്താ പറയുക IMU ക്യാമ്പസുകളിലോ അല്ലെങ്കിൽ മിക്കവാറുള്ള വേറെ ക്യാമ്പസുകളിലൊക്കെ പോകുന്നുണ്ട്. അതല്ലാതെയുള്ള കാൻഡിഡേറ്റ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ പേര് വരണം എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് റെസ്റ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ പെർഫോമൻസ് ഇൻ ആർ സെലക്ഷൻ പ്രോസസ്. നിങ്ങൾ ഞങ്ങളുടെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ് അതിന് ഒരു കട്ട് ഓഫ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ കട്ട് ഓഫ് മാർക്കിന് മുകളിൽ വരുന്ന ആളുകളെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് ഏത് ബാച്ചാണെങ്കിലും ഇത് തന്നെയാണ് പ്രൊസീജിയർ. പിന്നെ സമുദ്രയ്ക്ക് വി ഡോണ്ട് ഹാവ് BSc നോട്ട് ചെയ്തത്. ഞങ്ങൾക്ക് ഇപ്പോഴും പഴയ കാലം തൊട്ട് ഇപ്പോഴും DNS തന്നെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BSc ഞങ്ങൾ ഇൻഫാക്ട് അതിനെക്കുറിച്ച് ഒരുപക്ഷെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഞങ്ങളിപ്പോൾ BSc വേണോ വേണ്ടിയോ എന്നുള്ള ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഡിസ്കഷനേ വന്നിട്ടില്ല അതിലേക്ക് മാനേജ്മെൻറ്റിൽ. സോ DNS തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ആൻഡ് ആസ് ഓൾ ഓഫ് യു നോ ലൈക്ക് സം ഓഫ് യു അറ്റ്ലീസ്റ്റ് മൈ നോ ലൈക്ക് സമുദ്ര എന്നുള്ളത് ഒരു ഞങ്ങളുടെ ഒരു സച്ച് കൺസേൺ ആണ്. എക്സിക്യൂട്ടീവ് മാനേജ്മെൻ്റ് ആണ് മെയിൻ. ESM ഗ്രൂപ്പ് ഒരു 7 കമ്പനിയുള്ള ഒരു ഗ്രൂപ്പാണ് എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ്, ഇൻക്ലൂഡിങ് സമുദ്രം. സോ ഇവിടെ പഠിക്കുന്ന എല്ലാവരും ഫ്രം ഡേ 1 നിങ്ങൾ ഇവിടെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി ഡു വിൽ ബി ഗിവിംഗ് യു ആൻ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ അത് കുറച്ചുകൂടെ പഴയ പ്രൊസീജിയറിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് മാറി പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡേ 1 തൊട്ട് യു നോ വാട്ട് വി ആർ ഓഫറിംഗ് യു ഇസ് എ സ്പോൺസർഷിപ്പ്. സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ പറയാറില്ല, കാരണം ഇവിടെ തന്നെ പഠിക്കുന്നത്, ഇവിടെ തന്നെ ഞങ്ങളുടെ തന്നെ കമ്പനിയിൽ ചെയ്യുന്നത്, നെവർ നെയിം ഇറ്റ് ആസ് സ്പോൺസർഷിപ്പ്. അപ്പോൾ ഞങ്ങളൊരു ഓഫർ ലെറ്ററാണ് ഞങ്ങൾ ആദ്യമേ തരാറുള്ളത്. സമുദ്രയിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തു എല്ലാം കൺഫേം ആയതിനു ശേഷം അഡ്മിഷൻ ലെറ്റർ തരുന്നതിന് മുമ്പ് യു വിൽ ഗെറ്റ് എ ഓഫർ ലെറ്റർ ഫ്രം എക്സിക്യൂട്ടീവ് മാനേജ്മെന്റ് സേയിങ് ദാറ്റ് നിങ്ങൾ സെലക്ഷൻ ആയിട്ടുണ്ട്, യു ഡു ദ കോഴ്സ് ഇൻ സമുദ്ര. കഴിയുമ്പോൾ നിങ്ങളുടെ ഇതെടുക്കും. പിന്നെ പലർക്കും ഇപ്പോൾ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ അതുപോലെ വെയിറ്റിംഗ് പീരീഡിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് അത് തന്നെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 2019 വരെ ആക്ച്വലി വെയിറ്റിംഗ് പീരീഡ് വളരെ കുറവ്, ഒരുപക്ഷെ ഏറ്റവും മിനിമലായിട്ട് നിന്നൊരു സമയം ഉണ്ടായിരുന്നു അത്. പക്ഷേ പാൻഡമിക് വന്ന സമയത്ത് എവ്രിതിങ് മിക്കവാറും എല്ലാ കമ്പനിയും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ തന്നെ ആയിരിക്കണം ഇത്. പക്ഷേ എസ്പെഷ്യലി ഞങ്ങളുടെ കയ്യിൽ നിന്ന് മൊത്തം ഞങ്ങളുടെ കൺട്രോൾ പോയ ഒരു എന്താ പറയുക ഒരു സമയമായിരുന്നു പാൻഡമിക്. പിന്നെയും വെയിറ്റിംഗ് പീരീഡ് കൂടി. അപ്പോൾ ഇവരെയൊക്കെ സമയത്ത് നോക്കുകയാണെങ്കിൽ 5-6 മാസത്തിലൊക്കെ ഇവരൊക്കെ ഷിപ്പിൽ പോകുമായിരുന്നു. മാക്സിമം 8 മാസത്തിനുള്ളിൽ 120 പേരെ ബാച്ചുകളോട് മാക്സിമം 8 മാസത്തിനുള്ളിൽ എല്ലാവരും കയറി പോയിരുന്നു. അന്നേരം വെയിറ്റിംഗ് പീരീഡ് എന്താണ്. പിന്നെ എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഐ എം നോട്ട് ഷുവർ, ടു മൈ നോളജ് ഐ തിങ്ക് ഒരു 5 to 6 months നോർമലാണ് എല്ലായിടത്തും. അത് സമുദ്ര ആയിക്കോട്ടെ അല്ലെങ്കിൽ ആംഗ്ലോ ആയിക്കോട്ടെ മിക്കവാറും എല്ലാ കമ്പനിയിലും അത് 5 to 6 months നോർമൽ ഒരു വെയിറ്റിംഗ് പീരീഡാണ്. പിന്നെ അതിന് മുകളിൽ നമുക്ക് സമുദ്രയിൽ കേഡറ്റ്സ് ഫസ്റ്റ് ഷിപ്പിലേക്ക് പോകുമ്പോൾ പിന്നെയും പറഞ്ഞ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. We tried our level best. We are still striving our level best to bring that waiting period down. എത്രയും കുറയ്ക്കാനായിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട്. അത് കുറഞ്ഞു വന്നതാണ്. പിന്നെ പാൻഡമിക്കിൻ്റെ ഒരു സമയം വന്നപ്പോൾ 20, 21, 22 കുറച്ചുകൂടെ കൂടുതലായി പോയി. പിന്നെ ഹാപ്പി ടു സേ ദാറ്റ് ഞങ്ങളുടെ നമ്പർ ഓഫ് ഷിപ്സ് കൂടുന്നുണ്ട്. ഈ സമയം ഇപ്പോൾ 182 ഷിപ്പുണ്ട്. സോ അതൊരു നല്ല കാര്യമാണ്, കാരണം ഷിപ്പ് കൂടുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് കുറയും. ഓക്കെ,
പിന്നെ മുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം 9 months കോൺട്രാക്ട് ആയിരുന്നു എല്ലാവർക്കും. കേഡറ്റ്സ് 2 ഷിപ്പിൽ 18 months ആണ് നമ്മൾ DNS കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 18 months ആണ് സീ ടൈം വേണ്ടത്. അപ്പോൾ 9 months വെച്ച് 2 ഷിപ്പാണ് അത് കൊണ്ടുവന്നത്. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് നമ്മൾ 6 months അപ്പോൾ 6 months ചെയ്തു 3 ഷിപ്പാക്കിയത്. അപ്പോൾ അത് ഒരു വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കുക എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തൊരു തീരുമാനമാണ് ഈ പറയുന്ന 9 6 months ആക്കിയത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? സോ സിംസ് അല്ല ഞാൻ പറയുന്നത്, ജനറലായിട്ട് അല്ല, ഞാനിപ്പോൾ സിംസിന് മാത്രമായിട്ട് പറയുന്നില്ല, ജനറലായിട്ട് എല്ലാ കമ്പനിയിലും ഇത് പ്രൊസീജിയർ തന്നെയായിരിക്കും. ആസ് ഫാർ ആസ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ആംഗ്ലോ സമുദ്ര അല്ലെങ്കിൽ ടൊലാനി ഗേറ്റീഷൻ എല്ലാവർക്കും ഇതേ പ്രോസസ്സ് തന്നെയാണ്. ഈ പറയുന്ന ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരിക്കാം, പക്ഷെ സെലക്ഷൻ പ്രോസസ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. എനിക്ക് ജോസ്മോൻ സാറിനോട് ഒരു ക്വസ്റ്റൻ ഉണ്ട്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ഒരു ഹോട്ട് ക്വസ്റ്റൻ ആണ്. സാർ എങ്ങനെ നല്ലൊരു കേഡറ്റ് ആവും? സാർ എന്താണ് ഒരു കേഡറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? സാർ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 10-12 വർഷമായിട്ട്, അതേ കൂടുതൽ 20 വർഷമായിട്ട് അടുപ്പിച്ച് ഈ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. സാർ എന്താണ് സാറിന്റെ കേഡറ്റ് പ്രതീക്ഷിക്കുന്നത്, സാർ ചീഫ് ഓഫീസർ ആയ സമയത്ത്? ഫസ്റ്റ് ഓഫ് ഓൾ പങ്ക്ച്വലായിരിക്കണം. ഇപ്പം മോസ്റ്റ്ലി ചീഫ് ഓഫീസറിൻ്റെ കൂടെ ആയിരിക്കും കേഡറ്റ്സ് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ 4 മണിക്കാണ് വരേണ്ടത്. അപ്പം ഒരു 3:45 ആകുമ്പോഴെങ്കിലും ബ്രിഡ്ജിൽ എത്തിച്ചേരുക, അല്ലാതെ ചീഫ് ഓഫീസർ വന്നതിന് ശേഷമല്ല വരേണ്ടത്. അപ്പോൾ അതായത് പങ്ക്ച്വാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ചീഫ് ഓഫീസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ചോദിക്കുന്നതിന് മുമ്പായിട്ട്, അതായത് ചിലപ്പം ഇന്ന് ഈവനിങ്ങിൽ അത് ആൻസർ കൊണ്ടുവരണമെന്നായിരിക്കും പറയുന്നത്. പലപ്പോഴും കേഡറ്റ്സ് വന്നിട്ട് പുള്ളി അങ്ങ് മറന്നു പോകും. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ചീഫ് ഓഫീസർ ചോദിക്കുമ്പോഴാണ് അയ്യോ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം ചീഫ് ഓഫീസർ എന്ത് പറയുന്നോ അത് നിങ്ങളെ ആക്ച്വലി ഷിപ്പിലെ ട്രെയിനിങ് ഓഫീസറാണ് ചീഫ് ഓഫീസർ, STO. അപ്പം നിങ്ങളെ ഒന്ന് ട്രെയിൻ ചെയ്ത് നല്ലൊരു ഓഫീസർ ആക്കാൻ വേണ്ടിയാണ് ഓരോരോ ടാസ്കുകളൊക്കെ തരുന്നത്. അപ്പം അത് നല്ല രീതിയിൽ ചെയ്യുക. പിന്നെ എന്തെങ്കിലും പറ്റാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയുക, നുണ പറയാതെ സത്യമായിട്ട്. മീൻസ് പലപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ നുണയൊക്കെ പറഞ്ഞ് പിന്നീട് നിങ്ങൾക്ക് തന്നെയായിരിക്കും അത് ബുദ്ധിമുട്ട്. പിന്നെ നിങ്ങൾക്ക് കേഡറ്റ്സ് ആയിരിക്കുമ്പം എല്ലാവർക്കും ഒരു റെക്കോർഡ് ബുക്ക് ഉണ്ട്. ഷിപ്പ് പോയവർക്ക് അറിയാമായിരിക്കുമല്ലോ കേഡറ്റ് റെക്കോർഡ് ബുക്ക്. അപ്പോൾ ഓരോ ടാസ്കുകൾ എല്ലാ മാസവും ആക്ച്വലി STOയുടെയും ക്യാപ്റ്റൻ്റെയൊക്കെ സൈൻ മേടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാ മാസവും പ്രോപ്പറായിട്ട് ടാസ്കുകളൊക്കെ ചെയ്ത് സൈൻ എടുക്കുക. അറിയാൻ വരാത്തത് ചോദിക്കുക, പറഞ്ഞുതരാൻ എല്ലാവരും റെഡിയാണ്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് കഴിഞ്ഞാൽ ഇവർ സൈൻ ഓഫ്, ഇപ്പോൾ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ചീഫ് ഓഫീസർ സൈൻ ഓഫ് ചെയ്യുന്ന 1 day മുമ്പായിരിക്കും ഓടിച്ചെന്ന് 3-4 മാസത്തെ സൈൻ മേടിക്കാൻ പോയിരുന്നത്. പിന്നെ ആരും പുറകെ നടന്ന് മോനെ വാ പഠിക്ക് എന്ന് പറയാറില്ല. അപ്പം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അപ്പം ഷിപ്പിൽ പോകുന്നവർ, കേഡറ്റ്സ് ആയിട്ട് പോകുന്നവർ നന്നായിട്ട് ഇൻട്രസ്റ്റ് എടുത്ത് പഠിക്കുക. നിങ്ങൾക്ക് ഇപ്പം പണ്ടത്തെയൊക്കെ, ഞാനൊക്കെ 2007 എൻ്റെ ഫസ്റ്റ് കപ്പൽ. അന്നൊക്കെ നമ്മുടെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ 4 മണിക്ക് വാച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് 8 മണി 9 മണി വരെ വർക്കായിരിക്കും. അങ്ങനെ റെസ്റ്റ് പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒത്തിരി സംഭവം മാറിയിട്ടുണ്ട്. പ്രോപ്പർ റെസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പം ഓഫ് ടൈമിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് എടുത്ത് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക. സിനിമയൊക്കെ പിന്നെ നമുക്ക് കാണാം. ഇപ്പോൾ ഷിപ്പിലുള്ള സമയത്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇപ്പോൾ ട്രെയിനിങ് ആയിട്ടാണ്, ഇത് കേഡറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനി ഓഫീസറാണ്. അപ്പം കിട്ടുന്ന ചുരുങ്ങിയ സമയത്ത് 18 മാസം എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി സഫീഷ്യൻ്റ് അല്ല നമുക്ക് പഠിച്ച് തീർക്കാൻ. അപ്പം 18 മാസമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പം ആ ഒരു സമയത്ത് മാക്സിമം കാര്യങ്ങൾ പഠിച്ച് എടുക്കുക. ഇവിടെ വന്നിട്ട് ചെറിയ കോഴ്സുകൾ കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നെ DGയിലെ എക്സാംസ് ഉണ്ട്. അപ്പം ആ എക്സാമൊക്കെ ക്ലിയർ ആയാലേ ഉള്ളൂ നമുക്കൊരു ഓഫീസറായിട്ട്, ഒരു നല്ലൊരു ഓഫീസറായിട്ട് ജോലിയായിട്ട് കയറാൻ പറ്റുള്ളൂ. അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നീട് പഠിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ റൂൾസ് ഓഫ് ദ റോഡ്, XID വരുമ്പോഴത്തേക്കും ROR എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതാണ് മെയിൻ ഇത്. അപ്പോൾ അത് പലരും ഇപ്പോഴും പഠിക്കാറില്ല. അത് കേഡറ്റ്ഷിപ്പ് തൊട്ട് ക്യാപ്റ്റൻ ആവുന്നതോടും വരെ ആവശ്യമുള്ള സാധനമാണ്. ഈവൻ ക്യാപ്റ്റൻ്റെ എക്സാമിന് പോലും അവരത് ചോദിക്കുന്നുണ്ട്. കാരണം അതാണ് മെയിൻ. അതറിഞ്ഞാലേ കപ്പലോടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ കിട്ടുന്ന ആ ഒരു ട്രെയിനിങ് പീരീഡ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം പഠിച്ച് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പോവുക. അതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ സാറ് ഡെക്കഡിൽ നിന്നും ക്യാപ്റ്റൻ ആവാൻ എത്ര സമയം എടുത്തു? എല്ലാവരും വിചാരിക്കുന്നത് 5 കൊല്ലത്തിലാവാം, 6 കൊല്ലത്തിലാവാം.
അപ്രോക്സിമേറ്റ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എത്ര സമയം വേണ്ടി വരും? അത് ഓരോ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ ടൈപ്പ് ഓഫ് ഷിപ്പ്. ടാങ്കറിലൊക്കെ ആണെങ്കിൽ പ്രൊമോഷന് കുറച്ചും കൂടെ സ്ലോ ആണ്. കണ്ടെയ്നർ ഷിപ്പിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആണ്. പക്ഷേ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ടുണ്ട് പ്രൊമോഷൻസ് ഒക്കെ. ഞാൻ എൻ്റെ ഫസ്റ്റ് ഷിപ്പ് 2007 ഞാനൊരു കമ്പനി തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഒരു 10 വർഷം ഒരു കമ്പനി തന്നെയായിരുന്നു. പണ്ടൊക്കെ പറയുന്ന കേൾക്കായിരുന്നു ഒരു കമ്പനി നിൽക്കുന്നത് നല്ലതാ. പക്ഷേ അതിൽ വലിയ കാര്യമില്ലെന്നുള്ള കാര്യം മനസ്സിലായി. നേരത്തെ ചാടിയവരൊക്കെ കമ്പനി ചേഞ്ച് ചെയ്തവരൊക്കെ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2007 എൻ്റെ ഫസ്റ്റ് ഷിപ്പായിരുന്നു കേഡറ്റ് ആയിട്ട്. ഞാൻ ക്യാപ്റ്റൻ ആയത് കഴിഞ്ഞ വർഷമാണ്, 2024 ഡിസംബറിലായിരുന്നു. 1 വർഷമായി ക്യാപ്റ്റനായിട്ടിപ്പോൾ. അപ്പോൾ അത്രയും സമയമായി 2000. യെസ്. പിന്നെ നമ്മൾ ഇപ്പം ഫസ്റ്റ് നിങ്ങൾ കേഡറ്റ്ഷിപ്പ് 18 മന്ത്സ് കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് എക്സാംസ് ഒക്കെ എഴുതി അങ്ങനെയാണ് സെക്കൻഡ് മേറ്റിൻ്റെ ലൈസൻസ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തേർഡ് ഓഫീസറായിട്ടായിരിക്കും, അല്ലെങ്കിൽ ജൂനിയർ ഓഫീസർ. ഇപ്പം പുതിയൊരു റാങ്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പം ട്രെയിനി തേർഡ് ഓഫീസർ അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും കയറുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് 18 മന്ത്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 18 മന്ത്സ് സീ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ചീഫ് ഓഫീസർ എന്നുള്ളൊരു ഇതിൻ്റെ എക്സാമിലോട്ട് നമ്മൾ എലിജിബിൾ ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം എത്രയും പെട്ടെന്ന് ഈ എക്സാംസ് ഒക്കെ ക്ലിയർ ആക്കി വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 18 മന്ത്സ് തേർഡ് ഓഫീസർ സെക്കൻഡ് ഓഫീസറൊക്കെ ആയിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞ് ഇനഫ് സീ ടൈം ഉള്ളപ്പം നമ്മൾ അടുത്ത മുന്നോട്ടുള്ള ലൈസൻസിന് വേണ്ടിയുള്ള ഇത് എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്യുവാണ് എത്രയും പെട്ടെന്ന് നമ്മൾ തൊട്ട് മുന്നിലുള്ള ഇപ്പം റാങ്കിൽ തേർഡ് ഓഫീസറായിട്ട് കയറുമ്പോൾ നമ്മൾ സെക്കൻഡ് ഓഫീസറിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ സൈഡ് ക്ലിയർ ആക്കുക. പിന്നെ കമ്പനി നമുക്കൊരു സമയമാകുമ്പം നമുക്ക് പ്രൊമോഷൻ തരും. നമ്മുടെ മിക്ക കമ്പനികളിലും ഒരു മിനിമം ഒരു സേവിങ് പീരീഡ് കാണും. ഓരോ റാങ്കിലും ഇത്ര മാസം ചെയ്യണം എന്നുണ്ട്. പിന്നെ നമ്മുടെ പെർഫോമൻസ്, ഇപ്പം ഓരോരുത്തർക്കും അപ്രൈസൽ റിപ്പോർട്ട്സ് ഉണ്ട് ഷിപ്പിലുള്ളത്. ഇപ്പം നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. മര്യാദയ്ക്ക് പഠിക്കാത്ത വ്യക്തിയാണെങ്കിൽ അവൻ്റെ എന്തെങ്കിലും ആവറേജോ ബിലോ ആവറേജോ ഒക്കെ ആയിരിക്കും അപ്രൈസൽ റിപ്പോർട്ടിൽ എഴുതുന്നത്. അപ്പം അങ്ങനെ ഒരു റിപ്പോർട്ടുള്ള ആൾക്ക് പ്രൊമോഷൻസ് ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അതിൽ അവർ നല്ല വെരി ഗുഡ് എക്സലൻ്റ് ഒക്കെ ഇടും. അപ്പോൾ അതൊക്കെ കമ്പനി നോക്കും. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് പ്രൊമോഷൻ്റെ കാര്യത്തിലും അതിൻ്റെ ഫാസ്റ്റ് എത്ര പെട്ടെന്ന് പ്രൊമോഷൻ ആകും എന്നുള്ള കാര്യത്തിലൊക്കെ. താങ്ക് യു സാർ. അപ്പോൾ എനിക്ക് അടുത്തൊരു ഹോട്ട് ക്വസ്റ്റ്യൻ ആണ്, അത് ചോദിക്കാനുള്ളത് നമ്മുടെ സന്ദേശ് സാറിനോടാണ്. സാർ, ഹൗ ക്യാൻ ദേ ഇൻക്രീസ് ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് പ്ലേസ്ഡ് ഓർ ഗെറ്റിംഗ് സെലക്ടഡ് ഇൻ സമുദ്ര? ഹോട്ട് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും പറയേണ്ട ഒരു സമുദ്രയുടെ മാത്രമല്ല ജനറലായിട്ട് ഞാൻ പറയാം. സമുദ്രയുടെ കൂടെ ഉറപ്പായിട്ടും ഞങ്ങളുടെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സെലക്ഷൻ പ്രോസസ് മിക്കവാറും എല്ലായിടത്തും ഒരു പോലെ തന്നെയായിരിക്കും. ഒന്ന്, നിങ്ങൾക്ക് ഇത് പറഞ്ഞല്ലോ എൻട്രൻസ് എക്സാമിനേഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ആക്ച്വലി മിക്കവാറുള്ള കമ്പനികൾ നോക്കുന്നത് ഇവർക്ക് പലർക്കും പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലും കുറവൊക്കെ ഉണ്ടാവാം. ചിലർ ഓൺലൈനാണ് നടത്തുന്നത്, ചിലർ മാനുവലായിട്ട് ഫിസിക്കൽ ആയിട്ട് നടത്തുന്നുണ്ട് സെൻറ്റേഴ്സിൽ വെച്ചിട്ട്. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഒരു ഫിൽട്രേഷൻ പോലെയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ എക്സാംസ് അതിൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സിലായിരിക്കും കൂടുതൽ സ്കോർ ചെയ്യുന്നത്, ചിലപ്പോൾ അതിൽ കുറവായിരിക്കും, ചിലപ്പോൾ ലോജിക് ആറ്റിറ്റ്യൂഡിലായിരിക്കും സ്കോർ ചെയ്യുന്നത്. സോ ഒരു ടോട്ടാലിറ്റിയിൽ ഫുള്ളായിട്ടുള്ള മാർക്കിൻ്റെ ഒരു കട്ട് ഓഫ് മാത്രമേ അത് വരുന്നുള്ളൂ. സോ മെയിനായിട്ട് വരുന്നത് ഉറപ്പായിട്ടും ഇൻ്റർവ്യൂവിൽ തന്നെയാണ്. ഇൻ്റർവ്യൂ സൈക്കോമെട്രിക് ടെസ്റ്റിലാണ് കൂടുതൽ പേരും എന്താ പറയുക ഈ പറയുന്ന പോലെ കുറേ പേരൊക്കെ അത് ഫിൽട്ടറായി പോകാറുണ്ട്. ഇൻ്റർവ്യൂ അതേപോലെ തന്നെ ഒരു ഭാഗമാണ്. ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ ബേസിക്കലി ലൈക്ക് എക്സിക്യൂഷൻ മാനേജ്മെന്റ് കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ പാരന്റ് കമ്പനി ESM ആയതുകൊണ്ട് തന്നെ സിംസിലെ ഫാക്കൽറ്റീസ് ആയിരിക്കും. ചിലപ്പോൾ എക്സ്റ്റേണൽസ് ഒരാൾക്ക് രണ്ടുപേരും വിളിച്ചിട്ട് ഒരാൾ ESMന്റെ അല്ലെങ്കിൽ സിംസിന്റെ ഫാക്കൽറ്റി ആയിരിക്കും, ഒരാളൊരു ഫ്ലോട്ടിംഗ് സ്റ്റാഫ് ഒരു സീഫെയർ. ഇപ്പോൾ DNS ആണെങ്കിൽ അവർക്കൊരു ക്യാപ്റ്റൻ വരാറുണ്ട്. അതല്ല BTech അല്ലെങ്കിൽ GM അങ്ങനെയുള്ള കോഴ്സുകൾക്കാണ് ചീഫ് എഞ്ചിനീയർ ആയിരിക്കും. ഒരാൾ എന്തായാലും സിംസിന്റെ റെപ്രസെന്റേറ്റീവ് ആയിരിക്കും, ഒരാൾ ഫ്ലോട്ടിംഗ് സ്റ്റാഫ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവരുടെ എക്സ്പെക്ടേഷൻ ഞാൻ പറഞ്ഞ പോലെ ഇത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ജോസ്പൻ സാർ ആയിരിക്കും കറക്റ്റായിട്ട് അതിൻ്റെ അവർക്കുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ഒരു ഷിപ്പിൽ ഒരു കേഡറ്റ് എങ്ങനെയായിരിക്കണം അത് ഇറ്റ്സ് ടു ഏർലി ടു പ്രെഡിക്റ്റ്. ഇപ്പോൾ 12th കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റ് എടുക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ അയാളെ അങ്ങനെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരു നല്ലൊരു കേഡറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ DNS എന്ന് പറഞ്ഞാൽ 1 വർഷത്തെ കോഴ്സാണ്, 2 സെമിസ്റ്റർ. ഈ 2 സെമിസ്റ്ററിന്
ഉള്ളിൽ നിങ്ങളെ കമ്പനിക്ക് ആവശ്യമുള്ള ഒരു നല്ലൊരു ഒരു സീഫെയർ ആക്കി എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ള അങ്ങനെ പറ്റുന്ന ഒരു ക്യാരക്ടറുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്നാണ് ആദ്യം നോക്കുന്നത്. ഒരു ടെക്നിക്കൽ ഇന്റർവ്യൂ ആകുമ്പോൾ അതിനകത്ത് ഒരു ഇന്റർവ്യൂ ആകുമ്പോൾ ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. സ്പെഷ്യലി ലൈക്കിനോ ഫിസിക്സ്, കെമിസ്ട്രിനെ അധികം ചോദിക്കാറുണ്ട്. ഫിസിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, ട്രിഗ്നോമെട്രി ഒക്കെ വരാറുണ്ട്. പിന്നെ വി ഡോണ്ട് എക്സ്പെക്ട് പിന്നെ എല്ലാവർക്കും ഒരു പേടി, മിക്കവാറും ഉള്ള ആളുകൾ കുട്ടികൾ എൻ്റെ അടുത്ത് വരുമ്പോൾ സാറേ ഞങ്ങൾ ഇംഗ്ലീഷിന് വരെ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ നടത്തണോ വേണ്ടയോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. വി ഡോണ്ട് എക്സ്പെക്ട് യു ടു സ്പീക്ക് ഓക്സ്ഫോർഡ് കൈൻഡ് ഓഫ് ഇംഗ്ലീഷ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇംഗ്ലീഷ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ലിമിറ്റേഷൻസോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ലിമിറ്റേഷൻസോ അല്ലെങ്കിൽ ഈവൻ ഇന്റർവ്യൂ ചെയ്യുന്ന ചീഫ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ അവർ ക്യാപ്റ്റൻസ് അവർക്കും അറിയാം നിങ്ങളുടെ 12th കഴിഞ്ഞിട്ടുള്ളൂ ഈ ഫീൽഡിലേക്ക് പുതുതായിട്ട് വരാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്കും അറിയാം. സോ വി ഡോണ്ട് എക്സ്പെക്ട് യു ടു ഡു ദാറ്റ്, ബട്ട് അറ്റ്ലീസ്റ്റ് യു ഷുഡ് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്. ഒരു കമാൻഡ് ഓവർ ഇംഗ്ലീഷ് ഒരു നല്ലൊരു കമാൻഡ് വേണമെന്നല്ല പറയുന്നത്. പക്ഷേ എന്നാലും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതേ മീനിങ് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ഇംഗ്ലീഷ് മാത്രം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. എല്ലാവരും കൂടുതൽ പേടിക്കുന്നത് എന്താ പറയുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഞാനിപ്പോഴും ഞാൻ ഇന്റർവ്യൂവിൻ്റെ ചിലപ്പോൾ ഞാൻ ഇരിക്കാറുണ്ട് HR-ന് ഞാൻ ഇന്റർവ്യൂ ഇരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരും അവരുടെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ പഠിച്ചു വെച്ചപ്പോൾ ന്യൂട്ടൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ലെയർ തേർഡ് ലെയർ എന്തെങ്കിലും ആയിക്കോട്ടെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ വന്നിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ടെക്നോമെട്രിയുടെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവര് പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം ഓർമ്മയുണ്ടെങ്കിൽ ആ ഒരു ഡെഫിനേഷൻ നേരെ അങ്ങ് പറയും. അവരുടെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കുക, അവർക്ക് പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് ഒരു എല്ലാവരും ഇന്റർവ്യൂ ഫേസ് ചെയ്തത് 12th കഴിഞ്ഞിട്ട് മിക്കവാറുള്ളവരൊക്കെ ഇന്റർവ്യൂ ഫേസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമായി. 12th കാര്യം മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ GME-യുടെ അല്ലെങ്കിൽ ETO-യുടെ കോഴ്സിന്റെ ക്യാമ്പസ് വഴി പോകാറുണ്ട്. അവിടെയും ഈ പ്രശ്നമുണ്ട്. നിങ്ങളെക്കാളും പ്രായം കൊണ്ട് 23-24 വയസ്സുള്ള കുട്ടികൾ, 22-23-24 വയസ്സുള്ള കാൻഡിഡേറ്റ്സ് അതൊക്കെ അവർക്ക് ഇതേ പ്രശ്നം വരാറുണ്ട്. പക്ഷെ അവർക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പല ക്യാമ്പസ് ടൈമും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനിപ്പോൾ മിക്കവാറും കേന്ദ്രീയ വിദ്യാലയം കുറേ സ്കൂളുകളിൽ ഞാൻ പോയിട്ട് ഞങ്ങൾ ക്യാമ്പസ് ടൈം കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. DNS-നും BTech-നും വേണ്ടിയിട്ട് അല്ല എക്സാംസും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്, ഇന്ററാക്ഷൻ വയ്ക്കാറുണ്ട്. സോ ഇവർക്ക് എല്ലാവരും ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇന്ററാക്ഷൻ ഭയങ്കര കുറവാണ്. ഞാനൊരു സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. അൺലെസ് ആൻഡ് അണ്ടിൽ യു എക്സ്പ്രസ് യുവർസെൽഫ്, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വയം എക്സ്പ്രസ് ചെയ്യാതെ നിങ്ങൾ എങ്ങനെയുള്ള ക്യാരക്ടറാണെന്ന് ഒരു ക്ലിയർ കട്ട് പിക്ചർ ഞങ്ങൾക്ക് തരാതെ ഒരു ഇന്റർവ്യൂ ഞാനായിക്കോട്ടെ അല്ല ആരും ആയിക്കോട്ടെ, ക്യാപ്റ്റൻസ് ആയിക്കോട്ടെ, ചീഫ് എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവർക്കതൊന്നും നിങ്ങൾ എങ്ങനെയുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ മാക്സിമം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കഴിവുണ്ടാവാം, നിങ്ങൾക്ക് നല്ല ടെക്നിക്കൽ നോളജ് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളായിരിക്കാം. ഒരു ലേണിംഗ് ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ് ലേണിംഗ് പ്രോസസ്സാണ്. ജോസ്മൻ സാർ പറഞ്ഞ പോലെ ഒരു നെവർ എൻഡിങ് ലേണിംഗ് പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ എല്ലാ ബുക്ക് വായിച്ച് മനസ്സിലാക്കണം എന്നല്ല അതിനർത്ഥം. ഓക്കെ, ഓരോ ഷിപ്പിലും പോകുമ്പോഴും ഓരോ ഷിപ്പിലും ഓരോ ടൈപ്പ് ഓഫ് വർക്ക് എൻവയോൺമെന്റ് ആയിരിക്കും, എക്യുപ്മെന്റ്സ് വേറെ ആയിരിക്കും, ഷിപ്പിന്റെ റൂട്ട് വേറെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ മാറി വർക്കുന്ന ഷിപ്പിംഗ് കമ്പനിയുടെ മാനിങ് കമ്പനിയുടെ തന്നെ ക്യാരക്ടർ വേറെ വേറെ ആയിരിക്കും. സോ എന്താ ഇതെല്ലാം റിയൽ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാം നമ്മൾ വായിച്ച് മാത്രം പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ലേണിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണെന്ന് ആദ്യം നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് നല്ലൊരു ടീം പ്ലെയർ ആണോ അത് രണ്ടാമത് നോക്കുന്നുണ്ട്. ടീം പ്ലേ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഈ ഒരു ഫീൽഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ എല്ലാവരുമായിട്ട് ഒരു 20-25 പേരുള്ള ഒരു ഫാമിലിയിൽ ഒരു ജസ്റ്റ് ഒരു സ്മോൾ ഫാമിലി പോലെയാണ് ഷിപ്പ് എന്ന് വെച്ചാൽ അത് എല്ലാവരും നല്ലൊരു ടീം പ്ലെയർ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെന്റാലിറ്റി ഉള്ള കുട്ടികളാണോ അത് ഈ ഒരു പ്രായത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ ഒരു മെച്യൂരിറ്റിയുടെ ഇപ്പോൾ നിങ്ങൾക്കുള്ളൊരു മെച്യൂരിറ്റിയുടെ ലെവൽ അനുസരിച്ചിട്ട് എത്രത്തോളം നിങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് ഞങ്ങൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, ഞാൻ ഡിസ്ക്ലോസ് ക്വസ്റ്റ്യൻ അതിനകത്ത് ഞാൻ HR ക്വസ്റ്റ്യൻസ് കുറേയൊക്കെ ഉണ്ട്, ഞാനിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. എന്നാലും ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ജനറൽ ഐഡിയ. നിങ്ങളൊരു ടീം പ്ലെയർ ആണോ, നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ ഒരു 12 വർഷം നിങ്ങൾ ഒരു സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഉണ്ടോ, നിങ്ങൾക്കൊരു മിനിമം ഒരു നോളജ് ഉണ്ടോ എന്നുള്ളത് നോക്കും. പക്ഷേ അത് മെയിൻ ഫിൽട്രേഷൻ അല്ല. ഇപ്പോൾ 1-2 ക്വസ്റ്റിനെ ഒരു 5 ക്വസ്റ്റിനേക്ക് ആയിരിക്കും സാധാരണ നിങ്ങൾക്ക് ചോദിക്കുന്നത് ടെക്നിക്കലായിട്ട്. ഫിസിക്സ് കെമിസ്ട്രി മാത്സ്, കെമിസ്ട്രിന്ന് അങ്ങനെ ഉണ്ടാവില്ല, ഫിസിക്സ് മാത്സ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കത് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു ഒരു 50% നിങ്ങൾ കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി പിന്നെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൂടുതൽ വരാം.
മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ 5-ന് മുകളിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിന്നെ അവസരം തരികയാണ്, നിങ്ങൾക്ക് പറയാൻ അവസരം തരികയാണെന്നുള്ളത്. 2 പ്രാവശ്യമുണ്ട്, 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചു പെർഫെക്റ്റ് ആയിട്ട് ആൻസർ വേണമെങ്കിൽ പിന്നെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറില്ല. ഒരു 5 ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു 3 കറക്റ്റ് ആയിട്ട് വന്ന് 2 കൂടെ എക്സ്ട്രാ ചോദിക്കുന്നതിന് കാര്യം നിങ്ങൾക്ക് ആ ഒരു 5 ക്വസ്റ്റ്യൻ ടോട്ടലി ഒരു 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാവുന്നുള്ളത് അറിയാനാണ് ടെക്നിക്കൽ സൈഡ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ലേണിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണ്, എല്ലാവരും ഒരു നല്ലപോലെ പോകുന്നതാണ്. ഈവൻ ഇന്റർവ്യൂവിന് വരുമ്പോൾ ഇവിടെ സിംസിന്റെ ആരെങ്കിലും നിങ്ങളല്ലാതെ സിംസിന്റെ വേറെ ആരെങ്കിലും സെലക്ഷൻ ഇതിനും പറ്റരുതെന്ന് പറയില്ല. നമ്മൾ പറയാറുണ്ട് യു ഷുഡ് ബി യൂണിഫോം, യു ഷുഡ് ബി ഫോമൽ ഡ്രസ്. അവിടെ വന്ന് നിങ്ങൾ ആ ബേസ്മെന്റിൽ വന്ന് കയറി അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോട്ട് ചെയ്യും. ഞങ്ങളോടൊക്കെ സംസാരിക്കുന്നത് മാത്രമല്ല, യെസ് എവറിഥിങ് ഗ്രൂമിങ് ഉൾപ്പെടെ നിങ്ങൾ മര്യാദയ്ക്കാണ് വന്നിരിക്കുന്നത്, ഞങ്ങൾ പറയുന്ന പോലെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് കുറേ പേര് വരാറുണ്ട്, ഇപ്പോൾ ടീഷർട്ട് ജീൻസൊക്കെ ഇട്ട് വരാറുണ്ട്. വി ഡോണ്ട് എക്സ്പെക്ട് യു ടു ഡു ദാറ്റ്. ഈ ഇന്റർവ്യൂ അല്ല, ഞങ്ങളുടെ ഇന്റർവ്യൂ ഏത് ഇന്റർവ്യൂവിന് പോയാലും യു ഷുഡ് ബി അറ്റൻഡിങ് ആൻ ഇന്റർവ്യൂ ഇൻ ദ വേ ദാറ്റ് ഇറ്റ് ഷുഡ് ബി. അങ്ങനെയൊക്കെ നോക്കാറുണ്ട്. പിന്നെ നിങ്ങൾ അവിടെ വന്നിട്ട് മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ, എല്ലാം ഉണ്ട്, ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് അവിടെ എല്ലാം കിട്ടുന്നുണ്ട്. സോ ആ ക്യാമ്പസിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നവരുടെ എല്ലാ സാധനവും നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവില്ല, ഞങ്ങളൊക്കെ അടുത്ത് നോക്കുന്നുണ്ട്. അത് ഇന്റർവ്യൂവിൽ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരെ ഇൻവെസ്റ്റ് ഞാനും നോക്കുന്നുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് എല്ലാത്തിനും ആക്സസ് ഉള്ളതല്ലേ. സോ നിങ്ങൾ എങ്ങനെയുള്ള ഒരാളാണ് അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അത് നിങ്ങളൊക്കെ ചോദ്യം ചോദിച്ചാൽ തന്നെ മനസ്സിലാക്കണമെന്നില്ല. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് നമ്മൾ ഇന്റർവ്യൂവിന്റെ കാര്യത്തിൽ നോക്കുന്നത്. ഇന്റർവ്യൂവിലാണ് മിക്കവാറും ഉള്ള മെയിനായിട്ട് ഞാൻ പറയുന്നത്, അൺലെസ് യു എക്സ്പ്രസ് യുവർ സെൽഫ്, നിങ്ങൾ സ്വന്തം നിങ്ങൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങൾ സ്വയം പ്രൊജക്ട് ചെയ്യണം. നിങ്ങൾ ഇന്റർവ്യൂവിന് മാക്സിമം നിങ്ങൾ എത്ര പ്രൊജക്ട് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് എത്ര മാർക്ക് തരണം, നിങ്ങൾ എങ്ങനെയുള്ള കാൻഡിഡേറ്റ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട്. അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഈ പറയുന്ന ഇന്റർവ്യൂവിൽ നിങ്ങളുടെ സെലക്ഷൻ വരുന്നത്. ഓക്കെ, 3 ഇതുണ്ട്. ഒന്ന് റെക്കമെൻഡഡ്, അല്ലെങ്കിൽ നോട്ട് റെക്കമെൻഡഡ്, അല്ലെങ്കിൽ ക്യാൻ ബി കൺസിഡർഡ്. ഈ 3 കേസേ നമുക്കുള്ളൂ. നോട്ട് റെക്കമെൻഡഡ് എന്നുണ്ടെങ്കിൽ അവിടെ ഔട്ട് കഴിഞ്ഞു പോയി. റെക്കമെൻഡഡ് ആണെങ്കിലും കുഴപ്പമില്ല. ഈ ക്യാൻ ബി കൺസിഡർ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ വെക്കുന്ന കാര്യം വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഒരുപക്ഷെ സീറ്റ് കുറവാണെങ്കിൽ, സീറ്റ് ഫില്ലാവുന്നില്ല, ഒരു 120-100 പേരെ അങ്ങനെ ഒരു അവസാനത്തെ 20 കുട്ടികളെ നമ്മൾ ചിലപ്പോൾ ഒരു വെയിറ്റ് ലിസ്റ്റിലേക്ക് വെക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടില്ല എന്നത്. പക്ഷേ സ്റ്റിൽ അത് നോട്ട് റെക്കമെൻഡഡ് അല്ല. നിങ്ങൾക്ക് കൺസിഡർ ഒരുപക്ഷെ ആഗസ്റ്റ് ബാച്ചിലേക്ക് അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ വെയിറ്റ് ലിസ്റ്റ് ചെയ്യുന്നത് അടുത്ത ഫെബ്രുവരി ബാച്ചിലേക്ക് ഞങ്ങൾ വെയിറ്റ് ലിസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഈ കാര്യങ്ങൾ ഓർമ്മ വയ്ക്കുക, പ്രത്യേകിച്ച് ഇന്റർവ്യൂവിന്റെ കാര്യത്തിൽ. എക്സാംസിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കോച്ചിങ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ അല്ല, നിങ്ങൾ മെയിനായിട്ട് ഫിൽട്രേഷൻ വരുന്നത് ഇവിടെ അല്ല. IML ഇപ്പോൾ ഒത്തിരി ഫിൽട്രേഷൻ, പണ്ടൊക്കെ IML മിക്കവാറും എഴുതുന്നത് കുറേ പേര് ഒരു 80% കുട്ടികൾ പാസ്സാവുന്നുണ്ട്. ഇപ്പോൾ അതും ഒരു 50-60% കുട്ടികൾ പാസ്സാവാറുള്ളൂ IML തന്നെ. അത് ഒരേ വർഷത്തെ ഒരു കൂടുതൽ ഫിൽട്രേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ IML CET-യിൽ. അതൊരു ഭാഗമാണ്. അത് നിങ്ങളുടെ ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ +2 വരെ പഠിച്ചെങ്കിൽ അത് എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാനായിട്ടുള്ളൊരു കോമൺ ഇൻട്രസ്റ്റ് ടെസ്റ്റാണ്. ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന കോമൺ ഇൻട്രസ്റ്റ് IML. പക്ഷെ അതിനുശേഷം കമ്പനികൾ നോക്കുന്ന കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇതൊക്കെ നിങ്ങൾ ഓർമ്മിക്കുക, എങ്ങനെയായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് എന്തൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ വരണം, ഗ്രൂമിങ്, നിങ്ങളുടെ ഡ്രസ്സിങ്സ് എല്ലാം അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെറിയ പോയിന്റ്സ് ഞാൻ പറയാം. ഒരു ഇന്റർവ്യൂവിൽ ഇതിനകത്ത് ഞങ്ങൾ ഒരു 100 മാർക്സ് ഉണ്ടെങ്കിൽ ഈ 100 മാർക്സിൽ നിങ്ങൾ ആദ്യം നമ്മുടെ പേഴ്സണാലിറ്റി ആൻഡ് അപ്പിയറൻസ് അല്ലെങ്കിൽ അത് ഒരു ടോപ്പിക്കാണ്, അതിന് 10 മാർക്ക് അതിനകത്ത്. ആ 10ൽ നിങ്ങൾ എത്ര കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ഇത് നോക്കാറുണ്ട്. ഈ 2 കാര്യങ്ങളും മര്യാദയ്ക്ക് നോക്കിയാൽ തന്നെ കുറേ മാർക്ക് അതിനകത്ത് തന്നെ ഉണ്ട്. ഈ 2 കാര്യം എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ എങ്ങനെ വരുന്നുണ്ട്, നിങ്ങൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന പോലെയാണ് വരുന്നത്, അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ടാണ് വരുന്നത്. അതിൽ ഈ 2 കാര്യങ്ങളും ആദ്യം ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ ആ ഇന്റർവ്യൂവിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ വരുന്ന മാർക്കാണ് നിങ്ങൾക്ക്. ഈ 10ൽ 20 മാർക്ക്, 100ൽ 20 മാർക്ക്, 10 മാർക്ക് പേഴ്സണാലിറ്റി, അപ്പിയറൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ വരുന്നുണ്ട്, ഇതെല്ലാം വരുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നോക്കുന്നുണ്ട്. ഈ ഫസ്റ്റ് 2 അവിടെ ചെന്ന് ആ ഇന്റർവ്യൂവിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഈ മാർക്ക് വരുന്നുണ്ട്. അത് ഈ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ് നോക്കും. പിന്നെ നിങ്ങൾ തിരിച്ച് വരുമ്പോൾ ഒരു ഇന്റർവ്യൂ റൂമിലേക്ക് പോകുമ്പോൾ യു നോ വെദർ യു നോ ഓർ യു വിഷ് ദ കാൻഡിഡേറ്റ്, അവർക്ക് സാനിറ്റേഷനിൽ വിഷ് ചെയ്യുന്നുണ്ടോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ഉണ്ടോ, നിങ്ങളൊരു എങ്ങനെയുള്ള അപ്പിയറൻസ് ആണ് നിങ്ങൾ വരുന്നത്, അതൊക്കെ നോക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വരുന്ന മാർക്കാണ്. പക്ഷെ പലരും ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ കുറവ് മാർക്ക് തന്നെ. ഇതിൽ ടെക്നിക്കൽ മര്യാദയ്ക്ക് കയറി പോകാറില്ല. എന്നുവെച്ചാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും.
അതുകൊണ്ട് ടെക്നിക്കൽ ചിലപ്പോൾ കയറി പോകാറുണ്ട്. പക്ഷെ കുറേ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. വേറെ അത് നിങ്ങളുടെ മിസ്റ്റേക്കാണെന്നല്ല പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതൊക്കെ ആദ്യമായിട്ടായിരിക്കും. പക്ഷേ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സീനിയേഴ്സോ അല്ലെങ്കിൽ ചേട്ടന്മാരോ ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒന്ന് ചോദിക്കുക. അല്ലെങ്കിൽ കുറേ യൂട്യൂബിൽ തന്നെ വീഡിയോസ് ഉണ്ടായി ഹൗ ടു അറ്റൻഡ് ഇന്റർവ്യൂ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വരാൻ നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ ഞങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് എത്രത്തോളം ഞങ്ങൾക്ക് ഈ ഒരു കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് DNS എന്നുള്ള ഒരു കൊല്ലത്തെ ബാച്ചിൽ എത്രത്തോളം നിങ്ങളെ മോൾഡ് ചെയ്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സീഫെയർ ആക്കി മാറ്റാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ സക്സസ് ആവാനായിട്ട്. ഓക്കെ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യം വന്നു. കാരണം പലതും അവിടെ ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത്. പലതും അവിടെ നിന്ന് റീകളക്ട് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം കൂടെ, സ്പോൺസർഷിപ്പ് എക്സാംസ് ക്ലിയർ ചെയ്ത് ഏതെങ്കിലും കമ്പനിയുടെ സ്പോൺസർഷിപ്പോട് കൂടി മാത്രം ഈ മർച്ചന്റ് നേവിയിൽ ചേരുക. ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്, സ്പോൺസർഷിപ്പ് ഇല്ലെങ്കിൽ ഈ ഒരു പരിപാടിയിലോട്ട് വരാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അഡ്വൈസ് ആയിട്ട് പറയുന്നത്. കാരണം പലരും 3 വർഷത്തെ വലിയ കോഴ്സ് ഈ BSc നോട്ടിക്കൽ സയൻസ് ഒക്കെ 10-12 ലക്ഷം അതൊക്കെ ആയിരിക്കും മിനിമം, അത്രയൊക്കെ മിനിമം. അപ്പം അങ്ങനെ അപ്പം ആൾക്കാർ സ്പോൺസർഷിപ്പ് ഇല്ലാതെ ഓടിപ്പോയി അവിടെ റിസ്ക് ആണ് ആക്ച്വലി. അപ്പം കുറച്ച് പേരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്, അതായത് ഒരു ക്യാമ്പസ് ഇന്റർവ്യൂവിലൊക്കെ കയറി പോകുന്നുണ്ട്. പക്ഷേ കുറേ പേര് ഈ 3 വർഷം ഇത്രയും പൈസ ലോണൊക്കെ എടുത്തായിരിക്കും പോകുന്നത്. അപ്പം ഈ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഷിപ്പില്ല. അപ്പോൾ അതിന് ഏജൻസ് മേടിക്കുന്ന 5-6 ലക്ഷമൊക്കെയാണ് മിനിമം മേടിക്കുന്നത്. അപ്പം അതിൽ തന്നെ പലരും എനിക്ക് ഇപ്പം മെസ്സേജ് ചോദിക്കാറുണ്ട്, ഏതെങ്കിലും ഏജൻസിനെ അറിയാമോ എന്ന് ചോദിച്ചിട്ട്. നമ്മൾക്ക് ഏജന്റുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല. ഇപ്പൊ കുറെ ഏജൻസ് ഒക്കെ അല്ല, കുറെ ഏജൻസ് അതെ ഒത്തിരി ഏജൻസ് പൈസ മേടിച്ചിട്ട് ഒരു 50% ഏജൻസ് മുങ്ങും. പിന്നെ ചില ഏജൻസ് ഞാൻ ഇങ്ങനെ ഓരോ ആൾക്കാർ മെസ്സേജ് അയക്കുന്നത് കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ചിലർ പറയും ഷിപ്പിന്റെ പേര് പറഞ്ഞെങ്കിൽ 1 ലക്ഷം തരണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അവനെ ആ മഷിട്ട് നോക്കിയാലും കാണാത്ത അവസ്ഥയാണ്. പിന്നെ ചില ഏജൻസ് അയക്കുന്നത് ഇറാനിനൊക്കെ ഉള്ള ഷിപ്പാണ്. ഈ പറഞ്ഞ പോലെ 30 വർഷം 35 വർഷം പഴക്കമുള്ള ഈ സ്ക്രാപ്പ് സാധനങ്ങളൊക്കെ അയക്കുന്നത്. അവിടെ പോയിട്ട് നമ്മള് അതെ അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ കുറെ സമയം കളയുന്നതിൽ ഒരർത്ഥമില്ല. വെറുതെ അവന്റെ ലൈഫ് പൊക്കോണ്ടിരിക്കുകയാണ്. വെറുതെ കുറെ അവിടെ ഡെക്കിലോട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു എൻക്വയറി ഉണ്ടായിരുന്നു. ഡെക്ക് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാ, പക്ഷെ അവിടെ വേറെ പണിയൊക്കെയാണ് ചെയ്യുന്നത്. OS ആയിട്ടും ചുമട്ട് ഇങ്ങനെ, അതും ഒരു ഡേയിൽ 18 hours ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഓൾറെഡി ഇത്രയും പൈസ കൊടുത്ത് ഇറങ്ങിയത് കൊണ്ട് പിന്നെ ഒരു തിരിച്ചുവരവില്ലാതെ അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്പോൺസർഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും പറയുന്നതാണ്, സ്പോൺസർഷിപ്പ് എങ്ങനെയും നേടി, അത് ഇല്ലെങ്കിൽ ഈ മർച്ചന്റ് നേവിയിലോട്ട് വരാതിരിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഒരു പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു സാധനമാണ് സ്പോൺസർഷിപ്പ്. അത് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ബാച്ചിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത ബാച്ചിൽ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. അപ്പോൾ പേരൻസിന് ഒരു കൺസേൺ ഉണ്ട്, ബേസിക്കലി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമോ, റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ 1 കൊല്ലം പോവില്ലേ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് 5 കൊല്ലവും 6 കൊല്ലവും ഒക്കെ ബോംബെയിൽ നിൽക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഈവൻ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഞാൻ ഈ ഫീൽഡിൽ എനിക്ക് ജോലി കിട്ടാൻ ഏകദേശം 1.5 കൊല്ലം എടുത്തു. അതിനുശേഷം നമ്മൾ ബോംബെയിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഷിപ്പിംഗ് കമ്പനിയിൽ കയറി അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ചാൻസ് പോലും ഇല്ല. നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞ് നിങ്ങൾക്ക് പല കമ്പനികളുടെ സ്പോൺസർഷിപ്പ് എക്സാംസും ഇന്റർവ്യൂയും അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ ആക്ച്വൽ സിനാരിയോയിൽ നിങ്ങൾ ബോംബെയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അവിടെ പല സ്ട്രീറ്റുകളിലും ഇഷ്ടംമാതിരി സീഫേഴ്സ് ആണ്. ഒരു ജോലിക്ക് വേണ്ടി, ഒരു ചാൻസിന് വേണ്ടി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ഒരു ബേസ്ഡ് ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതായത് എനിക്ക് വന്ന ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിന് വന്ന ബുദ്ധിമുട്ട്. ഏകദേശം 15 ലക്ഷം രൂപ മുടക്കി പഠിച്ചിട്ട് നമ്മൾ ഏകദേശം 4 കൊല്ലവും 5 കൊല്ലവും ഒക്കെയാണ് ബോംബെയിൽ ഒരു ചെറിയ റൂമിൽ കഴിയേണ്ടി വന്നത്. അത് നമുക്ക് ചെറിയൊരു കമ്പനി പോലും കയറി ചെല്ലാനുള്ള ഒരു ചാൻസ് ഇല്ല. സെക്യൂരിറ്റി പോലും നമ്മളെ അലോ ചെയ്യില്ല ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എങ്ങനെയെങ്കിലും നിങ്ങൾ സ്പോൺസർഷിപ്പ് എടുത്ത് മാത്രമേ പഠിക്കാവുള്ളൂ. അല്ലെങ്കിൽ അത്രയും പ്ലേസ്മെന്റ് റെക്കോർഡുള്ള കോളേജ്, ഈ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള കോളേജിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ടൊളാനിയൊക്കെ നമ്മൾ പറയുമ്പോൾ പിള്ളേർക്ക് ചേരാൻ സാധിക്കില്ല. കാരണം അവിടെ ഫീസ് ഏകദേശം 22 lakhs ആണ് വരുന്നത്. അതേസമയം പേരെടുത്ത് ഓരോ കോളേജിന്റെ പേര് പറയുന്നില്ല. കാരണം ഇത് വെച്ചിട്ട് എനിക്ക് കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ട് പേര് പറഞ്ഞിട്ട്. ഞാൻ ഇങ്ങനെ പേര് പറഞ്ഞു കഴിയുമ്പോൾ, ചെന്നൈയിലുള്ള പല കോളേജിന്റെ പേര് പറഞ്ഞു കഴിയുമ്പോൾ ഇവർ ഈ പേരൻസ് ഇത് റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് അവർ പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ കോളേജിന്റെ ഒരു നല്ലൊരു പൈസയാണ് നിങ്ങൾ കാര്യം പോയത്, അതുകൊണ്ട് നിങ്ങൾക്കെതിരെ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഞാൻ പിന്നെ ഇതിന്റെ പുറകെ മൊത്തം നടക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു കോളേജിന്റെ പേരെടുത്ത് പറയാത്തത്. പേരൻസിനോട് ഞാൻ പേരെടുത്ത് ഒരു ഇത് പറയാത്തത്. കാരണം ഇപ്പൊ എല്ലാവരും റെക്കോർഡ് ചെയ്യും, നേരെ കോളേജിനാണ് അയച്ചു കൊടുക്കുന്നത്.
അവസാനം ഞാൻ ഇതിന് പുറകെ മൊത്തം നടക്കണം. അതുപോലെ തന്നെ മർച്ചന്റ് നേവിയുടെ ഒരുപാട് എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ ചുറ്റിനുണ്ട് ഇപ്പോൾ. അപ്പൊ ഇതൊരു വേറെ ബിസിനസ് ആയിട്ട് മാറിയിരിക്കുവാണ്. ഓക്കെ, ഞാൻ ഇതൊരു ബിസിനസ് അല്ല നടത്തുന്നതല്ല പറയുന്നത്, പക്ഷേ ഞാനൊരു അഫോർഡബിൾ ആയ ഫീസിൽ വളരെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് തന്നിട്ടാണ് നടത്തുന്നത്. പക്ഷേ ഇതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ ഇല്ലാത്ത ആൾക്കാരും നമ്മുടെ ചുറ്റിനും 60,000 രൂപയും 1 ലക്ഷം രൂപയൊക്കെ പഠിച്ചിട്ടാണ് IMU-CET കോച്ചിങ് നടത്തുന്നത്. അവർക്ക് എന്താണ് മർച്ചന്റ് നേവി എന്നോ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പോലും അറിയത്തില്ല. അതാണ് ബേസിക്കലി എനിക്ക് വളരെ സങ്കടകരമായ ഒരു കാര്യം. അപ്പോൾ ആരും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത് തെറ്റല്ല, വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ ദർ ഈസ് നോ ഇഷ്യൂസ്. ഞാൻ തീർച്ചയായിട്ടും അവരൊക്കെ പ്രോത്സാഹിപ്പിക്കും, സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുമ്പോൾ അതിന് മിനിമം ഇപ്പം എനിക്ക് പിള്ളേരില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തും. അടുത്ത ബാച്ചിൽ പിള്ളേരില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തും. കാരണം എനിക്ക് വേറൊരു ജോലി, നല്ലൊരു മാർഗമുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ പാർട്ട്ണറായിട്ട് എബ്രഹാമിനും വേറൊരു പരിപാടിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേറെ വേറെ ഫീൽഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പൈസയ്ക്ക് ദൈവം സഹായിച്ച് ഇപ്പോഴത്തെ അവസ്ഥ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതിന്റെ ഒരു ബാച്ച് നടത്തി നമുക്കിത് മുന്നോട്ട് പോകണം എന്നൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നടത്തുമ്പോൾ എബ്രഹാം പറഞ്ഞ പോലെ ആകെ 20 പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി 100 പിള്ളേരും 150 പിള്ളേരിലേക്ക് നമുക്കിപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ പിള്ളേർ കാരണം. അപ്പോൾ അതിനുള്ള ടീച്ചിങ് സ്റ്റാഫും അതിനുള്ള കാര്യങ്ങളും നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് പറഞ്ഞധികം നീട്ടുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് തരാനുള്ള ഒറ്റ ഉപദേശമുള്ളൂ. എനിക്കും തീരെ ഇഷ്ടമല്ല ഉപദേശം കേൾക്കുന്നത്, നിങ്ങൾക്കും ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യമുണ്ട്. ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ ആയ ശേഷം ഞാൻ കേഡറ്റ്സിൽ കണ്ടിട്ടുള്ള കുറച്ച് പോരായ്മകൾ പറയാം. ഇപ്പോഴത്തെ കേഡറ്റ്സിലാണ് ബേസിക്കലി ഇപ്പോഴത്തെ കേഡറ്റ്സ് എല്ലാവർക്കും എത്രയും വെക്കുന്ന 4th എഞ്ചിനീയറും 3rd ഓഫീസറും 2nd ഓഫീസറും ഒക്കെ ആവണം. അതായത് ലാക്സിൽ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ സാലറി വാങ്ങിക്കണം. പക്ഷെ അവർക്കത് പഠിക്കാനോ അതിനുവേണ്ടി എഫോർട്ട് എടുക്കാനോ റെഡിയല്ല. രണ്ടാമത്തെ കാര്യം, ഒരു തെറ്റ് പറ്റിയാൽ അത് തെറ്റ് പറ്റി അല്ലെങ്കിൽ എനിക്ക് ആ പണി ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും ഷിപ്പിൽ ആകെ 20 സ്റ്റാഫ് അല്ലെങ്കിൽ 25 സ്റ്റാഫ് ഉള്ളൂ. ഇത്രയും ഒരു $multi-million അസറ്റാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് ഒരു തെറ്റ് പറ്റി അല്ലെങ്കിൽ പണി എല്ലാവരും പ്രഷറിലാണ്. അപ്പോൾ ഒരാൾക്ക് 10 മണി ഉണ്ടെങ്കിൽ അത് 5 മണി ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു 5 മണി ഏൽപ്പിക്കുക അവൻ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് വന്ന് പറയുക, അത് വേറെ ആളെ അലോട്ട് ചെയ്യാൻ സെക്കൻഡ് എഞ്ചിനീയർക്കോ ചീഫ് എഞ്ചിനീയറിനോ കഴിയണമെങ്കിൽ ഈ ഇപ്പോൾ ഒരു കേരളത്തിന് 5 പണി കൊടുത്തിട്ട് അവൻ 2 പണി ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നാളെ ആ കാര്യം ഓർക്ക് പോലുമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഇൻട്രസ്റ്റ് കാണിക്കണം. നിങ്ങൾക്ക് നല്ലൊരു സാലറിയും നല്ലൊരു പാക്കേജും ഇപ്പോഴത്തെ അവസ്ഥയിൽ മർച്ചന്റ് നേവിയിൽ കിട്ടുന്നുണ്ട്. പക്ഷെ അത് വേണമെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾ റെഡി ആയിരിക്കണം. അല്ലാണ്ട് നിങ്ങൾ ഇതൊരു ഈസി മണി ആയിട്ട് ആരും കാണരുത്. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഈ ഫീൽഡ് വരരുത്. കാരണം അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, അവിടെ പണി ചെയ്യുന്ന ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കാരണം വേറൊരാൾക്കും ബുദ്ധിമുട്ട് വരരുത്. അത് എൻ്റെ ഒരു കൺസേൺ ആണ്. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കേഡറ്റ്സ് ഉണ്ട് ഓൾറെഡി നമ്മളുടെ അലുമിനീസ് ആയിട്ട് ഓൾറെഡി നമ്മുടെ കൂടെ പഠിച്ചതും അതുപോലെ തന്നെ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നതുമായ കുറച്ച് പേരുണ്ട്. അവർക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഗൗതം കം. ബേസിക്കലി എനിക്ക് അറിയേണ്ടത് റിയൽ വേൾഡ് റിയാലിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് ആക്ച്വലി എന്താണ് നിങ്ങൾ ഈ ഫീൽഡ് വരുമ്പോൾ വിചാരിച്ചതും ഷിപ്പിൽ പോയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസും എന്താണ്, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തീർത്താൽ മതി. ഗുഡ് ആഫ്റ്റർനൂൺ. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം കഴിഞ്ഞ 3 കൊല്ലമായി ബ്രില്യൻറ്റ് ബ്രെയിൻസ് തുടങ്ങിയിട്ട്, പക്ഷെ ആദ്യമായിട്ടാണ് എല്ലാവരെയും കാണാൻ പറ്റിയത്. അതിന് പുറമെ ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് 2021 ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നതും ഇതിലേക്ക് വരാനും തീരുമാനിക്കുന്നതും. അന്ന് മർച്ചന്റ് നേവിയെക്കുറിച്ച് അറിയുന്നത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻഫ്ലുവൻസേഴ്സിൽ നിന്നാണ്. ബിപിൻ സാറും ക്യാപ്റ്റൻ ജോസ്മൻ സാറുമാണ്. അന്ന് അവരുടെ വീഡിയോസും ഇൻഫർമേഷൻസ് ഒക്കെ കണ്ടിട്ടാണ് മർച്ചന്റ് നേവിയെ കുറിച്ചൊരു ക്ലിയർ ഐഡിയ കിട്ടിയത്. പിന്നീട് തുടർന്ന് ബിപിൻ സാറുമായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മർച്ചന്റ് നേവിയിലേക്ക് വന്നപ്പോൾ മിസ്കൺസെപ്ഷൻസ് എനിക്ക് ആക്ച്വലി കുറവായിരുന്നു. ഏതാണ്ട് ഒരുപാട് കാര്യങ്ങൾ ബിപിൻ സാറ് പറഞ്ഞു തന്നതിന് ശേഷമാണ് ഇവിടെ വന്നത്. അതുപോലെ തന്നെ ബ്രില്യൻറ്റ് ബ്രെയിൻസ് തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഓഫ് കോഴ്സ് എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് വരുന്നതെങ്കിലും ഷിപ്പിൽ പോകുമ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാൻ ആദ്യം ഷിപ്പിൽ പോയ സമയത്ത് നമുക്കറിയാം കോളേജിൽ നിന്ന് പഠിപ്പിക്കുന്നത് ഒരുപാട് റൂൾസ് റിക്വയർമെൻറ്റ്സ് ഇതൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ഷിപ്പിലേക്ക് പോകുന്നത്. അപ്പം എനിക്ക് ഷിപ്പിൽ പോയിട്ട് ഒരു ഷോക്കായിട്ട് തോന്നിയ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ നിങ്ങളുടെ റൈറ്റ് ആസ് എ സീഫെയറർ നിങ്ങളുടെ റൈറ്റ് MLC കോഡ് ഇതൊക്കെ പഠിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ ഷിപ്പിൽ ചെന്നപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ആൻഡ് റെസ്റ്റ് അവർ ആസ് എ കെഡറ്റ് നിങ്ങൾക്കൊരു വർക്ക് ആൻഡ് റെസ്റ്റ് അവർ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല.
അത് ഫസ്റ്റ് ഇനീഷ്യൽ ഫേസിൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഷിപ്പിൽ പോയി ഒരു ആദ്യത്തെ ആഴ്ച ഇത് എവിടെയാണ് വന്ന് പെട്ടത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് നമുക്കത് അഡ്ജസ്റ്റ് ആവും. എനിക്ക് അതാണ് ഒരേ ഒരു കാര്യം ഷിപ്പിൽ പോയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായത്. പക്ഷേ ഞാൻ സിൻസിയർലി പറയുവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് 6 months സെയിൽ ചെയ്തത്. 6 months ഞാൻ വളരെ എൻജോയ് ചെയ്ത് സെയിൽ ചെയ്ത ഒരാളാണ്. ഞാൻ വളരെ ആഗ്രഹിച്ച് വന്നൊരു ഇൻഡസ്ട്രിയാണ്. ഞാൻ ചെയ്യുന്ന വർക്കിലും എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്. ഞാനിപ്പോഴും പലപ്പോഴും എല്ലാവർക്കും ക്ലാസ് എടുക്കുമ്പോൾ പറയും, എല്ലാവരോടും ഞാൻ ചോദിക്കും, ഇപ്പോൾ മോക്ക് ഇൻ്റർവ്യൂസ് എടുക്കുമ്പോൾ ചോദിക്കും വൈ ഡു യു വാണ്ട് ടു ജോയിൻ മെർച്ചൻ്റ് നേവി എന്ന് ചോദിക്കും. അപ്പം 80 to 90% ആൻസേഴ്സ് ഐ വോണ്ട് ടു ജോയിൻ മെർച്ചൻ്റ് നേവി ബിക്കോസ് ഇറ്റ്സ് എ സെക്യൂർ കരിയർ, എനിക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും, ഏർലി സെറ്റിൽ ചെയ്യാം. ഇതിൻ്റെയൊക്കെ ഒരു കോമൺ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന റീസൺസ് നിങ്ങളുടെ പ്രൊഫഷൻ്റെ പെരിഫറൽ ബെനിഫിറ്റ്സ് ആണ്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ്. അപ്പം നിങ്ങളൊരു അഡ്വാൻറ്റേജസ് കാരണമാണ് ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളത് യു ഷുഡ് തിങ്ക് ട്വൈസ്. എൻ്റെ ഒരു അഡ്വൈസാണ്. നിങ്ങളൊരു പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ ആ പ്രൊഫഷനിൽ എന്തൊക്കെ ജോബ്സ് ഉണ്ട്, ആ ജോബ്സ് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഞാൻ എല്ലാവരോടും ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ആ ജോബ്സ് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു വിൽ സർവൈവ്. അതല്ല നിങ്ങൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് കണ്ടിട്ടാണ് മെർച്ചൻ്റ് നേവിയിലേക്ക് വരുന്നതെങ്കിൽ ഐ ടെൽ യു, വൺസ് യു ജോയിൻ ദിസ് പ്രൊഫഷൻ യു വിൽ നോട്ട് ഈവൻ തിങ്ക് അബൌട്ട് ദ ബെനിഫിറ്റ്സ്. ഇപ്പം നിങ്ങൾ ഷോർ ലീവിന് പോകാം, ഒരുപാട് രാജ്യങ്ങളിൽ പോകാം എന്നൊക്കെ കണ്ടിട്ട് വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. അപ്പം ഒരുപാട് രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യാന്നൊക്കെ വിചാരിച്ചാണ് ഷിപ്പിലേക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ പോർട്ടിൽ പോകുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു. പോർട്ടിൽ പോയാലേ ഷോർ ലീവിന് പോകാൻ പറ്റുള്ളൂ. പോർട്ടിൽ പോകുന്നതേ ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും എനിക്കൊരു ലക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഒരു കേപ്പ് സൈസ് ബൾക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 1 month ഒരൊറ്റ പോർട്ടിൽ പോയാൽ മതി. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതാണ്. ഇപ്പോൾ സെക്കൻഡ് പോകാൻ പോകുന്നത് ഞാൻ അങ്ങനെയാണ്. കാരണം ഞാനത് ചോദിച്ചു പോയതാണ്. കാരണം എനിക്ക് അങ്ങനെ പോയാൽ മതി. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അഡ്വാൻറ്റേജസ് ഒരുപക്ഷെ നിങ്ങൾ ഈ പ്രൊഫഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡാകണമെന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും പറയുന്നത്, ഞാൻ അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറയുന്നത്, നിങ്ങൾ ഷിപ്പിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ജോലി ചെയ്യും, എങ്ങനെയായിരിക്കും ഷിപ്പിലെ ലൈഫ് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം നിങ്ങളത് എക്സ്പെക്ട് ചെയ്തിട്ട് വേണം ഷിപ്പിലേക്ക് പോകാൻ. നിങ്ങൾ ഈ ജോലിയാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ മെർച്ചൻ്റ് നേവിയിലേക്ക് പോകുന്ന പ്രൈമറി ഫാക്ടർ ലോകം കറങ്ങാം, ഷിപ്പിൽ പോകാം, കടൽ കാണാം, കടൽ ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഷിപ്പിലേക്ക് പോകുന്ന പ്രൈമറി ഫാക്ടർ നിങ്ങൾ ജോലി ചെയ്യാനാണ് പോകുന്നത്. നിങ്ങൾ എന്തൊക്കെ ജോലി ചെയ്യുന്നു, നാവിഗേഷൻ ചെയ്യുന്നു, ഡെക്ക് വർക്ക് ചെയ്യുന്നു, കാർഗോ വർക്ക് ചെയ്യുന്നു, ഈ വർക്ക്സ് എന്താണെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ സന്ദേശ് സാറ് പറഞ്ഞ പോലെ ദിസ് ഇസ് നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ. ഇപ്പം എല്ലാവർക്കും ടെക് വർക്കും അല്ലെങ്കിൽ ഇത്രയും ഫിസിക്കൽ എഫേർട്ട് എടുത്തിട്ട് ഒരു ജോലി ചെയ്യണം എന്ന് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ ജോലി പോലെയോ അല്ലെങ്കിൽ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ജോലി പോലെയോ അല്ല. എന്നാൽ അതുമുണ്ട്, നിങ്ങൾക്ക് പേപ്പർ വർക്ക്സും ഉണ്ട്, ഓഫീസ് വർക്ക്സും ഉണ്ട്, ഫിസിക്കലി. എനിക്കതാണ് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇതിൽ ഒരു എന്താ പറയുക, ഫുൾ ടൈം ഒരു ഓഫീസ് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഫുൾ ടൈം ഒരു ടെക് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം മിക്സഡ് ആയിട്ട് ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാം മിക്സഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊരു എനിക്ക് ഒട്ടും ബോറിങ് ഇല്ലാത്തൊരു ജോലിയായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ പേഴ്സണലി വളരെ ഇൻട്രസ്റ്റഡ് ആണ് ആൻഡ് ഐ എം സാറ്റിസ്ഫൈഡ്. കാരണം നിങ്ങളത് മനസ്സിലാക്കിയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് യു വിൽ സർവൈവ്. ബിക്കോസ് സെയിലിംഗ് ഇഷ്ടപ്പെട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ പേഴ്സണലി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്ന ജോലിയാണോ ഇത്, അതാണ് എനിക്കൊരു ഒറ്റ കാര്യം നിങ്ങളോട് പറയുന്നത്. ബാക്കി ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആർ ആൻസർ. താങ്ക് യു എവരിവൺ. ഇനി ആർക്കെങ്കിലും ചോദിക്കാമെങ്കിൽ ക്വസ്റ്റ്യൻ ഷൂട്ട് ചെയ്യാവുന്നതാണ്. പുള്ളി പറഞ്ഞ പോലെ ഇതൊരു ഓഫീസ് ജോലിയല്ല. ഓഫീസ് ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണിക്ക് കയറുക, അല്ലെങ്കിൽ വൈകിട്ട് 5 മണിക്ക് ഇറങ്ങുക, പിന്നെ സ്വസ്ഥമായിട്ടിരിക്കാം, അങ്ങനത്തെ ഒരു സംഭവമല്ല മെർച്ചൻ്റ് നേവി. ഇപ്പം എപ്പോഴാണ് ഇമർജൻസീസ് വരുന്നതെന്ന് അറിയത്തില്ല. ഇപ്പോൾ 24 hours വിജിലൻ്റ് ആയിട്ട് നമുക്ക് റെസ്റ്റ് അവേഴ്സ് ഉണ്ട്. ഇപ്പോൾ ചിലപ്പം 8 to 12 നൈറ്റിലെ വാച്ച് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. ഇപ്പം 2 മണിക്കായിരിക്കും ഷിപ്പ് പോർട്ട് എത്തുന്നത്. അപ്പോൾ 2 മണിക്ക് എൻ്റെ ഓഫ് ടൈമാന്ന് പറഞ്ഞ് എനിക്ക് അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല.
സ്പെഷ്യലി ഡെക്ക് സൈഡിൽ എല്ലാവരും തന്നെ ഒരു ഷിപ്പ് കരയ്ക്ക് അടുക്കുന്ന സമയത്ത്, എഞ്ചിൻ സൈഡിൽ അത്രയും പ്രശ്നമില്ല, ഡെക്ക് സൈഡിൽ ഷിപ്പ് കരയ്ക്ക് അടുക്കുന്ന സമയത്ത് എല്ലാവരും ഫോർവേഡിലും മുന്നിലും പുറകിലും ബ്രിഡ്ജിലും പല സ്ഥലങ്ങളിലായിട്ട് ഓരോരുത്തർക്കും ഡ്യൂട്ടി ഉണ്ട്. റോപ്പൊക്കെ വെച്ചിട്ടാണല്ലോ ഷിപ്പ് കെട്ടുന്നത്. കുറച്ച് ഐഡിയാസ് കാണുമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മൾ ശരിക്കും റെസ്റ്റ് അവേഴ്സ് വെച്ചിട്ട് 12 മണിക്ക് പോയി ഉറങ്ങി, അത് കഴിഞ്ഞിട്ട് രാവിലെ 8 മണിക്കായിരിക്കും അവന് നെക്സ്റ്റ് ഡ്യൂട്ടി വരുന്നത്. പക്ഷേ 2 മണിക്ക് കപ്പൽ പോർട്ട് എത്തുന്നത് കൊണ്ട് 1:30 ആയപ്പോൾ കോൾ കിട്ടി. അപ്പോൾ 1.5 മണിക്കൂർ ഉറങ്ങി ആൾ 1:30 പോയിട്ട് ഷിപ്പിൻ്റെ അവിടെ മൂറിംഗ് സ്റ്റേഷനിൽ നിൽക്കുവാണ്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് ഷിപ്പ് കരക്കെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി സെയിലിങ്ങിൽ 8 മണിക്കാണെങ്കിൽ പോർട്ടിൽ 6 മണിക്കാണ്. അപ്പം 1:30 പുള്ളി വേക്കപ്പ് കോൾ കിട്ടി. 3:30, 4 ആയപ്പം ഷിപ്പ് കരക്കെടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഏജൻസ് വന്നു, ഏജൻറ്റുമായിട്ട് ഈ ഷിപ്പിൻ്റെ ഏജൻസ് വരുന്നു, അതിൻ്റെ ഡീലിംഗ് എല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേക്ക് 5:30 ആയി. 6 മണിക്ക് പിന്നെ അടുത്ത ഡ്യൂട്ടി തുടങ്ങി, പിന്നെ 12 വരെ. അപ്പം സെയിലിങ്ങിൽ 4 hours ഡ്യൂട്ടി ആണെങ്കിൽ പോർട്ടിൽ 6 hours ഡ്യൂട്ടിയാണ്. അപ്പം 6 മണിക്ക് ഡ്യൂട്ടി തുടങ്ങിയാൽ പിന്നെ ഉച്ചയ്ക്ക് 12 മണി വരെ ഡ്യൂട്ടിയാണ്. അത് കഴിഞ്ഞിട്ടാണ് അഥവാ ഷിപ്പ് കരക്കുണ്ടെങ്കിൽ, അതായത് പോർട്ടിലുണ്ടെങ്കിൽ പുറത്ത് പോകാനുള്ള ഒരു ചാൻസ്. ഇപ്പം ഒരു ദിവസമായിട്ട് ഉറങ്ങാത്തവൻ പുറത്ത് പോവുകയോ അതോ ഷിപ്പിൽ നിൽക്കുമോ, അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ പറഞ്ഞത്, അപ്പോൾ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മർച്ചൻ്റ് നേവി കയറാനുള്ള 10 ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അഡ്വാൻറ്റേജ് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ഡിസഡ്വാൻറ്റേജും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഏത് ജോലി എടുത്താലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ മർച്ചൻ്റ് നേവിക്കും അതിൻ്റെതായിട്ടുള്ള പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം ഈ ഫീൽഡിലേക്ക് കടന്നു വരിക എന്ന് ഞാൻ പറയാറുണ്ട്. ഇപ്പം രാത്രിയിൽ മീൻസ് ഞാൻ പറഞ്ഞല്ലോ 24 hours നമ്മൾ റെഡി ആയിട്ടിരിക്കണം, എപ്പോൾ വേണമെങ്കിലും കോൾ കിട്ടാം. അതുപോലെ ഇപ്പം ലോകം കറങ്ങുന്ന പരിപാടി, അപ്പം ഷിപ്പ് ഇപ്പം പണ്ട് ബൾക്ക് കാരിയറൊക്കെ നല്ല പോസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം ചില ബൾക്ക് കാരിയേഴ്സൊക്കെ വളരെ ഫാസ്റ്റായിട്ട് കാർഗോ മൂവ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ ചില ബൾക്ക് കാരിയർ ഷിപ്പുകൾ ചെല്ലുന്ന സ്ഥലങ്ങൾ ഒരു പട്ടിക്കാട് ഐറ്റം, മീൻസ് അവിടെ ഒന്നുമില്ല, ഒരു ടൗണേ ഒന്നുമില്ല, അങ്ങനത്തെ ഏരിയയിലൊക്കെ ആയിരിക്കും ചെല്ലുന്നത്. അപ്പം ലോകം ചുറ്റാമെന്ന ആ കൺസെപ്റ്റൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ചിലയിടത്തൊക്കെ നമുക്ക് പുറത്ത് പോകാം, മൊത്തത്തിൽ ഇല്ലെന്നല്ല പറഞ്ഞത്. അതുപോലെ കോവിഡ് ടൈമിൽ 2020 കോവിഡ് വന്നപ്പം ഒരു 4 കൊല്ലത്തോളം 3 കൊല്ലത്തോളം ഷോർ ലീവേ ഇല്ലായിരുന്നു. ഷിപ്പിൽ സീഫെയറിന് ജോയിൻ ചെയ്യാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു, അത്രയും ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഈ ലോകം കാണിച്ച പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെയായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അതുപോലെ ചിലർക്ക് എഞ്ചിനീയറിങ്ങിനോടായിരിക്കും താല്പര്യം. അപ്പം അങ്ങനെയുള്ള ഒരു ഡെക്ക് സൈഡിൽ വന്നാൽ ശരിയാകത്തില്ല. അപ്പം അതുപോലെ ഡെക്ക് സൈഡിനോട് താല്പര്യമുള്ള എഞ്ചിനീയറിംഗ് സൈഡിൽ പോയാലും ശരിയാകത്തില്ല. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ചൊരു ഐഡിയ എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് പറ്റിയ ഒരു ഫീൽഡാണോ എന്ന് നോക്കുക, അതിനനുസരിച്ച് കയറുക. എല്ലാവരും ജസ്റ്റ് അവരുടെ പേരൊന്ന് പറഞ്ഞ് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പരിപാടി പതുക്കെ ക്ലോസ് ചെയ്യാമായിരുന്നു. അപ്പോൾ ജസ്റ്റ് എല്ലാവരും മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യൂ. ജസ്റ്റ് എല്ലാവരും പേരും സ്ഥലവും മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ സാറുമാർക്കൊക്കെ ഒന്ന് പരിചയപ്പെടാമല്ലോ. ഫ്രം പാലക്കാട്. ആദിത്യൻ. എൻ്റെ പേര് ഡോൺ. എൻ്റെ പേര് ആദിത്യ. ഞാൻ കോട്ടയം. എൻ്റെ പേര് മനു. ഞാൻ പാലക്കാട്. ഒരു സംശയം ചോദിക്കണം. തീർച്ചയായിട്ടും അതാണ് നമുക്ക് വേണ്ടത്. അതെ, എല്ലാവർക്കും ചാൻസ് ഉണ്ടല്ലോ. പേര് പറഞ്ഞൊപ്പം തന്നെ നിങ്ങൾ മൈക്ക് പിടിപ്പിക്കണമെന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് വെച്ചത്. ഇതൊന്നും പ്ലാനില്ലാത്തതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ ആ പേര് മാറണം. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും മൈക്ക് തന്നത്. ഇപ്പം ഞാനും മൈക്കിലേക്ക് ആദ്യം സംസാരിക്കുന്നുണ്ട്. ഒരു കപ്പലിൽ വല്ല പാട്ടൊക്കെ പായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അത് ഇവിടെ പാടാൻ പറ്റില്ല കേട്ടോ, സോറി. അത് പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. യെസ്, ഓഫ് കോഴ്സ്. അറിയാവുന്ന ഇതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആൻസർ വരും. എനിക്ക് മറയുന്നതാകാൻ പറ്റുമോ ഇല്ലയെന്ന് ശരിക്കുള്ള ബേസ് ചോദ്യം. പക്ഷെ ഇതിന്റെ സിറ്റുവേഷൻ പറയണമെങ്കിൽ ഞാൻ +2 കഴിഞ്ഞത് 2020-ലാണ്. ആ സമയത്ത് IBCT എഴുതി ക്ലിയർ ആയി. അതിനൊപ്പം തന്നെ
കീമിന് എൻട്രൻസ് ചെയ്ത് അതും ക്ലിയർ ആയപ്പോൾ ആ. അഫ്കോഴ്സ് പാരൻസിന് വെർഷനുവേക്ക് വലിയ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോഴും നമുക്കും വലിയ ഐഡിയ ഇല്ല. സ്കൂളുകളിൽ സാർ പറഞ്ഞ മാതിരി വന്നിട്ടുണ്ടായിരുന്നു ആൾക്കാർ. അപ്പം അങ്ങനെ കേട്ട് എല്ലാവരെയും പോലെ ഫാൻറ്റസി ലോകത്ത് തന്നെയാണ് നമ്മളും. കുറേ പൈസ ഉണ്ടാക്കാം, കുറേ രാജ്യങ്ങൾ കാണാം, ആ ഒരു ബേസിൽ തന്നെയാണ് നമ്മളും ഉണ്ടായത്. അപ്പൊ ഞാൻ എക്സാം എഴുതി പാസ്സായി. അപ്പോഴും വീട്ടിൽ നിന്ന് ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോ എന്തുകൊണ്ടും ശരി കീം എടുക്കാം എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് കോളേജ് തൃശ്ശൂരിലായിരുന്നു പഠിച്ചത്. ഇപ്പോൾ 2024 ബിടെക് പാസ് ഔട്ട് ആയത്. പക്ഷെ 3 പേപ്പേഴ്സ് ഇനി ക്ലിയർ ആവാറുണ്ട്. സോ അപ്പോഴും എനിക്ക് ഒരു തരത്തിൽ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് എനിക്ക് ഒരു തരത്തിലും ഇപ്പോഴും ഒരു പാഷനോ ഒരു ഇൻട്രസ്റ്റോ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അന്ന് തുടങ്ങിയ വെച്ച സംഭവം എനിക്ക് ഇപ്പോൾ പൂർത്തീകരിക്കണം എന്നുണ്ട്. ഇപ്പോൾ DNSന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനിയും ചിലപ്പോൾ കുറേ വർഷങ്ങൾ പോകാതിരിക്കാം, ഏജ് കൂടുമായിരിക്കാം. പക്ഷെ എങ്കിലും എന്നെ കൊണ്ട് ഇപ്പോൾ കഴിയുമോ എന്നാണ് എൻ്റെ സംശയം. ഓക്കെ, ഗൗതം ഇവനാണല്ലേ മറ്റേ 4 വാലിന്റെ പേര് ചോദിച്ചിട്ട് വാലിന്റെ പേര് പറയാത്തത്? 4 കൊല്ലം എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട്. എടാ കേട്ടോ, നിന്റെ പാഷൻ ഇല്ല, നീ 4 കൊല്ലം പഠിച്ചു. അതാണ് പറഞ്ഞത്, നിങ്ങൾ പാഷൻ ഇല്ലാത്തൊരു ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. 4 കൊല്ലം പഠിച്ച് നമുക്ക് ഒരു സാധനം നമ്മൾ പഠിച്ചില്ല, നമ്മൾ ജസ്റ്റ് അവൻ തന്നെ അത് അക്സെപ്റ്റ് ചെയ്തു. എടാ നീ ഇങ്ങനെ ഗവൺമെന്റ് കോളേജ് ലൈഫിന്റെ കാര്യത്തിൽ മൊമെന്റ്സിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരുന്നു ഞാൻ എപ്പോഴും പറയും. പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇൻട്രസ്റ്റ്. തീർച്ചയായിട്ടും നിനക്ക് പോകാൻ പറ്റും. പക്ഷേ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ഉണ്ട്. 25 ആണ് IMUവിന്റെ ഏജ് ലിമിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഓരോ കമ്പനികൾക്കും അവരുടെ ഏജ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഏജ് ലിമിറ്റ് അനുസരിച്ചുള്ള കമ്പനികളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ കൊടുക്കാം. നിങ്ങൾക്ക് IMUCT ഈ വർഷം തന്നെ എഴുതാൻ സാധിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ഏജ് ആയി? 22. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റും. അല്ല ഞാൻ ചോദിക്കുന്നത്, അപ്പോഴും നമ്മൾ ബിടെക് ക്ലിയർ ചെയ്യണമെന്നുണ്ടോ മുഴുവനായിട്ട്? അതിപ്പോ നമ്മളിപ്പോ ഇല്ല, പക്ഷേ ചെയ്യാറുണ്ടോ ഇങ്ങനത്തെ കോഴ്സ്? അങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നീ ഇന്റർവ്യൂ പോകുമ്പോൾ ഏതാ ഇതുപോലെ ചില കേസസ് ഞങ്ങളുടെ ഇവിടെ സിംസിൽ വരാറുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇപ്പോൾ ബിടെക് ക്ലിയർ ചെയ്ത ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ 25 പറഞ്ഞ പോലെ 25 ഇയേഴ്സ് ആണ് മാക്സിമം ഏജ് ലിമിറ്റ്. ഓക്കെ, അപ്പോൾ ബിടെക് ക്ലിയർ ചെയ്തുകൊണ്ടാണ്, ബിടെക് കാൻഡിഡേറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് 25 വരെയും പോകാൻ പറ്റുന്നത്. മനസ്സിലായോ? ഇപ്പം ഞങ്ങളുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ +2 കഴിഞ്ഞിട്ട് 12th കഴിഞ്ഞിട്ടാണെങ്കിൽ 20 ഡിഗ്രി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ 22 and 25 ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, എഞ്ചിനീയറിംഗ് ആയിട്ടാണെങ്കിൽ. അപ്പോൾ എഞ്ചിനീയറിംഗ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ക്യാൻറ്റീൻ ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ വരാറുണ്ട്. ഈ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള ആളുകൾ എന്താ പറയുക, ഇയാളെ കൂടെ താല്പര്യം കാണിച്ചിട്ട് DNSലേക്ക് വരാനുള്ളത് വളരെ ചുരുക്കമേ വരാറുള്ളൂ. വളരെ ചുരുക്കം. അപ്പോൾ ഇങ്ങനൊരു കാൻഡിഡേറ്റ് വന്നപ്പോൾ ഞങ്ങളത് ഇതുപോലെ പേപ്പർ ക്ലിയർ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്തപ്പോൾ ഇൻഫാക്ട് എല്ലാം ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഇവിടെ നിന്നെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതൊരു നമുക്കിത് ഇവരുടെ ഡോക്യുമെന്റേഷൻ സബ്മിറ്റ് ചെയ്തപ്പോൾ ഇവർ പറഞ്ഞു ഈ കാൻഡിഡേറ്റ് ആക്ച്വലി പേപ്പർ ക്ലിയർ ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് DNSന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. അതോ ഇതിങ്ങനെ ഒരു റൂൾ ഉണ്ടോ എന്ന് വെച്ചാൽ റൂളിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ട് എനിക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അവിടെ IMUന്റെ വെരിഫിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പറഞ്ഞ കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ത്രൂ ഇമെയിൽ ആയിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾ ചെന്നൈ ഓഫീസിൽ നിന്ന് ആളെ അങ്ങോട്ട് അയച്ചു. അയാൾ പോയപ്പോഴും ഇത് തന്നെയാണ്. ഞങ്ങൾക്ക് ചെന്നൈ ഓഫീസുണ്ട്, GSMന്റെ ഓഫീസുണ്ട്. അപ്പോൾ അങ്ങോട്ട് ആളെ അയച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇവരെ എടുക്കുന്നത് 25 വയസ്സ് എന്നുള്ള രീതി വന്നിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ സിംസ് അപ്രൂവൽ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ അഫിഡവിറ്റ് കൊടുക്കുന്നത് ഇന്നതാണ് ക്രൈറ്റീരിയ. അപ്പോൾ ആ ക്രൈറ്റീരിയ അനുസരിച്ച് നമ്മൾ ഈ ക്രൈറ്റീരിയ അനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ള നമ്മൾ DGയുടെ ഒരു അഫിഡവിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയക്ക് ഈ ക്രൈറ്റീരിയ അതിനകത്ത് പെടുന്നതാണ് 25 വയസ്സ് വരെ ഉണ്ട്. പക്ഷേ അവിടെ കൊണ്ട് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്താ പറയുക, ഈ പേപ്പർ ക്ലിയർ ചെയ്യേണ്ടത്. സോ ദാറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് യു ആർ കംപ്ലീറ്റഡ് യുവർ എഞ്ചിനീയറിംഗ് അങ്ങനെ പറഞ്ഞു. പിന്നെ അയാൾ ആ പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ അടുത്ത ബാച്ചിലേക്ക് ഫെബ്രുവരിയിൽ ഞങ്ങൾക്ക് ഒരു ബാച്ചുണ്ട്. ആ ബാച്ചിലേക്കാണ് പുള്ളി കയറിയത്. ഡിസംബർ ആഗസ്റ്റ് വെച്ച് കയറാൻ പറ്റുമായിരുന്നു. അപ്പോൾ ബാക്ക്ലോഗ് ഉണ്ടായതുകൊണ്ട് ആ പേപ്പർ കംപ്ലീറ്റ് ഞങ്ങൾ സെലക്ഷൻ ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചു. പക്ഷേ ഇവർ ക്ലിയർ ചെയ്തില്ല. നമുക്കൊന്നും ചെയ്യാനൊക്കില്ല. IMU ക്ലിയർ ചെയ്യണ്ടേ കണ്ടില്ലേ? ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ചു. പക്ഷേ ഇത് ക്ലിയർ ആവുകയാണെങ്കിൽ അയാൾ ആഗസ്റ്റിലേക്ക് എടുത്തേ. ക്ലിയർ ആകുമ്പോൾ ഇതിനകത്ത് 3 പേപ്പറിൽ ഒരു പേപ്പർ കൊണ്ട് റീവാലുവേഷനിൽ കിട്ടി. 2 എഴുതിയെടുത്തു. ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് മാർക്ക് കിട്ടി. ഫെബ്രുവരി ബാച്ചിൽ കഴിഞ്ഞു.
പക്ഷെ ഞാൻ പറഞ്ഞു വളരെ റെയർ കേസസിലാണ് ഇങ്ങനെ ഇത് വരാറുള്ളത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് DNS ചെയ്യുന്ന ഇത് വരാറുണ്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ അവിടെ ഒരു കാൻഡിഡേറ്റിന് സംഭവിച്ച കാര്യമാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യം സത്യസന്ധത പറയട്ടെ, IME വർക്ക് ചെയ്യുന്നവർക്ക് പകുതി കൂടുതൽ ക്രൈറ്റീരിയയെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലട്ടോ. മിക്കവാറും വേണ്ടി ഇവിടെ പ്രശ്നം പറ്റാറുള്ളതാണ്. ഇത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിനായിട്ട് വർക്ക് ചെയ്ത് ഞങ്ങളെപ്പോലുള്ള ആളുകളാണ് കൂടുതൽ IME ആയിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്തത്. അവിടെ എക്സാം കൺട്രോളർ ആക്ച്വലി എന്താ പറയുക, അവിടുത്തെ എന്താ പറയുക IME CET-യുടെ ഇപ്പം ഞാൻ IME ഇൻവിജിലേഷനും കാര്യങ്ങളൊക്കെ പോകാറുള്ളതാണ്. അപ്പോൾ അവിടെ പോയിട്ട് പോലും അവിടെ നമ്മളെക്കാളും വളരെ ഐഡിയ കുറവാണ് ഇവർക്ക്. ഈ പറഞ്ഞ പോലെ IME യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും നമ്മളെക്കാളും ഈ ഫീൽഡിനെ കുറിച്ച് വളരെ ഐഡിയ കുറവാണ് ആൾക്കാരാണ്. സോ അവർക്ക് ക്ലിയർ കട്ടറായിട്ടൊരു ഐഡിയ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ശരിക്കും എഡ്യൂക്കേറ്റ് ചെയ്യാത്ത അവർക്ക് ഒരു അവയർനെസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അവരെ ശരിക്കും ഇങ്ങനെ ഒരു പരിപാടിക്ക് നിർത്തുമ്പോൾ എല്ലാവരും പോസ്റ്റിലിരിക്കുമ്പോൾ അവരെ ശരിക്കും എഡ്യൂക്കേറ്റ് ചെയ്യണം. അവർ ഇന്നതാണ് കാര്യങ്ങൾ, ഇന്നതാണ് ക്രൈറ്റീരിയ, ഇന്നതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഇതൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യുന്ന ഇന്നതാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ളത്. പക്ഷെ പലർക്കും അറിയില്ല അത്. ഇങ്ങനെ ഒരു കാൻഡിഡേറ്റിന്റെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ തോന്നുന്നത് 2 years ബാക്ക് എനിക്കിപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഏപ്രിലായി എക്സാം വരിക, അതിന്റെ റിസൾട്ട് വരും മെയ് ജൂൺ. യു ക്യാൻ ജോയിൻ ഓഗസ്റ്റ് ബാച്ച്. അപ്പോഴാണെങ്കിലും അല്ല IME CET കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. ഓഗസ്റ്റ് 1 സാറിന് എപ്പോഴും ബാച്ച് വരുന്നത് സാധാരണ രീതിയിൽ. അപ്പോൾ ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇത് കിട്ടിയാൽ മതി, എന്താ പറയുക, പേപ്പർ കിട്ടിയാൽ മതി. ആ പേപ്പർ അറ്റ്ലീസ്റ്റ് ഓൺലൈനായിട്ട് കിട്ടണം. എന്നിട്ട് ഈ ഇന്റർനെറ്റ് കോപ്പി ഉണ്ടാവുമല്ലോ പാസ്സായി. പിന്നെ ഈ GME-യുടെ കാര്യം ഞാൻ കേട്ടൊരു കേൾവി എന്താണെന്ന് വെച്ചാൽ കോഴ്സ് ടൈം കഴിയുന്നതിനുള്ളിൽ ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു അതുകൊണ്ട് സാധാരണ പല കമ്പനികളും ഫോളോ ചെയ്തത്. ഞങ്ങൾക്ക് അതുണ്ട്. ആക്ച്വലി ഇയാള് ഏതാ മെക്കാനിക്കലാണോ? അതെ. സോ GME-യുടെ ഇപ്പൊ ഞങ്ങളുടെ ഇതിന്റെ ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ GME-യിൽ 4 കൊല്ലത്തിനോട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അൺലെസ് രണ്ടിൽ എന്തെങ്കിലും മെഡിക്കൽ റീസൺ അല്ലാതെ ആണെങ്കിൽ, മെഡിക്കൽ റീസൺസ് ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് എക്സെപ്ഷൻ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 4 കൊല്ലത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഞങ്ങൾ വേറൊരു ഇത് ഫോളോ ചെയ്യുന്നത് 6 ബാക്ക്ലോഗ് ഹിസ്റ്ററിക്ക് താഴത്തായിരിക്കണം മൊത്തമായിട്ട്. അത് വി ആർ പ്ലാനിങ് ടു റിവൈവ് ഇറ്റ്. കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഇല്ല. മിക്കവാറും എല്ലാ കോളേജിലും 120-180 ഒക്കെ ബാച്ച് ഉണ്ടായിരുന്നത് ഇപ്പോൾ 40 പേരായിട്ട് കുറച്ചു. മിക്കവാറും പേരിന് വേണ്ടി മാത്രം ഇപ്പോൾ ഈ മെക്കാനിക്കലിൽ നടത്തുന്ന ഇതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമ്മുടെ കേരളത്തിന്റെ ബോർഡർ വളരെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിരുന്നു. പലത് അടച്ചുപൂട്ടി. മിക്കവാറും മെക്കാനിക്കലേ ഇല്ല. മെക്കാനിക്കൽ സിവിലൊക്കെ അടച്ചുപൂട്ടി. എന്താ നിങ്ങളുടെ ഏത് കോളേജായിരുന്നു? തൃശ്ശൂര്. ഏറ്റവും കൂടുതൽ ചീഫ് എഞ്ചിനീയേഴ്സ് ജോയിൻ ചെയ്യുന്ന കോളേജുകളാണ്. ഒന്ന് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് തൃശ്ശൂർ, TKM കൊല്ലം, CET ട്രിവാൻഡ്രം, NSS പാലക്കാടൊക്കെ. സോ ഇപ്പം എനിക്കറിയാവുന്ന നമ്മുടെ പ്രിൻസിപ്പൽ ജിം സാൻഡോസ് സാറൊക്കെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആണ്. ഇപ്പം ഞങ്ങളുടെ DGM ആണ് ഇവിടുത്തെ. ഇതിലേക്ക് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. NSS പാലക്കാട് നമ്മുടെ ബിജു പേപ്പൻ സാർ നിങ്ങൾക്ക് അറിയാമല്ലോ. കേരളത്തിൽ നിന്നുള്ള മിക്കവാറും അന്ന് കാലത്ത് ചോദിച്ചത് ഇപ്പൊ ചോദിക്കുന്നതല്ല, അന്ന് കാലത്ത് ചോദിച്ചത് മിക്കവാറും എല്ലാവരും ഈ പറയുന്ന 5-6 കോളേജുകളിലാണ് കൂടുതൽ ചോദിച്ചത്. ഇപ്പോഴാണ് നമ്മുടെ ഇവിടെ കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഇത്രയായത്. ഇങ്ങനെയുള്ള ക്രൈറ്റീരിയകളുണ്ട്. പക്ഷേ ഡിപ്പെൻസ് ഓൺ ദ കമ്പനി. പക്ഷേ ഈ പറയുന്ന IME-യിൽ ഈ ഒരു ഇതെന്ന് വെച്ചാൽ ഞാനിത് എടുത്തു പറയാൻ കാരണം ഇങ്ങനെ ഒരു കേസിൽ ഞാൻ തന്നെയാണ് അതിന് പോയി കുറേ എഫേർട്ട് എടുത്തു ഇപ്പം അതിനെ എടുക്കാനായിട്ട്. മാക്സിമം എന്താ പറയുക ഓഗസ്റ്റ് ബാച്ചിലേക്ക് ചേർക്കാനുള്ള സ്ഥിരം ഫോൺ ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോൾ സമയം കിട്ടുമ്പോഴേക്കും ഓഫീസിൽ വരുമായിരുന്നു. സാറേ എന്താ വെച്ചിട്ട് ഞാൻ പറയും ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ അത്രയും താല്പര്യം കാണിക്കും, അത്രയും താല്പര്യം എടുത്ത് കാൻഡിഡേറ്റ് കാണുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ അതിന് വേണ്ടി വൗച്ച് ചെയ്യണം. അപ്പോൾ അത് മാക്സിമം വെച്ച് ചെയ്ത് നോക്കി. പിന്നെ ചെന്നൈ ഓഫീസിൽ ഞങ്ങളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് അവിടെ പറഞ്ഞു വെച്ചു. അയാൾ ഒരു 3-4 ദിവസം ഡയറക്റ്റ് പോയി ഇത് കണ്ടിട്ട് പിന്നെ അവർ പറഞ്ഞു ഇതിൽ സബ്ജക്റ്റ് ക്ലിയർ ചെയ്യാനുള്ളതുണ്ട്. കാരണം നിങ്ങൾ ഈ പറഞ്ഞ 25 വയസ്സ് എന്ന് ഇയാളെ പറയുന്നുണ്ടെങ്കിൽ അത് എഞ്ചിനീയറിംഗ് അറിയുമ്പോൾ എഞ്ചിനീയറിംഗ് 25 വയസ്സ് എന്നുള്ള കാറ്റഗറൈസിട്ട് നിങ്ങൾ എടുക്കുന്നത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞുകൊണ്ടാണ്, എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് എല്ലാ സബ്ജക്റ്റും ക്ലിയർ ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങളെ ഇപ്പം ചെയ്യാൻ പറ്റാത്തതെന്നുള്ള അവസ്ഥ വന്നു. അതായത് ഇങ്ങനൊരു കേസ് ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റിയത്. IME-ന്റെ ക്രൈറ്റീരിയ ഉണ്ട്. IME-നല്ല ശരിക്കും DG-യുടെ ഇതാണ് ശരിക്കും. IMU സത്യം പറഞ്ഞാൽ GME-ക്ക് IME-ന് പക്ഷേ ഇവർക്ക് ഇപ്പോൾ ഇവരുടെ IME DNS-ലേക്ക് മാറ്റുന്നതിൽ നമ്മളിപ്പോൾ DG-യുടെ ഒരു ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ആംഗ്ലോ ആയിക്കോട്ടെ ഞങ്ങളായിട്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളൊരു അഫിഡവിറ്റ് നമ്മുടെ ക്രൈറ്റീരിയ ഇന്ന ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ കുട്ടിയെ എടുക്കാൻ പോകുന്നത് എന്നൊരു ഇത് നമ്മൾ ഫയൽ ചെയ്യണം അവിടെ. അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് സാധാരണ രീതിയിൽ കുട്ടികൾ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിന് മുകളിലോ അല്ല താഴത്തോ ക്രൈറ്റീരിയ എടുക്കണമെന്നുണ്ടെങ്കിൽ
അതിന് നമുക്ക് എന്തെങ്കിലും എക്സംഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ 120 പേരിലേക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് വേണ്ടി എക്സംഷൻ പൊതുവെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചെയ്യാറാണ്. ആ ഒരു കാൻഡിഡേറ്റിലെ വേറൊരു കാൻഡിഡേറ്റ് കിട്ടും, ക്വൈറ്റ് നാച്ചുറൽ. നമുക്ക് ചെയ്യാലോ. IMU-ല് ഈ പ്രശ്നമുണ്ട്. IMU-യുടെ കാര്യം തന്നെ പറയാം. IMU-ല് ഈ ഒരു പ്രശ്നമുണ്ട്. അത് ക്ലിയർ കട്ടായിട്ടൊരു പിക്ചർ നമുക്ക് കിട്ടിയിട്ടില്ല. വി നെവർ ഗോട്ട് എനിത്തിങ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കറക്റ്റായിട്ട് ഒരു റിട്ടേൺ മെയിലിലോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലോ ഒരു പ്രിന്റൗട്ടിലോ നമുക്ക് കിട്ടിയില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. പക്ഷെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതാണ്, 5 ഇത് ക്ലിയർ ചെയ്യാനുള്ളതുകൊണ്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, ലെറ്റ് ഹിം വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ബാച്ച് എന്നാ പറഞ്ഞു. കാരണം ഞാൻ ഈ സാധനം IMU-ല് മെസ്സേജ് അയച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ +2-ല് അപ്പോൾ ഇവരുടെ ക്വാളിഫിക്കേഷൻ +2 ആവും. +2 ബേസ്ഡ് ആയിട്ട് അപ് ടു 25 ഇയേഴ്സ് ഇവർക്ക് ചേരാൻ പറ്റും. പക്ഷേ ഈ സ്പോൺസർഷിപ്പിലേക്ക് വരുമ്പോൾ പല കമ്പനിക്കും ഏജ് ലിമിറ്റ് മാറും. അതായത് ഇപ്പോൾ MSc-ക്കൊക്കെ MSc പറയുവാണെങ്കിൽ MSc-ക്ക് 19 ഇയേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ 22 ഇയേഴ്സ്. അതുപോലെ സമുദ്രയ്ക്ക് എനിക്ക് തോന്നുന്നു 19 ഇയേഴ്സ് ആണെന്ന് തോന്നുന്നു. എത്രയാണ് ഏജ്? 22. ആ ഡിഗ്രി എന്താണെങ്കിലും PSC ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് അതിന്റെ ഒരു ഏജ് ലിമിറ്റിന്റെ കാര്യം വരുന്നത്. എനിക്ക് എന്റെ അറിവിൽ IMU എഴുതാൻ പറ്റും. അത് നമുക്ക് ഒന്നുകൂടി കൺഫേം ആക്കാം. നമുക്ക് ഒന്നും കൂടി അഡ്മിഷൻ യു ക്യാൻ റൈറ്റ് IMU. പക്ഷേ പാഷൻ അല്ലെങ്കിൽ ഞാൻ പറയുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ 2 സബ്ജക്ട് എഴുതിയെടുക്കുക. അതായിരിക്കും എന്തായാലും 4 കൊല്ലം പഠിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും അത് എഴുതിയെടുക്കുക. അതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. വെറുതെ നിങ്ങൾ എഞ്ചിനീയറിംഗ് 4 കൊല്ലം പഠിച്ചത് കൊണ്ടൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൂടെ ആയ സ്ഥിതിക്ക് ഞാൻ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ GMക്ക് ജോയിൻ ചെയ്യാൻ പറയുന്നത് എന്നെ എന്തൊക്കെ ചോദിച്ചാൽ. പക്ഷെ പാഷൻ ഇല്ലെന്നല്ലേ പറഞ്ഞു. പക്ഷെ വേറെ ഡൗട്ട് ഉണ്ട് സാർ, എല്ലാവർക്കും ഡൗട്ടാണ്. ഇപ്പോൾ ഇങ്ങനെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വന്നവരുണ്ട്, +2 കഴിഞ്ഞിട്ട് വന്നവരുണ്ട്, ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നവരുണ്ട്. ഇപ്പൊ ഇവരുടെയൊക്കെ ചാൻസസ് കുറയുമോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അങ്ങനെ ഒരു വിത്തിന്റെ ഇടയ്ക്കുണ്ട്. ഒരു ബാച്ച് ജോയിൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ശരി, എല്ലാവരും എന്ത് കഴിഞ്ഞാലും ശരി, പഠിക്കാൻ പോകുന്ന DNS ഉണ്ടെങ്കിൽ എല്ലാം ഒരേ ബാച്ചിൽ ഒരേ ഇതിനകത്തായിരിക്കും. അത്രേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. പിന്നെ മേ ബി കുറച്ചും കൂടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ചും കൂടെ മേ ബി ആ ഒരു സബ്ജക്ട്സ് കുറച്ചും കൂടെ ചിലപ്പോൾ 12th കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനേക്കാളും ഇവരിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് ഒരു അഡ്വാൻസ് ഫിസിക്സ് അല്ലെങ്കിൽ അഡ്വാൻസ് കെമിസ്ട്രി മാത്സ് കുറച്ചും കൂടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ചും കൂടെ ഈസി ആവാൻ ചാൻസ് ഉണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ പറഞ്ഞ പോലെ 10-12 പേപ്പർ ഉണ്ടല്ലോ, ഇതൊക്കെ പാസ്സാവാനായിട്ടൊക്കെ എളുപ്പമുണ്ട്. നിങ്ങൾക്ക് 12 പേപ്പർ ഉണ്ട്, ഫസ്റ്റ് സെക്കൻഡ് സെമിസ്റ്ററിൽ. അതൊക്കെ പാസ്സായിട്ട് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് കുറവായിരിക്കും നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി. പക്ഷെ അതുകൊണ്ട് വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. നിങ്ങളും അവരും ഏജ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒരേപോലെ തന്നെയാണ്. DNS കഴിഞ്ഞ 18 മാസം, BSc നോളജ് സയൻസ് 12 മാസം. അതെല്ലാവർക്കും സെയിം ആണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ചോദ്യമാണ് നമ്മുടെ ബാച്ചിലുള്ളതാണ്. ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് DNS എടുക്കാൻ പറ്റും. ലിറ്ററേച്ചറാണ് അവൻ പഠിച്ച ഡിഗ്രി, അത് കഴിഞ്ഞിട്ട് DNS എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റും. പക്ഷേ ഏജ് ലിമിറ്റ്, ഈ ഏജ് ലിമിറ്റ് ഇഷ്യൂ വരും. അതായത് ലിറ്ററേച്ചർ ആ ഒരു ഇതിൽ വരുന്നതല്ല. അപ്പോൾ BSc ഫിസിക്സ് വരും, BSc കെമിസ്ട്രി വരും, BSc ഇലക്ട്രോണിക്സ് വരും, BSc മാത്തമാറ്റിക്സ് വരും, അതുപോലെ BTech വരും. പക്ഷേ ഈ സാധനം ആ ലിമിറ്റിലില്ല. പക്ഷേ അന്ന് +2 ബേസ്ഡ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അതാണ് ഇഷ്യൂ. അപ്പോൾ ഏജ് ലിമിറ്റിന്റെ ക്രൈറ്റീരിയ വരുമ്പോൾ സ്പോൺസർഷിപ്പ് എത്രയാണ് കൊടുക്കാൻ പറ്റുമോ അതിന് മാത്രമാണ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏജ് എത്രയായി? 20+ ആയിട്ടുണ്ടാവില്ലേ? 23. അതാണ് ഇഷ്യൂ. അപ്പോൾ പല സ്പോൺസർഷിപ്പിന് ഇങ്ങനെ അപ്പയർ ചെയ്യാൻ പോലും സാധിക്കില്ല. എനിക്ക് തോന്നുന്നു ആംഗ്ലോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം ആംഗ്ലോ മാത്രമേ 25 വരെ എടുക്കുകയുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ഡൗട്ട് ഉള്ളവരൊക്കെ ചോദിച്ചോട്ടോ. നമുക്ക് വെക്കുന്ന കേട്ടില്ല. ഓക്കെ. My name is Munawar. I am coming from Ernakulam. My name is Munawar Mazin. I am from Kerala. എൻ്റെ പേര് ഗാംറോയ്. എൻ്റെ വീട് അടുത്തന്നെയാണ്, എറണാകുളം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. എൻ്റെ പേര് ജൂഡ്. ഞാൻ ഇടപ്പള്ളി. എൻ്റെ പേര് ഗൗതം, കോട്ടയത്തുള്ള. കോട്ടയം. എൻ്റെ പേര് അബി തടേശൻ, വൈക്കം. എൻ്റെ പേര് ആരിഷ്. ഞാൻ ഇവിടെ വൈക്കുന്നത്. എൻ്റെ പേര് കെവിൻ. എൻ്റെ പേര് ലക്ഷ്മി, തിരുവോണത്തിൽ. എൻ്റെ പേര് മനീഷ, കോട്ടയം. എൻ്റെ പേര് ആദിത്യ, ഞാൻ
സർ, എൻ്റെ പേര് അനിലവ് വർമ്മ. ഞാൻ തിരുവല്ല. എൻ്റെ പേര് ടെച്ചാർ, കണ്ണൂരിൽ നിന്നും. എൻ്റെ പേര് അനിത, ഞാൻ കോട്ടയം. എൻ്റെ പേര് ഞാൻ കൽപ്പമാണ്. സാർ, എൻ്റെ പേര് മാത്സ്, ഞാൻ Sir, my name is Alan Roddick from Texas. അഭിമന്യുനോ ഗൗതമേന്ദ്ര സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് പതുക്കെ. ആ, ബിപിൻ പീറ്റർ അല്ലേ? ആ, എല്ലാവർക്കും കുറെ സംശയമുണ്ട്, പക്ഷെ എല്ലാവർക്കും മടിയാണ് ചോദിക്കാൻ. ഒരാൾ രണ്ടുപേര് ചോദിച്ചോണ്ടല്ലോ നമുക്കിത് പോകാൻ പറ്റില്ല ഇന്ന്. ആ, ഇനി ഒരു വട്ടം കോഴിച്ച ക്വസ്റ്റ്യൻ ചോദിക്കും. ആ, അതന്നെ. ഇപ്പൊ വാട്സാപ്പിൽ ഇപ്പൊ തന്നെ ഒരു 10-15 ക്വസ്റ്റ്യൻ ചോദിക്കും, പക്ഷെ നേരിട്ട് ചോദിക്കില്ല. ഇതാണ് ഏറ്റവും വലിയൊരു ഇഷ്യൂ, നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പൊ ഒറിജിനലാണ്, ആരും ഇപ്പോ ഒറിജിനൽ ആയിട്ടില്ല. ദാറ്റ്സ് എ മെയിൻ ഇഷ്യൂ. സാറ് പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റൻ, സാർ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിന് പോയി കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുമോ? അങ്ങനെ എല്ലാവരും പറയുന്നുണ്ടല്ലോ. ഞാൻ അതിന് പൊക്കോട്ടെ, ഇംഗ്ലീഷ് ഹൗസോ മിത്ര ഹൗസോ എന്തൊക്കെയോ കുറെ ഉണ്ട്. ആ, 10 ദിവസം കൊണ്ട് എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കണം, എല്ലാവരും റെഡിയാണ്. എല്ലാവർക്കും ക്യാപ്സ്യൂളാണ് വേണ്ടത്, അതായത് ക്യാപ്സ്യൂൾ പഠിക്കാൻ ഇംഗ്ലീഷ് സംസാരിക്കണം. പക്ഷെ ആരും സംസാരിക്കാൻ റെഡിയല്ല. ആ, യെസ്, എല്ലാവർക്കും ക്യാപ്സ്യൂളാണ് വേണ്ടത്. അത്രയും ഫാസ്റ്റ് വേൾഡാണ്. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇപ്പൊ സാധാരണ ഷോർട്സ് എടുത്തില്ലേ, മറ്റേ വീഡിയോക്ക് റീച്ച് ഓർമ്മ നമ്മൾ ഷോർട്സിലേക്ക് പോയത്. അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. എല്ലാവർക്കും ഇപ്പോൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണ്, എല്ലാവർക്കും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങളാണ്. ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ബ്രില്യൻസ് എന്നെ ഒത്തിരി ഗൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കരിയർ ചേഞ്ച് ചെയ്യുന്ന വന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഒരു IT ഫീൽഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ജസ്റ്റ് എൻ്റെ ഒരു അടുത്ത ഭാഗമായിട്ട് ഞാൻ പുറത്തു പോകാനായിട്ടൊക്കെ ഇരുന്ന സമയത്ത് ജസ്റ്റ് ഈ ഏജിൻ്റെ ഒരു ഏജ് ലിമിറ്റ് ആയി വരുമായിരുന്നു എൻ്റെ ഈ ജോയിൻ ചെയ്യാനായിട്ടുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് വിൻ സാറിനോട് ചോദിച്ച്, അപ്പം എന്നോട് പറഞ്ഞ് ഇങ്ങനൊരു കയറാൻ പറ്റും. പക്ഷേ ഞാനങ്ങനെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടും എനിക്ക് ഈ +2 ടച്ച് എല്ലാം വിട്ടുപോയി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്ലാസ് അങ്ങനെ ഹെൽത്ത് കുറച്ചുകൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും, കാരണം എൻ്റെ ഈ +2 ടച്ച് എല്ലാം വിട്ടുപോയതാണ്, കുറേ വർഷങ്ങളായതാണ്. അപ്പം അതിനനുസരിച്ച് എന്നെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ റാങ്ക് വന്നപ്പോൾ രാത്രി 2-3 മണി സമയത്തൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റാങ്ക് ഇത്തിരി കുറവായിരുന്നു, പക്ഷെ എന്നാലും ആ സമയത്തും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ഇപ്പം DNS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ സെക്കൻഡ് സെമ്മാണ്. ഞാനിപ്പോൾ യൂറോടെക്കിലാണ്, യൂറോടെക് മാത്തമാറ്റിക്സിലാണ്. ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു. താങ്ക് യു. സംസാരിക്കാൻ വേണ്ടി വന്നതല്ല, കാല് കുറച്ച് കഷ്ടപ്പെടാം, എഴുന്നേറ്റ് നിന്നാ. അഭിമന്യു എന്തോ സംസാരിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ലേ? നോ ഇഷ്യൂസ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് പറ. പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണല്ലോ എല്ലാവരും, കുറെ പേര്. മൈ നെയിം ഈസ് അഭിമന്യു. എല്ലാവർക്കും അറിയാം, നമ്മൾ ക്ലാസ്സിൽ എല്ലാവരും കാണുന്നതാണ്. സോ ഞാൻ മർച്ചൻ്റ് നേവിക്ക് വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയാണ്. ഞാൻ NDAക്ക് പ്രിപ്പയർ ചെയ്തിരുന്നു. സോ അച്ഛനേക്ക് മനസ്സിലായി NDA കിട്ടിയില്ല. സോ അവർ ഒരു ദിവസം എന്നോട് ഒന്ന് പറഞ്ഞു ഞാൻ എന്താ ഭാവി പ്ലാൻ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മേൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ടിൻ്റെ അതേപോലെ മോൻ അതേപോലെ മർച്ചൻ്റ് നേവിയിലായിരുന്നു. അങ്ങനെയാണ് ഞാൻ എനിക്ക് വന്നത്. അവരോട് ചോദിച്ച് കാര്യങ്ങൾ ചോദിച്ച് അങ്ങനെ വന്നതാണ്. പിന്നെ IMUCT അങ്ങനെ കൊടുത്ത് പ്രിപ്പയറായി അങ്ങനെ ചെയ്തു വന്നു. പിന്നെ ഫസ്റ്റ് ഞാൻ കൊടുത്ത ആംഗ്ലോജിൻ്റെ എക്സാം ആയിരുന്നു. അഫ്കോഴ്സ് ഞാൻ ഫെയിലായി. 2 പ്രാവശ്യം ആംഗ്ലോജിഷൻ കൊടുത്തു, 2 പ്രാവശ്യം ഫെയിലായി. സോ അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നടക്കൊന്നുമില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക. അപ്പോൾ പിന്നെ സമുദ്രേൻ്റെ കൊടുത്തപ്പോൾ ഓക്കെ. സോ അതിന് ശേഷമുള്ള ഞാൻ 2 എക്സാം ഞാൻ ക്ലിയർ ചെയ്തു, 2 സ്പോൺസറായി.
ഇവിടെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഏത് കമ്പനി ചൂസ് ചെയ്യണം, എങ്ങനെ ജോയിൻ ചെയ്യണം. അപ്പോൾ ബിബിൻ സാർ എന്നെ ഹെൽപ്പ് ചെയ്ത് ആ ടൈമിൽ ബിബിൻ സാറിനായിട്ട് ഞാൻ ഒന്ന് കോൺടാക്ട് ചെയ്തായിരുന്നു. ഞാൻ ഫസ്റ്റ് ഷിപ്പ് ചെയ്ത് ടാങ്കറാണ്. സോ ഗൗതം പറഞ്ഞാൽ തന്നെ ബോട്ടിൽ ഇറങ്ങാവും, അങ്ങനെ ഭയങ്കര എക്സ്പെക്ടേഷനോട് പോയതായിരുന്നു ഞാൻ ഷിപ്പിക്ക്. ബട്ട് വെൻ ദ റിയാക്ട് ബീറ്റ്സ് ഡിഫറെൻ്റ് തന്നെയായിരുന്നു ലൈഫ്. കാരണം ഷോർട്ട് വോയേജ്, പിന്നെ പോർട്ട് എത്തുമ്പോൾ ഭയങ്കര ഹെക്ടിക് ആയിരുന്നു ലൈഫ്. അതുകൊണ്ട് ഒരിക്കലും എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ആരും ഈ ഫീൽഡിലേക്ക് വരാതിരിക്കുക. എക്സ്പെക്ടേഷൻ അപ്പുറത്ത് ലൈഫുണ്ട്. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നമ്മൾ ക്ലാസ്സിൽ എപ്പോഴും പറയുന്നതാണ്. സോ ഇപ്പോൾ ഡൗട്ട് ചോദിക്കണം എന്ന് ആർക്കും ഉണ്ടെങ്കിൽ ചോദിക്കുക. കാരണം ഈ കോൺഫിഡൻസ് ഇൻ്റർവ്യൂവിന് തന്നെയാണ് വേണ്ടത്. ഞാൻ എല്ലാവരും ക്ലാസ്സിൽ എപ്പോഴും പറയുന്നതാണ്, ഇൻ്റർവ്യൂവിന് മെയിനായിട്ട് വേണ്ട കോൺഫിഡൻസ് ആണ്. അതില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. എത്ര ആൻസർ പറഞ്ഞാലും ആ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പോയി. പിന്നെ അപ്പിയറൻസ് എല്ലാ കാര്യങ്ങളും. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു. സമയം കൂടെ നമ്മൾ തരിക. ബ്രദർ പേരൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ആരോഗ്യം ഇവർക്കൊരു ഐഡിയ ഉണ്ടോ? നമുക്കൊരു സംശയം ഉണ്ടോ മനസ്സിൽ എന്തൊക്കെയാണെങ്കിലും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അങ്ങനെ ഒരിക്കലും ഞങ്ങൾ പരിഗണിക്കുന്നില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ ഒട്ടും പരിഗണിക്കാറില്ല. ഓക്കെ, അതായത് ഇന്റർവ്യൂവിൽ നിങ്ങൾ 60 എടുത്താലും ശരി, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് 60 വേണം. അത് കട്ട് ഓഫ് ആണ്, IMD റൂളാണ്. വി കനോട്ട് ഗോ ബിലോ ദാറ്റ്. പക്ഷേ അതിനൊരു പരിഗണന. നിങ്ങൾ 60 എടുത്താലും ശരി, 80 എടുത്താലും ശരി, ഞങ്ങൾ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഒരു 90-95 മാർക്ക് വാങ്ങിച്ച കുട്ടികളുണ്ട്. കുറേ പേരൊക്കെ ഞങ്ങൾ മിക്കവാറുള്ള റിജക്റ്റ് ആവാറുണ്ട്. കഴിയുന്ന ഒരു 60-75 ആളുകളാണ് സാധാരണ രീതിയിൽ കൂടുതലും സെലക്ട് ആവാറുള്ളൂ. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തുകൊണ്ട് ഒരു 60-70%, 100 പേരിൽ 60-70% ചിലപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളായിരിക്കും ചേരും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ കൂടുതലും ഇന്റർവ്യൂവിൽ നമുക്ക് നോക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് മനസ്സിലാവും ദേ ആർ ജസ്റ്റ് ബുക്ക് വോംസ് എന്ന് വെച്ചാൽ എന്താ പറയുക, പുസ്തകം പുഴു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാൻഡിഡേറ്റ് ഇവിടെ കിട്ടിയിട്ട് അറിയാലോ, ഓൺബോർഡ് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കാൻഡിഡേറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ മാർക്സിന് മാത്രമായിട്ട് നമ്മൾ നോക്കാറുണ്ട്. ഒരിക്കലും ബേസിക് ഐഡിയ വേണം. ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് ബേസിക് ഐഡിയ വേണം. ഇപ്പോൾ ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇൻ്റർവ്യൂവിൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ ടെക്നിക്കലി ചോദിക്കാറില്ല. കാരണം ഞാൻ ടെക്നിക്കലായിട്ടുള്ള ആളല്ല. അപ്പോൾ HR ക്വസ്റ്റ്യൻ ആണ്. ടെക്നിക്കലിൽ കൂടെ ഇരിക്കുന്ന ക്യാപ്റ്റൻസോ ചീഫിനെ ചോദിക്കുമ്പോൾ അവർക്കൊരു പക്ഷേ ക്വസ്റ്റ്യൻ അറിയാനൊക്കും, അതിന് ആൻസർ പറയാനൊക്കും. പക്ഷേ പറയാനുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ പേപ്പർ പേരെടുക്കുന്നത് വരച്ച് കാണിക്കും, എഴുതി കാണിക്കും. വാട്ട് വി എക്സ്പെക്ട് ഈസ് ആൻസർ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടോ, നിങ്ങൾക്ക് അതിന് ആൻസർ പറയാനുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് പറയുന്നുണ്ടല്ലോ, പിന്നെ രണ്ടാമതുള്ള കാര്യമാണ്. അത് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആദ്യം പറഞ്ഞിട്ടുണ്ട്, പലരും ആദ്യമായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അത് എഴുതി കാണിക്കുകയോ വരച്ച് കാണിക്കുകയാണെങ്കിൽ വി നീഡ് ആൻ ആൻസർ. അല്ലെങ്കിൽ സംടൈംസ് ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആ ക്വസ്റ്റ്യന് ചിലപ്പോൾ തെറ്റായ ആൻസർ ആയിരിക്കും നിങ്ങൾ പറയുന്നത്. ബട്ട് അറ്റ്ലീസ്റ്റ് യു ഷുഡ് ബി ഏബിൾ ടു ജസ്റ്റിഫൈ ദാറ്റ് വൈ യു അറൈവ്ഡ് ഓൺ ദാറ്റ് ആൻസർ. നിങ്ങളുടെ തെറ്റായ ആൻസർ ഉണ്ടെങ്കിൽ അതിന് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവും. ഞാൻ എൻ്റെ ചിന്ത ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ആൻസർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോലും we may consider your answer even it's a wrong answer if you are able to justify your answer. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് അതിപ്പോൾ കൂടുതലും ടെക്നിക്കലിനേക്കാളും ഒരു HR ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ ആയിരിക്കില്ല നിങ്ങൾ പറയുന്നത്, നേരെ ഓപ്പോസിറ്റ് ആൻസർ ആയിരിക്കും പറയുന്നത്, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അതിന് നിങ്ങളുടെ മെൻറ്റാലിറ്റി വെച്ച് നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ട് നോക്കും. അപ്പോൾ മാർക്സ് എന്നുള്ളൊരു പ്രശ്നമല്ല പൊതുവേ. ഇവിടെ ഞങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, മാർക്സ് കട്ട് ഓഫ് മാർക്ക് ഉണ്ടല്ലോ, 60% ഉള്ളൂ. അത് ഞങ്ങൾ മാർക്ക് ചെയ്യിടാറില്ല. എല്ലാവർക്കും 60 ഉണ്ടോ മിനിമം ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. അല്ലാതെ 70-80 കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കുറേ പേര് മിക്കവാറും പറഞ്ഞ വിശ്വസിക്കില്ല, സ്റ്റേറ്റ് ലെവലിൽ എന്താ പറയുക 1200 മറ്റാണ് മാർക്ക്. 3rd റാങ്ക്, അപ്പോൾ ഞാൻ പറഞ്ഞാണ് 3rd റാങ്ക് ഉള്ള പയ്യനായിരുന്നു. അങ്ങനെ റിജക്ട് ചെയ്തു. ഹി വാസ്
നോട്ട് അപ് ടു അവർ എക്സ്പെക്ടേഷൻ. സോ അതുകൊണ്ട് മാർക്ക് കൊണ്ട് മാത്രം ഒരു കാര്യമില്ല. സോ മാർക്സിൽ 60 കിട്ടണം, അത് കട്ട് ഓഫ് ആണ്. ആൻഡ് ആദ്യം പറഞ്ഞ പോലെ മിക്കവാറും ഉള്ളവർ 60, 75%, 80% ഉള്ളിലുള്ള ആൾ. അതിന് മുകളിലുള്ള ആൾക്കാർ പൊതുവേ എന്തുകൊണ്ടോ വളരെ കുറവ് മാത്രമാണ് സെലക്ട് ആവാറുള്ളത്. ഓക്കെ, സോ 60 ആ കട്ട് ഓഫിന് നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അത് ക്രൈറ്റീരിയ നമ്മൾ മാർക്ക് കൊണ്ട് മാത്രം കാര്യമായിട്ടോ. നമ്മൾ കാൻഡിഡേറ്റ് എങ്ങനെയുണ്ടെന്നുള്ളതാണ് നോക്കുന്നത്, അല്ലാതെ മാർക്സിന് അങ്ങനെ ഒരു കട്ട് ഓഫ് ഒന്നുമില്ല. പിന്നെ അത് വരാറുണ്ട്. എങ്ങനെയാണ് ആ ഒരു 60% ഞങ്ങളുടെ ചില ബാച്ചിൽ സ്കോളർഷിപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ പാസ്സാകുമ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ഇത് വയ്ക്കും, അതല്ല സ്കോളർഷിപ്പ് എക്സാമിനേഷൻ വയ്ക്കാറുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈയിടെയായിട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ വയ്ക്കുമ്പോൾ ഈ അതായത് ടോട്ടൽ ഫീസിൽ നിന്ന് കുറച്ച് നല്ലൊരു റിഡക്ഷൻ ഉണ്ടാവും. ഓൾമോസ്റ്റ് 50% എടുക്കുന്ന റിഡക്ഷൻ കൊടുക്കാറുണ്ട് ഈ സ്കോളർഷിപ്പ് കിട്ടും. അങ്ങനെ ഒരു സമയത്ത് ആ സ്കോളർഷിപ്പിന് എലിജിബിലിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നോക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ +2 മാർക്ക്, 10th മാർക്ക്, +2 മാർക്ക്, IMCT മാർക്ക്, ഞങ്ങളുടെ ഇവിടുത്തെ എൻട്രൻസ് മാർക്ക്, അതെല്ലാം നോക്കാറുണ്ട്. അല്ലാത്ത പക്ഷം ജനറൽ ആയിട്ടുള്ള കേന്ദ്രത്താണെങ്കിൽ ഈ പറഞ്ഞ മാർക്കിന് വലിയ പ്രാധാന്യം ഞങ്ങൾ പൊതുവെ കൊടുക്കാറില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ കാര്യം ഓർക്കാണ്. വർഷങ്ങൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാനൊന്നും എല്ലാവർക്കും കഴിവുള്ള സമയമല്ല. മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയെ. അപ്പോൾ ഈ 5 ഇയർ LLB കോഴ്സ് വരുന്നതാണ്. എറണാകുളം ലോ കോളേജിൽ വെച്ച് ഞങ്ങളുടെയൊക്കെ ഒരു സ്റ്റുഡൻറ്റ് പോയി. അവർ രാഷ്ട്രീയപരമായി നല്ല കോളേജിൽ പഠിക്കുന്ന കാലത്ത് നല്ല വാഗ്മിയായിരുന്നു. ഇപ്പോഴും അദ്ദേഹം സർവീസിലുണ്ട്, നല്ല ഇതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ GD, അന്ന് ആദ്യമേ ഇറങ്ങുന്ന സമയമാണ്. GD എന്നാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ, പുള്ളിക്ക് അറിയാൻ പാടില്ല GD എന്നാണ്. എന്തെങ്കിലും ആയിട്ട് പോയി അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകും. അവിടെ ചെന്ന് ചോദിച്ചതെന്ന് വെച്ചാൽ ഡവറി സിസ്റ്റം, ഈ ഡവറി സിസ്റ്റത്തെ പറ്റിയാണ് പറയുന്നത്. പുള്ളിക്ക് സത്യമായ BSc കഴിഞ്ഞ ആള്, BSc 3 ഡിഗ്രി കഴിഞ്ഞാൽ ഈ ഡവറി സിസ്റ്റം എന്നാണ് പുള്ളിക്ക് ഡവറി എന്നുള്ളതിൻ്റെ അർത്ഥം അറിയാൻ പാടില്ല. പക്ഷെ വളരെ മനോഹരമായിട്ട് ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്തു ഡവറി സിസ്റ്റത്തെ പറ്റി. അതിന് നല്ലതുമാണ് ചീത്തയാണെന്നുള്ള രീതി പറഞ്ഞു. എന്നാ അറിയില്ല. വൈകുന്നേരം ബസ് കയറി ഇറങ്ങി പിറവത്ത് വന്നിട്ട് എന്നെ വിളിച്ചു, സാറേ ഞാൻ അവിടെ സാറേ ഈ ഡവറി എന്ന് പറഞ്ഞാൽ എന്നാ? എടാ അറിയില്ലേ, സ്ത്രീധനം. ഓ അതാണോ? ഞാൻ പറഞ്ഞു ഒപ്പിച്ചു. 5 റാങ്കാണ് ഇന്റർവ്യൂ കിട്ടുക. അപ്പൊ സാറ് പറഞ്ഞാല് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുക ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ സെൽ യുവർ സെൽഫ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സെൽ യുവർ സെൽഫ്, നിങ്ങളെ വിൽക്കുക. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ബാച്ചിലൊരു കുട്ടി, കഴിഞ്ഞ ഏതോ ഒരു ബാച്ചിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഉദാഹരണം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം. ഒരു മകനും അപ്പനോട് ഒരിക്കലും ചെയ്തില്ല. മിക്കവാറും നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ, ഞങ്ങളുടെ എന്ന് പറയത്തില്ല, തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു 10, 12, 14 വയസ്സാകുമ്പോൾ ആൺപിള്ളേരുടെ ഏറ്റവും വലിയ ശത്രു അപ്പനാണ്. കാരണം എന്താ കാരണം എന്നാ? അപ്പം പറയണ പോലെ നമ്മളിവിടെ 2 പേർക്ക് ഒരു ചോദ്യം, ഈ മക്കൾ എന്നെ ഇങ്ങനെ, അപ്പം നമ്മൾ ഈ അപ്പൻ എന്നാ ഇങ്ങനെ. ഇതാണ് നമ്മുടെ പ്രശ്നം. ഒറ്റ ചോദ്യമുള്ളൂ, എന്താണ്? അതാണ് നമ്മൾ പറയണേ എന്നാണ് ഈ പറയുന്ന ജനറേഷൻ ഗ്യാപ്പ്. അതവിടെ നിൽക്കട്ടെ, അതില്ല. ഈ എന്ത് ചെയ്താലും വഴക്കാം. ഒരു മുറിയിൽ നിന്ന് ലൈറ്റ് ഓഫ് ചെയ്യാതെ പോയാൽ കാർഡിയാർഡിന്റെ വില നിനക്കറിയോ? ബാക്കിയുള്ള പാടത്ത് പണിയെടുത്തുണ്ടാക്കിയത് കളഞ്ഞാൽ മതിയല്ലോ. ഓ സ്വിച്ച് ഓഫ്. എങ്ങനെ ടാപ്പ് തുറന്ന് വെള്ളം ഒറ്റ വില്ല, അതിനും ചീത്ത. അപ്പോൾ ഇവനൊരു ഇന്റർവ്യൂവിന് പോവാം. അപ്പൻ പറമ്പിൽ വാഴയ്ക്ക് തടം വിട്ട. അപ്പനോട് പോയി ചോദിക്കാനൊന്നും പോയില്ല. ഞാൻ ഇന്റർവ്യൂവിന് പോവാന്നൊന്നും പറയാനൊന്നും പോയില്ല. കാരണം ഇവനറിയാം നല്ല അക്കാഡമിക് ഇതുണ്ട്, മെറിറ്റ് ഉള്ളതുകൊണ്ട് തീർച്ചയായും ഈ ഇന്റർവ്യൂ അവൻ പാസ്സാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചു. ഞാൻ ഏതോ ബാച്ചിൽ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്ന സംഭവം ഓർക്കണില്ല, സമയം കിട്ടിയ ബാച്ചിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില ബാച്ചിൽ പറയുമ്പോഴത്തേക്കും പിള്ളേർ ഇങ്ങനെ ഇരിക്കും, അപ്പോൾ നമ്മൾ ഓർക്കും നിർത്തിയേക്കാം. അപ്പോൾ ഈ മകൻ അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചു പോയി. അവിടെ ചെന്ന് ഇവൻ പോകുമ്പോൾ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ, സാർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ പറയുന്ന വേറെ വ്യത്യാസമൊന്നുമില്ല. കോമ്പൗണ്ടിലേക്ക് കയറി ചെല്ലപ്പോഴാണ് ഒരു ഓസി എന്ന പൈപ്പ് പുറത്ത് പോവുക, വെള്ളം പോവുക. ഉടനെ അപ്പൻ്റെ ഒച്ച കേട്ടു, വെള്ളം ഓഫ് ചെയ്തു. അങ്ങനെ ചെന്ന് പുള്ളി ഉച്ച സമയമാണ്, കോറിഡോറിലൂടെ ചെല്ലുമ്പോഴേ ലൈറ്റ് 3 തെളിഞ്ഞു. പുള്ളി 3 ഓഫാക്കി. അടുത്തിരുന്നവര് പുള്ളി ഒന്നും മിണ്ടണം, 1 2 ചോദ്യമൊക്കെ ചോദിച്ചു. ഇവന്റെ സമയം വന്നു, ഇന്റർവ്യൂവിന് ചെന്നു കഴിഞ്ഞപ്പോൾ യു ആർ സെലക്റ്റഡ്. അപ്പോൾ ഇവൻ അമ്മത്തോട് എന്നെ സെലക്ട് ചെയ്തു, എന്നോട് ഒന്ന് ചോദിച്ചു, നിങ്ങൾ ഇന്റർവ്യൂ നടത്തുക. ഇന്റർവ്യൂ കഴിഞ്ഞു,
എന്താണ് നിങ്ങൾ ചെയ്തത്? ഞങ്ങൾ ഈ കോമ്പൗണ്ടിൽ നിങ്ങൾ വരുമ്പോൾ മുതലുള്ള എല്ലാ കാര്യങ്ങളും വായിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പുണ്ടായിരുന്ന എത്രയും കാൻഡിഡേറ്റ്സ് ഇവിടെ ഉണ്ടായിട്ട് ആർക്കും തോന്നിയില്ല ആ ഹോസ്റ്റലെ അല്ലെങ്കിൽ പൈപ്പ് ഓഫ് ചെയ്യാനോ ലൈറ്റ് ഓഫ് ചെയ്യാനോ. അപ്പോഴാണ് ഈ അപ്പൻ്റെ ഗുണം മകനുണ്ട്. ഉടനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പനെ കാണാനില്ല. അപ്പം പാടത്ത് തന്നെയാണ്. വേഗം ചെന്ന് കെട്ടിപ്പിടിച്ച് അപ്പം പറയുന്നുണ്ട് മുഷിഞ്ഞ വേഷമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ അപ്പൻ്റെ മകൻ്റെ കഥ അവിടെ നിൽക്കട്ടെ. അപ്പോൾ കഥകളെല്ലാം വേണമെങ്കിൽ സമയം കിട്ടും എബ്രാത്തിനോട് ചോദിച്ചാൽ മതി. എൻ്റെ കഥകളുടെ സ്റ്റോക്കൊക്കെ എബ്രാത്തിൻ്റെ എടുത്തിട്ട്. അപ്പോൾ അതിനേക്കാൾ ഉപരി നമ്മൾ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞതുപോലെ നിങ്ങൾ വരുന്നത് മുതൽ അല്ലേ നമ്മൾ നോക്കാം. ഒരു ചോദ്യം ചിലപ്പോൾ ചോദിച്ചിട്ടാണ്, നമ്മൾ ഒരു വ്യക്തി വരുമ്പോൾ ആദ്യമായി നോക്കുന്ന എവിടെയായിരിക്കും? ഒരാളുടെ നോട്ടം ആദ്യം ചെല്ലുന്ന എവിടെയായിരിക്കും? കാലിലാണ് ആദ്യത്തെ നോട്ടം. അല്ല വേറെ നിങ്ങളുടെ പെൺപിള്ളേരൊന്നും ഓർക്കണ്ട കേട്ടോ, എന്റെ മുഖത്തേക്ക് നോക്കണേ എന്ന് നോക്കിയാൽ വെറുതെ ആദ്യം നോക്കുന്നത്. അതുകൊണ്ടാണ് ഭംഗിയായ വൃത്തിയുള്ള ഷൂ ധരിക്കണം. നമ്മൾ എപ്പോഴും പറഞ്ഞില്ല, ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇതുപോലെ ഞാൻ IELTS ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞിട്ട് ഒരു സംഭവിച്ചുകൊണ്ടായി. IELTS ശരിക്കും പറഞ്ഞാൽ ഡ്രസ് കോഡ് ആവശ്യമില്ല. നമുക്ക് ഒരു ഡ്രസ് കോഡും ആവശ്യമില്ല. പക്ഷേ ഒരു ട്രെയിനർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു, ഒരു ഇന്റർവ്യൂവിന്, അതായത് ഒരു 11 മുതൽ 14 മിനിറ്റ് വരെയാണ് കാൻഡിഡേറ്റ് ഒരു എക്സാമിനറിന് മുമ്പിൽ ഇരിക്കേണ്ടതുള്ളൂ സ്പീക്കിങ്ങിന്. ഇവൻ വന്ന് കഴിഞ്ഞപ്പോൾ എന്നാ അറിയോ, ഒരു ആള് നിറത്തെ കുറ്റമൊന്നുമില്ല, കറുത്ത ടീഷർട്ട്, അതും കോളർലെസ്, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു കടുവയുടെ പടം, ഒരു 3/4 ഇട്ടുകൊണ്ട് വന്നു. അവർക്ക് ഇറക്കി വിടാൻ പറ്റത്തില്ല. ഈ കാൻഡിഡേറ്റിനെ ഇറക്കി വിടാൻ പറ്റില്ല. കാരണം ഒരു സ്കോർ പോലും ഡ്രസ്സിന് കൊണ്ട് കിട്ടുന്നില്ല. IELTS OET കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഡ്രസ്സ് വളരെ പ്രാധാന്യമാണ്. ഗോഡ് മേക്സ് എ മാൻ ബട്ട് ടൈലർ മേക്സ് എ ജെന്റിൽമാൻ. ഇവിടെ ഞാൻ എബ്രാദിനെ ഇരുത്തിക്കൊണ്ട് പറയില്ല, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എല്ലാ ദിവസവും ഇൻസേർട്ട് ചെയ്ത് വന്നുകൊണ്ടിരുന്നൊരു പയ്യനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും വൃത്തിയായി, ഏറ്റവും വൃത്തിയായി ഡ്രസ്സ് ചെയ്തു വരുന്നതിൽ ഒരാളായിരുന്നു. അന്ന് മുതൽ അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം ഞാൻ സാറിനോട് പറഞ്ഞിട്ടിരിക്കുന്നത് ഈ ഡ്രസ് കോഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ ഒത്തിരി പറയാം. അതുകൊണ്ട് സമയം ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇവരുടെ സീനിയർ ബാച്ചിലാണ് എൻ്റെ വിശ്വാസം. 2 പേര് ഞാനൊക്കെ മടുത്ത് പോയിട്ടുണ്ട് യൂണിഫോം ഇടിക്കാൻ വേണ്ടിയിട്ട്. യൂണിഫോം ഇടില്ല. എന്നിട്ട് ഒരു വെള്ളിയാഴ്ച സാറേ നാളെ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ സ്കില്ലിൻ്റെ ക്ലാസ് ഉച്ച കഴിഞ്ഞ് 2 മണിക്കൂർ ഇൻ്റർവ്യൂ സ്കില്ലിൻ്റെ ക്ലാസ് ഫുൾ ടൈം നിന്ന് എടുത്തു കൊടുത്തു. ഓ എല്ലാം മനസ്സിലായി. പിറ്റേ ദിവസം 2 അണ്ണന്മാരും കൂടെ പോയത് എങ്ങനെയാണെന്ന് അറിയാം, യൂണിഫോം ഇട്ടുകൊണ്ട് പോയി. എന്നിട്ടോ മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. ഇതുപോലെ ഈ ഇന്റർവ്യൂ ബോർഡ് ഇവിടെ ഇരിക്കുക, കയറി വന്നു കഴിഞ്ഞപ്പോൾ മൊബൈൽ പോക്കറ്റിൽ നിന്ന് എടുത്ത് ഫ്രാൻസിന്റെ പോക്കറ്റിൽ ഐഡിയക്കാർ ചുമ്മാ വിളിക്കണതാണ്, ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ മറ്റവനാണ് ആദ്യം വന്ന് പറഞ്ഞത്. അപ്പോൾ ഇവൻ പറയാ, സാറിന് അറിയാവോ എന്നെ ഇറക്കി വിട്ട സത്യ, ഇവനെ ഇറക്കി വിട്ട് എന്തിനറിയോ, നിങ്ങൾ ഒരേ കോളേജിൽ നിന്നാണോ? അതെ, എന്നെ യൂണിഫോം ഇട്ടുണ്ട് ഇന്റർവ്യൂവിന് പോയതാണ്. അപ്പം നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ പക്കായിട്ട് പോകണം. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ടീച്ചേഴ്സ് പ്രത്യേകിച്ച് ഗൗതം എടുക്കുന്നുണ്ട്, ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് എടുക്കുന്നുണ്ട്. ഒരു ബാച്ചിന് മാത്രം ഞാൻ ഇന്റർവ്യൂ സ്കില്ലിൽ എടുത്തുള്ളൂ. ഒരു 4 മണിക്കൂർ വെച്ച് 2 മണിക്കൂർ വെച്ച് എടുത്തുള്ളൂ. അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങൾ കയറി ചെല്ലുന്ന നിമിഷം മുതൽ. ഈ ഞാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ HOD ആയിട്ട് ഒരു 6 വർഷം ഇരുന്നു. ആ സമയത്ത് ഇപ്പോൾ കുട്ടി കഴിഞ്ഞ ദിവസം ഡോക്ടറേറ്റ് എടുത്തു, ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് എടുത്തു. ഇപ്പോൾ പുള്ളിക്കാരത്തി വന്നു കഴിഞ്ഞപ്പോൾ ഇന്നത്തെ കാലത്ത് ഡ്രസ്സ് അവനവൻ്റെ ഇഷ്ടമാണല്ലോ, അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനല്ല ഡ്രസ്സ്. എങ്ങനെ അവനവൻ്റെ ഇഷ്ടമാണ്, അവനവൻ്റെ അവകാശമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ വന്നു ഈ ചെരുപ്പ്, അത് എനിക്ക് അങ്ങനത്തെ ചെരുപ്പ് ഇവിടെ മാത്രം ഇടാവുന്ന ഒരു സൈസ് ചെരുപ്പുണ്ടല്ലോ, ഹീലൊക്കെ പുറകോട്ട്. ഇപ്പം എല്ലാ ആൺപിള്ളേരും ഒക്കെ ടൈപ്പ് ചെരുപ്പാണ്. പുള്ളിക്കാരത്തി വന്ന ഓപ്പോസിറ്റ് ഞാനും പ്രിൻസിപ്പളും ഉണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ സാറിൻ്റെ ക്യാബിൻ ഇപ്പം ദൈവരിക്കുന്നത്, ഞാൻ ഇങ്ങനെ സൈഡിങ്ങനെ പുള്ളിക്കാരത്തി കാലിട്ട് ഇങ്ങനെ കിടപ്പിച്ചോണ്ട് ഈ ചെരുപ്പിട്ട് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുക. ഞാൻ എടുത്തു, കാരണം എനിക്ക് കാൻഡിഡേറ്റിന് അത്യാവശ്യമായിരുന്നു, അതുകൊണ്ട് എടുത്തു. അക്കാഡമിക് മെറിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ജോയിൻ ചെയ്ത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി വന്ന അന്ന് ഞാൻ പറഞ്ഞു, കൊച്ചാ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്,
അയ്യോ സാറേ ഞാൻ അങ്ങനെയാണത്, ഞാൻ അറിഞ്ഞില്ല, കാലിനെ കാല് കയറ്റി വെച്ചപ്പോൾ അറിയാതെ നല്ല രസമല്ലേ ഇങ്ങനെ ഇട്ടായിട്ടിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇത്ര കൃത്യമായിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ഇൻ്റർവ്യൂവേഴ്സ് എന്തായിരിക്കും നോക്കുന്നത് നിങ്ങൾ നോക്കാം. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും അത് ഇപ്പോഴേ പഠിക്കണം. അല്ലാതെ അന്നത്തെ ദിവസം ചിലരുണ്ട് ഇതൊക്കെ ചെയ്തു പോകേണ്ടത്, അന്നത്തെ ദിവസം ആയിക്കോട്ടെ, കുറച്ച് ദിവസം താഴേക്ക് നീട്ടി വെച്ചാൽ ഇപ്പം ഞാനൊക്കെ ഇത് പഠിച്ചാലുള്ള എൻ്റെ വീട്ടുകാർ ചിലപ്പോൾ തിരിച്ചറിയല. കാരണം ഇതിലിവിടെയൊക്കെ വെളുത്തിരിക്കും. കാരണം അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ പറയും ഒരു 3 ദിവസം മുമ്പ് പോലെ ഡയറി ഷേവ് ചെയ്യുക, ഒന്ന് മുടി മര്യാദയ്ക്ക് വെട്ടിക്കുക. ഇല്ലേ നമ്മളൊക്കെ പറയുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ്താ അത് നമുക്ക് മാറ്റണേ. അതൊക്കെ പണ്ട് ആരാണ്ട് നമ്മളെ പറ്റിച്ചതാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ലാസ്റ്റിംഗ് ഇംപ്രഷൻ. ശരിക്കും അങ്ങനെയായിരുന്നു നമ്മളെ പഠിപ്പിക്കേണ്ടത്. ഇപ്പം ഞാൻ കയറി വന്നപ്പോൾ നിങ്ങൾക്ക് എന്നെപ്പറ്റി തോന്നിയതാണ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിൽക്കുള്ളൂ. കുറച്ച് കഴിയണേ പുള്ളി അങ്ങനെ അല്ലായിരുന്നല്ലോ. അതാണ് ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇടയ്ക്കൊക്കെ തോന്നിയിട്ടുണ്ട് ചില പിള്ളേർക്ക്, ഈ പുള്ളിക്ക് വേറെ ഒരു തൊഴിലുമില്ലേ എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഓഫ്ലൈനിലായിരുന്നെങ്കിൽ തൊഴിലുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ ഇത് നിങ്ങൾ വളരെ ക്ലിയറായിട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾ എങ്ങനെയാണ്, അതാണ് സെൽ യുവേഴ്സൽ. ഞങ്ങൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. റെസ്യൂമെ തയ്യാറാക്കി കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ സെൽ യുവർ സെൽഫ്. നമ്മൾ വിൽക്കുക. ഇപ്പം ഇവർക്ക് നമ്മളെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിൽക്കുക. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മാക്സിമം നമ്മൾ ഒരു ഇംപ്രഷൻ അവരുണ്ടാകും. ഒരു ഇംപ്രഷൻ നമ്മളെ പറ്റി കയറി ഇരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ്, ഞാൻ പലപ്പോഴും പറയണ, ഒരു മിനിറ്റ് എല്ലാവരും ഇന്റർവ്യൂവിനെ ചെല്ലുമ്പോൾ ഇരിക്കണതാ. ഇതെങ്ങനെ നിങ്ങൾ പേടിച്ചിരിക്കണേ? നിങ്ങൾ ഇങ്ങനെ ഇരിക്കാറില്ല, ഇങ്ങനെ ഇരിക്കാം. ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നു, കാല് ഇങ്ങനെ വെച്ചോളൂ. കാല് ഞാൻ ചിലപ്പോൾ ചില വെക്കരുത്, അല്ലെങ്കിൽ അത് വെക്കാം ചില കേസുകളിൽ മാത്രം. അത് വെക്കണമെങ്കിൽ ആൺകുട്ടി കാല് എവിടെ വെക്കണമെന്നും പെൺകുട്ടി കാല് എവിടെ വെക്കണമെന്നുണ്ട്. നമ്മൾ കാല് ഇങ്ങനെ വെക്കാൻ പാടില്ല, കുടന്ന് വെക്കണം. പക്ഷെ കാലിങ്ങനെ വെക്കുക. ഈ കാല് ഇങ്ങനെ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വന്നോളും, നിങ്ങൾക്ക് കൈപിടിയുള്ള തന്നെ നിങ്ങളുടെ തുടയിലേക്ക് കൃത്യമായിട്ട് പറഞ്ഞോളൂ. അല്ല അങ്ങനെ ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, ഇതിനെയൊക്കെ ഇരുത്തി പഠിപ്പിച്ചതാണ്. ഇപ്പോ സിംസില് വന്നേക്കുന്ന ആൾക്കാർക്ക് അറിയാം, നിങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കസേരയിലാണ് എടുത്തത്. ഒരു ഇൻഡിവിജ്വൽ ഒരു കസേരയാണ്. ഒറ്റ ഇന്റർവ്യൂ ഉണ്ടാവും, അതിന്റെ അപ്പുറത്ത് തൊട്ടടുത്ത് വരില്ല, കുറച്ച് അപ്പുറത്തോട്ട് മാറ്റി ഒരു കസേരയിലാണ് എടുക്കുന്നവര്. ഓക്കെ, അത് സാറ് പറഞ്ഞവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, സാർ പറഞ്ഞ സെൽ യുവർ സെൽഫ്. അത് നമ്മൾ എത്രയും മാക്സിമം നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നു, നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാണ്, നിങ്ങളെങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ആവാം, കുറച്ച് ഹാൻഡ് മൂവ്മെന്റ്സ് ഒക്കെ ആവാം. ഓക്കെ, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ സെൽ യുവർ സെൽഫ്. നിങ്ങൾ എത്രയും പ്രൊജക്റ്റ് ചെയ്യുന്നു അത്രയും നല്ലപോലെ ഒരു ഇന്റർവ്യൂവർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് അത്രയും കൂടുതൽ പഠിച്ചെടുക്കാൻ പറ്റും. എന്നാലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള മാർക്ക് ഇടാനുള്ളൂ. നിങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലൊരു കാൻഡിഡേറ്റ് ആയിരിക്കാം, പക്ഷെ ഒന്നും ചെയ്യാതെ അടങ്ങി ഒതുങ്ങി നിങ്ങളുടെ മനസ്സിലാവും ഇന്റർവ്യൂ ആണ്, ചിലപ്പോൾ ഇനി തെറ്റായിട്ട് അതിന് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണെന്നറിയില്ല. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ നല്ലൊരു കാൻഡിഡേറ്റ് ആയിരിക്കും ഞങ്ങൾ മിസ്സാക്കുന്നത്. ഓക്കെ, അപ്പോൾ 10 മാർക്ക് ഞാൻ പറഞ്ഞു മുമ്പ് 10 മാർക്ക് തന്നെ, 10 മാർക്ക് ചിലപ്പോൾ 2-3 മാർക്ക് ആയിരിക്കും കിട്ടുന്നത്. മാക്സിമം ട്രൈ ടു പ്രൊജക്ട് യുവർ സെൽഫ്. അപ്പോൾ ഈ പറയുന്ന മാർക്കൊക്കെ ടെക്നിക്കല് മാത്രമല്ല ഇവിടെ നോക്കുന്നത് ഞാൻ പറഞ്ഞു. ഓക്കെ, സാർ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പബ്ലിക്കിന്റെ ഇടയ്ക്ക് നിൽക്കാൻ പഠിക്കാതെ, കാരണം എന്താ, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബെനിഫിറ്റ് ആണ്. അത് നിങ്ങളുടെ വീട്ടിൽ ഒരു പരിപാടി നടക്കുമ്പോഴൊക്കെ പുറകോട്ട് പിൻവലിയാതെ മുന്നോട്ട് കയറുന്നത് വെച്ചാൽ ഓടി ഓവറാവണം എന്നല്ല. പിന്നെ ഇതുപോലെ നമുക്ക് ഉള്ളപ്പോൾ ഒരു ഗുണമുണ്ട്, നമ്മൾ കൈ ഇവിടെ വെച്ച് നിൽക്കുക, അല്ല എങ്കിലും നിങ്ങൾ നിന്നോളൂ ഒരു 2-3 പ്രാവശ്യം. എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഇപ്പോൾ ചാവറ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പഠിച്ചിരിക്കില്ല, PGക്ക് ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഇല്ല. ആ സമയം മുഴുവൻ നോൺ ഡീറ്റെയിൽഡ്, ഇന്നങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് അറിയില്ല, ഇതിന് മുമ്പുള്ളവർക്ക് അറിയാം, അതിൻ്റെ ക്ലാസ് എടുക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർ ക്ലാസ് ഉണ്ട്. ഞങ്ങൾക്ക് എന്താ പറഞ്ഞാൽ ക്ലാസ്സിലൊക്കെ ഏറ്റവും അത്ര നല്ല പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ ചുമ്മാ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏറ്റവും എടുക്കണമായിരുന്നെങ്കിൽ ഞാനൊരു സർവീസിൽ കയറിയിട്ടില്ല. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിനേക്ക് കിട്ടും. അപ്പോൾ ഇവൻ ഏറ്റവും പഠിപ്പിച്ചിട്ടാണ്. ഏറ്റവും പഠിപ്പിച്ചത് പുള്ളിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ പറ്റി പറയുകയാണെങ്കിൽ പൊങ്ങച്ചല്ലേ,
അവനെപ്പറ്റി പറയും ഇതുപോലെ സ്റ്റഡി ഹോളിഡേയ്സ്. അത് സ്റ്റഡി ഹോളിഡേയ്സ് നമുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒരു രാജ്യത്തുമില്ല സ്റ്റഡി ഹോളിഡേയ്സ് ഇല്ല. പഠിക്കാൻ അവധിയുണ്ടോ? എന്തിനാ പഠിക്കാൻ ഒരു അവധി? പഠിക്കാൻ എന്തിനാ അവധി? അങ്ങനെ ഒരു അവധി ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തതാ സ്റ്റഡി ഹോളിഡേയ്സ്. അപ്പോൾ ഈ അവൻ എങ്ങനെ വെച്ചാൽ 2 ദിവസം 48 മണിക്കൂർ കണ്ടിന്യൂസ് ഇരുന്ന് വായിക്കും. 48 മണിക്കൂർ കണ്ടിന്യൂസ് ഇരുന്ന് വായിച്ചിട്ട് 6 മണിക്കൂർ പോയി കിടന്നുറങ്ങും. കാരണം 400 ബുക്സാണ് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം പുള്ളി വീട്ടിലിരിക്കും. അങ്ങനെ അവനെ എന്ത് പറ്റിയെന്നറിയാം. പക്ഷേ ഇപ്പോൾ അത് കഴിഞ്ഞ് മാലിയിലൊക്കെ പോയി മെടുക്കട്ടെ. ഇപ്പോൾ ക്ലാസ്സിൽ ഇതുപോലത്തെ ഒരു ചെയറിലെടുത്ത് പുള്ളിക്ക് ഒരു ക്ലാസ് എടുത്തത്. അവസാനം എന്നറിയോ, ചെയർ കുലുങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒരു അച്ഛനോട്, അച്ഛൻ പറഞ്ഞ് നീ നിർത്തിക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ നീ താഴെ വീഴും തുടങ്ങി. കൈയും കാലും വിറയ്ക്കുക. എന്നാൽ ഞങ്ങളെല്ലാം സംശയം ചോദിച്ച് അവനിൽ നിന്നാണ്. പക്ഷെ ഇപ്പം ഇതൊരു പാലായിലുണ്ട് അധ്യാപകനായിട്ട് 10 വർഷം മാലദ്വീപ്സിലാണ്. അപ്പോൾ അതോ എന്നാ ഹാൻഡ് റൈറ്റിംഗ് എന്നറിയാം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ല. അന്നത്തെ കാലത്ത് ഫോട്ടോസ്റ്റാറ്റ് ഒന്നുമില്ല. ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളെല്ലാം കാർട്ടൂൺ വെച്ച് എഴുതാം. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അവൻ്റെ 100 ഷീറ്റ് പേപ്പറുണ്ട്. 1ാമത്തെ ഷീറ്റും 100ാമത്തെ ഷീറ്റും ഒരേപോലെയാണ്. ഒറ്റ രാത്രി കൊണ്ട് 100 ഷീറ്റ് പേപ്പർ 2 കാർബൺ വെച്ച് എഴുതി. അപ്പോൾ എത്ര 3 കോപ്പി. കാരണം അന്ന് ഒറ്റ പുസ്തകം നോട്ട് കിട്ടുമായിരുന്നുള്ളൂ. ഞങ്ങൾ ആരും കൊണ്ടുപോയി ചെയ്യില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അവനെ അല്ല, അപ്പം നിങ്ങൾ എപ്പോഴും കിട്ടുന്ന അവസരം ഉപയോഗിക്കണം. ഇപ്പം നിങ്ങൾ മുന്നോട്ട് കയറി വന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞു ഒന്ന് ഇന്ററാക്ട് ചെയ്യുക. ഇത്രയല്ലേ ഉള്ളൂ. നമ്മൾ അത് ഒരു ബാച്ച് മാത്രം കിട്ടി കേട്ടോ. എന്നാ ഒരു 10 മിനിറ്റ് ബ്രേക്ക് കൊടുത്തു. ഒരു ദിവസം ഞാൻ മൈക്ക് ഓഫ് ചെയ്യാൻ മറന്നുപോയി. ആ അന്നേരം ഇവർ തമ്മിലുള്ള വർത്തമാനം കേട്ടപ്പോഴാണ് മനസ്സിലാണ് ഇവർക്ക് സംസാരിക്കാൻ അറിയാത്ത. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് പോകും, ഞാൻ മൈക്ക് ഓഫ് ചെയ്യാം, നിങ്ങൾ വർത്താനം പറഞ്ഞോളാം പറയാം. പക്ഷെ ഇപ്പോഴത്തെ എല്ലാവരും എന്നാ അറിയാം, എല്ലാവരും 1-2 പേര് ഒഴികെ ബാക്കി എല്ലാവരും ബ്രേക്ക് കിട്ടാൻ നോക്കിയിരിക്കും ക്ലാസ്സിൽ ഇറങ്ങാനായിട്ട്. ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് പറഞ്ഞതല്ല. നിങ്ങൾ ഇന്റർവ്യൂ സ്കിൽസ് വളരെ പ്രാധാന്യം. സാറ് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. കാരണം നമ്മൾ ആ കാര്യങ്ങൾ വളരെ വേഗമാണ്. നമ്മളൊരു ഡ്രസ്സ്, എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്തിനാ ഡ്രസ്സ് തേച്ചെടുക്കും. പുത്തൻകുരിശ് ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയി, ഒരു ഡെപ്യൂട്ടേഷൻ എടുക്കാൻ പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യൂണിഫോം തേക്കാതെ വന്നു ഒരുത്തൻ. ഞാൻ ചോദിച്ചു ഒന്ന് തേക്കാൻ പറ്റില്ല സാറേ, കറണ്ട് ചാർജ് എന്നാണെന്നറിയാം, വൈദ്യുതിക്ക് ഭയങ്കര ചാർജ്. ആയിക്കോട്ടെ. അപ്പം ഞാൻ ചോദിച്ചു ചിരട്ടയില്ലേ സാറേ, തേങ്ങ ഉണ്ടായിട്ട് വേണ്ട ചിരട്ട കിട്ടാൻ. നമ്മൾ തോപ്പിക്കലാവനെ. അപ്പം ഞാൻ ചോദിച്ചു പിന്നെ എന്നുള്ളത് അരി വെക്കാറുണ്ട്. അരി വെക്കാറുണ്ട്. ഞാൻ പറഞ്ഞു ചോറ്റുപാത്രം ഉണ്ടോ? ഉണ്ട്. ആ ചോറ്റുപാത്രത്തിൽ ചൂടച്ചോറ് ഇട്ട് ഒരു ഷർട്ട് തേച്ചെടുക്കാറ്. അയ്യോ സോറി സാറേ. അപ്പോൾ തേക്കുക എന്ന് പറയുന്ന ആർക്കും ഇഷ്ടമല്ല. നമ്മളൊന്നും നോക്കി പുറത്തിറങ്ങി സമൂഹത്തിൽ ഇറങ്ങി നോക്കി എത്ര പേര് വൃത്തിയോടുകൂടി. നിങ്ങൾക്ക് തന്നെ തോന്നാറില്ല ചിലപ്പോൾ ബസ്സിൽ കയറിയിരിക്കുമ്പോൾ അയാൾ അടുത്ത് വന്നിരിക്കും ഇരിക്കട്ടെ. നമുക്ക് തോന്നും. പക്ഷെ അപ്പം നമ്മളെ ഇരിക്കുമ്പോഴോ മറ്റുള്ളവർക്ക് തോന്നാം. നമ്മുടെ ഒരു കാഴ്ചപ്പാടങ്ങനെ നമുക്ക് എന്തും ആവാം, മറ്റവർക്കൊന്നും ആവാൻ പാടില്ല. അത് വേണം നിങ്ങൾ, അത് ഇപ്പോഴേ ശീലിക്കണം. അതിനായി സ്കൂളിലൊക്കെ ഇങ്ങനെ ഇവരുടെയൊക്കെ ക്ലാസ്സിൽ ഇവരുടെ എന്ന് പറയാൻ എബ്രാഹിം എപ്പോഴും കണ്ടിട്ട് ഞാൻ വർഷങ്ങളോടും ആ കോളേജിൽ ഉണ്ടായിരുന്ന ആണ്. എബ്രാഹിം 3 വർഷം അവിടെ പഠിച്ചുകൊണ്ട് തന്നെ എന്തോരം അവസാനം ഫൈൻ ഇടിച്ചു തുടങ്ങി യൂണിഫോമിന്. അന്നേരം എന്ത് ചെയ്യുന്നത്, പാൻസ് ഇന്നലെയാണ് ഇട്ട് അല്ലേ, ഉണങ്ങിയില്ല സാറേ, എന്താ ചെയ്യണം? അങ്ങനെ നമ്മൾ എക്സ്ക്യൂസ് ഉണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നതെന്ന് അവർ മനസ്സിലാക്കണില്ല. അത് അങ്ങനെ ശീലിച്ച് പോന്നാൽ നിങ്ങൾ അങ്ങനെയുള്ളവരുണ്ടാവും. എന്താണ് തേക്കാതെ ഷർട്ട് ഉപയോഗിക്കില്ലാത്തവർ നിങ്ങൾ ഓർത്തോടുക. ഇനി അന്നത്തെ ദിവസം പുറത്ത് പോയില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ഒരാഴ്ചത്തെങ്കിലും തേച്ചൊന്നും ഇടില്ല. അപ്പം പിന്നെ എന്നെയാണ് അന്നേരം. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച പള്ളി വന്നില്ല, എന്നെ ചെയ്യൂല. അതെ തേക്കാൻ പറ്റില്ല, കറണ്ടില്ല, ചിരട്ടയില്ല, ഒന്നുമില്ല, തേക്കാൻ പറ്റില്ല, അതിനെ പള്ളി പോകുന്നില്ല. അപ്പോൾ പുള്ളി തേക്കാതെ പോരില്ല. എനിക്കൊക്കെ ധൈര്യമായിട്ടുണ്ട് കേട്ടോ. എന്നാ അറിയാം, 2 ആഴ്ചത്തേക്കുള്ളത് മുഴുവൻ തേച്ചിട്ടൊക്കെ. അത് ഞാൻ പറഞ്ഞപ്പോൾ വന്നിറങ്ങി കുളിച്ചു, അടുത്ത് ഇതെടുത്തു. ഞാൻ അന്നും അങ്ങനെയാണ് ഒറ്റ ജോഡി ഡ്രസ്സ് കൊണ്ട് പ്രിന്റിങ് പഠിച്ച മനുഷ്യനാണ്. അല്ലാതെ ഇതൊന്നുമില്ല. ഒരു മുണ്ടും ഒരു ഷർട്ടും കൊണ്ട് 1 വർഷം പഠിച്ചതാണ്. പക്ഷെ ആ ഒരു മുണ്ടും ഒരു ഷർട്ടും വൈകിട്ട് വന്ന് അലക്കി തേച്ച് ഉണക്കി പോകുന്നു. അപ്പം നിങ്ങൾക്ക് ആകണം.
നിങ്ങൾ എൻ്റെ മെറിറ്റ് അല്ലെന്ന് പറയാൻ മെറിറ്റല്ല. നിങ്ങൾ ഇപ്പോഴേ തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കുക. ചിലരുടെ കാലിൻ്റെ നഖം നോക്കി കാണാം, പൗഡറൊക്കെ ഇട്ട് നല്ലതൊക്കെ ഒരു കാലിൻ്റെ നഖം അല്ലെങ്കിൽ കാലിൻ്റെ ഉപ്പുറ്റുള്ള വീണ്ടും കീറി, അത് അവരുടെ കുറ്റമല്ല, അതൊക്കെ ഒന്ന് അവർക്ക് ചെയ്തു കാര്യങ്ങളാണ്. ഇതൊന്നും ചെയ്യത്തില്ല. അപ്പൊ നിങ്ങളെ എല്ലാവരും അസസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കുക. ഓരോ വ്യക്തിയെയും മറ്റൊരാൾ അസസ് ചെയ്യുന്നുണ്ട്. ആ അസസ്മെന്റ് ആണ് ഇപ്പൊ ഈ ഇന്റർവ്യൂവിന് നിങ്ങൾ ഏറ്റെടുക്കും. DLS-ന് ഫീസും അതിനെപ്പറ്റി എഡ്യൂക്കേഷൻ ലോണൊക്കെ കിട്ടും. ഫീസ് ഇല്ല, ഫീസിനെ പറ്റി അറിയാം. ഓക്കെ, ഇതിന് ആൻസർ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് കൂടെ ചിലപ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന വെച്ചാൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടും പല വിധത്തിലാണ് ചാർജ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഇവിടെ ടോട്ടൽ വരുന്നത്